ഹലോ, ഒന്നും കൂടെ ഗുഡ് ഈവനിങ് എവറിവൺ. എന്തൊക്കെയുണ്ട്? ഇന്ന് യൂണിറ്റ് ടോക്ക് 65 ആണല്ലേ? 65 ആഴ്ചകളായി നമ്മളിങ്ങനെ ഓരോ ടോപ്പിക്കിൽ ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വരികയാണ്. ഇന്നത്തെ ടോപ്പിക്കിൽ ഞാനും എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. അഫീൽസിന്റെ അടുത്ത് ഞാൻ ചോദിച്ചേ എന്താണ് നിങ്ങൾ പറയാൻ പോകുന്നതെന്ന്. നിങ്ങൾ നോർമലി പറയുന്നൊരു സാധനം ഉണ്ടായിരുന്നു, ആള് പ്ലാനിങ് നമുക്കൊക്കെ പറഞ്ഞിരുന്നു. എന്നോട് പറഞ്ഞു അതല്ല വിസ്ന, വേറെ സംഭവമാണെന്ന്. എല്ലാ ടോപ്പിക്കും എനിക്കൊരു ഐഡിയ ഉണ്ടാവലുണ്ട് സാർ, എന്താവും അവിടെ പറയാൻ പോകുന്നതെന്ന്. ഇന്ന് എനിക്കുമില്ല, ഞാൻ നിങ്ങളെ പോലെ ക്യൂരിയോസ് ആയിട്ട് ഇരിക്കുകയാണ്. എന്താണ് ഇപ്പൊ സീസർ പറഞ്ഞു കൊടുക്കാൻ പോകുന്ന സ്ട്രാറ്റജി എന്നുള്ള സംഭവം. നമ്മൾ എപ്പോഴും ഒരു പ്ലാന് കേൾക്കുന്ന സമയത്ത് നമ്മളെ മൈൻഡിൽ വരുന്ന ഒന്നാണ് പ്ലാനിങ് ഡെയിലി നടക്കുന്നുണ്ട്, കാര്യങ്ങളൊന്നും അങ്ങോട്ട് വർക്ക് ആവണില്ല. ഇനി കാര്യങ്ങൾ വർക്ക് ആവാൻ വേണ്ടി എങ്ങനെയാണ് പ്ലാൻ ചെയ്യാന്നുള്ള കഫീസർ ഡീറ്റെയിൽ ആയി തന്നെ പറഞ്ഞുതരും. അപ്പോൾ ഇന്ന് കുറെ പുതിയ പേരുകൾ കാണുന്നുണ്ട്. വെൽക്കം ടു യൂണിക് ടോക്ക്, നമ്മളെ കമ്മ്യൂണിറ്റിയിലേക്ക് എല്ലാവരും ഇൻവൈറ്റ് ചെയ്യാം കേട്ടോ. ഒരുപാട് സന്തോഷം. നമ്മൾ പറഞ്ഞ പോലെ തിരക്കിലൊന്നും അല്ല എങ്കിൽ പറ്റുന്നവരൊക്കെ വീഡിയോ മോഡിൽ വരും കേട്ടോ. ഓ, നമ്മള് ഷാന മാം വന്നിട്ടുണ്ട്, താങ്ക് യു. ഷിബ്ല മാം ഓൾറെഡി ഉണ്ട്, താങ്ക് യു. അപ്പോൾ നമ്മൾ എപ്പോഴും യൂണിക് ടോക്കിൽ മൂന്ന് കാര്യങ്ങളാണ് പറയാറുള്ളത്. ഒരു കുട്ടിയുടെ ക്യൂരിയോസിറ്റിയോട് കൂടിയിട്ട് ഇവിടെ ഇരിക്കാൻ വേണ്ടി ശ്രമിക്കാം. എനിക്ക് എന്തൊക്കെയോ അറിയും, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാൻ അറിയാം, അതിനപ്പുറത്തേക്ക് മൂപ്പർ എന്താണ് പറയുന്നുണ്ടാവുക, അങ്ങനെ ഒരു ഇന്റൻഷനിലല്ലാണ്ട് ഒരു പുതിയ സംഭവം കേൾക്കുന്ന ഒരു സംഭവം ഉണ്ടാവില്ലേ, ഓ ഇങ്ങനെയൊക്കെ ചെയ്യാം അല്ലെ, ആ ഒരു സാധനം നമുക്ക് മൈൻഡ് കിട്ടുന്ന ഒരു സ്റ്റേറ്റിൽ ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ഒരു സിമ്പിൾ ആയിട്ടുള്ള പച്ചയായിട്ടുള്ള മനുഷ്യനായിട്ടിരിക്കുക. നമ്മൾ എന്നും എക്സാമ്പിൾ പറയാറുണ്ട്, എല്ലായിടത്തും പോകുന്ന സമയത്തും നിറഞ്ഞ കപ്പായിട്ടിരിക്കരുത്. എവിടെങ്കിലും പോവാണെങ്കിലും എനിക്ക് എന്തൊക്കെയോ ഇനിയും സ്വീകരിക്കാനുണ്ട്, കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ അറിയാനുണ്ട്. കാരണം ഓരോ ദിവസവും ഓരോ പുതിയ പുതിയ കാര്യങ്ങളാണ് നമ്മളെ ലൈഫിലായാലും അല്ലെങ്കിൽ നമ്മളെ ചുറ്റും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നമുക്ക് അറിയുന്നതുണ്ട്, അറിയാത്തതുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ. പക്ഷേ ശരി, ഇന്ന് പ്ലാനിങ്ങിനെ കുറിച്ച് എങ്ങനെ നമുക്ക് ഇനിയും കൂടുതൽ അറിയാം എന്നുള്ളതാണ്. ഇന്ന് ഞാൻ ഇൻഷാല്ലാ ഫുള്ള് വീഡിയോ മോഡിലുണ്ടാവും, കാരണം എനിക്കിത് ആവശ്യമുള്ള ഒരു സംഭവമാണിത്. മൂപ്പർ എന്താണ് പറയുന്നത് നമുക്ക് എല്ലാവർക്കും കൂടെ നോക്കണല്ലോ. എന്തായാലും എല്ലാവരെയും ഒന്നും കൂടെ ഇൻവൈറ്റ് ചെയ്യാണ്. വെൽക്കം ടു അവർ കമ്മ്യൂണിറ്റി. അപ്പോൾ നമുക്ക് അഫ്സൽ സർ ഇൻവൈറ്റ് ചെയ്യാം. വെൽക്കം സർ. താങ്ക് യു മിസ്ന, താങ്ക് യു സോ മച്ച്. എന്തായാലും ഒരുപാട് സന്തോഷം. ഒരുപാട് പുതിയ മുഖങ്ങളും അറിയുന്ന ഫേസസും പേരുകളും ഒക്കെ ഇവിടെ കാണുന്നുണ്ട്. നമ്മൾ എല്ലാ പ്രാവശ്യവും തുടങ്ങുന്ന രീതിയിൽ തന്നെ വിത്ത് ഹോൾ ഹാർട്ടഡ് ഗ്രാറ്റിറ്റ്യൂഡ്, ഹൃദയം നിറഞ്ഞ നന്ദിയോട് കൂടെ നമ്മൾ തുടങ്ങുകയാണ്. 65-ാമത്തെ ആഴ്ചയായിട്ട് നമ്മൾ ഡിഫറെന്റ് ടോപ്പിക്സിൽ ഞാനല്ലെങ്കിൽ ടീം മെമ്പേഴ്സ് മിസ്സിനെ അല്ലെങ്കിൽ നമ്മളെ സ്റ്റുഡൻസ് ഒക്കെ ആയിട്ട് സെഷൻസ് ആയിട്ട് 65 ആഴ്ചകളായിട്ട് 1 ഇയറിലധികമായി ഇപ്പൊ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് എല്ലാ ശനിയാഴ്ചകളിലും കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. താങ്ക് യു ഗോഡ്. അപ്പോ ഇന്ന് നമ്മൾ ടോപ്പിക് വെച്ചിരുന്നത് ഹൗ ടു പ്ലാൻ യുവർ ഡേ എന്നായിരുന്നു. ഒരു ദിവസത്തെ നമ്മൾ എങ്ങനെയാണ് ഏറ്റവും അടിപൊളിയായിട്ട് കൊണ്ടുപോകാന്നുള്ള ഒരു ഐഡിയ. ഇതിപ്പോ ആർക്കും അറിയാത്ത കാര്യമൊന്നല്ല, എല്ലാ കാര്യങ്ങളും എഴുതി വെക്കുക കാര്യങ്ങളൊക്കെ. പക്ഷെ അത് എഴുതി വെക്കേണ്ട ഒരു രീതി ഉണ്ട്. നമ്മള് നമ്മളുടെ ലൈഫിൽ അതൊക്കെ പറയുന്നതിന്റെ മുന്നേ നമ്മൾ സാധാരണ ഉള്ള ഒരു റൂട്ടീന് വിട്ടുമല്ലോ. പുതിയ കുറെ ആൾക്കാരുണ്ട്, അപ്പൊ ഒന്ന് പരിചയപ്പെടാന്നുള്ള ഇന്റൻഷനോട് കൂടിയിട്ട് ഓരോരുത്തരും ഏത് ഡിസ്ട്രിക്റ്റ് നിന്നാണെന്നൊന്ന് താഴെ കമന്റിൽ മെൻഷൻ ചെയ്യാൻ പറ്റുമോ? ഡ്രൈവിങ്ങിലൊന്നും അല്ലാത്തവര് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒന്ന് താഴെ മെൻഷൻ ചെയ്താൽ ഓരോരുത്തരുടെ പേരും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരുന്നു. തഹസീൻ കാലിക്കറ്റ്, ഇർഫാന കാലിക്കറ്റ്, ഷിബില മലപ്പുറം, ഹഫ്സ കാലിക്കറ്റ്, മുഹമ്മദ് യൂസുഫ് കാലിക്കറ്റ്, ഐഷ ഇർഫാന തിരുവനന്തപുരം, അഭിനവ് ബൈജു കോട്ടയം, ജസീറ ടി മലപ്പുറം, ശ്രീനാഥ് തൃശൂർ, അസ്ന മലപ്പുറം, എമ്മിന്റെ പേരറിയില്ല, കാലിക്കറ്റ്, ഫൈസൽ മലപ്പുറം, നസീറ മലപ്പുറം, സബിന കൊല്ലം, മറിയം മുനവറ. ഓക്കെ, ഇത് നമ്മളെ മറ്റേ മുനവറ മാം ആണോ? കോച്ച് മുനവറ മാം ആണെങ്കിലും ഒരുപാട് താങ്ക് യു സോ മച്ച്. കുറച്ച് ആൾക്കാർ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്, താങ്ക് യു സോ മച്ച്. ഇപ്പം ഞാൻ ഈ ടോപ്പിക് എടുക്കുന്ന സമയത്ത് ഈ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് ഒരു 9 വർഷമായിട്ട് എൻ്റെ 22ാമത്തെ വയസ്സ് തൊട്ട് തുടങ്ങിയിട്ടുള്ള ഒരു ശീലാണ്. ഓരോ ദിവസവും ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഞാനിങ്ങനെ എഴുതി വെക്കായിരുന്നു. അപ്പം അത് എഴുതി വെച്ച് ഓരോ ദിവസങ്ങളിലും ഞാനിപ്പം ഈ കഴിഞ്ഞ 9 വർഷങ്ങൾ ഞാൻ അധിക സെഷനിൽ പറയുന്ന കാര്യമാണ് എൻ്റെ ലൈഫിൽ
കഴിഞ്ഞ 9 വർഷങ്ങളിൽ ഓരോ ദിവസവും വിപിൻ രാജ് പാലക്കാട്, താങ്ക് യു സർ. കഴിഞ്ഞ 9 വർഷങ്ങളിൽ ഓരോ ദിവസങ്ങളിലും ഞാൻ എന്തായിരുന്നു ചെയ്തത്, എവിടെയായിരുന്നു ഒക്കെ എന്റെ നോട്ട്സിൽ അവൈലബിൾ ആണ്. ഫോണുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള നോട്ട്സിൽ. പക്ഷെ അത് അങ്ങനെ എഴുതി വെച്ചതിലൂടെ ലൈഫിൽ വന്നിട്ടുള്ള കുറെ മാറ്റങ്ങളുണ്ട്, കുറെ അനലൈസേഷൻസ് ഉണ്ട്. നമ്മൾ പൊതുവെ നമ്മളുടെ ഒരു ലൈഫിൽ നോക്കിക്കാണുന്നത് കുറച്ച് ഡിഫറെന്റ് ആയിട്ട് നോക്കിക്കാണാൻ തുടങ്ങിയതൊക്കെ ആ ജേർണലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹാബിറ്റ് ഒന്നായിരുന്നു. എനിക്ക് ഈ ആദ്യം തന്നെ എല്ലാവരും സത്യസന്ധമായിട്ട് ഇവിടെ എനിക്ക് ഒരു റിപ്ലൈ തരണം. സത്യസന്ധമായിട്ട് ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയൂന്ന് ഉറപ്പുള്ളവരൊന്ന് യെസ് പറയോ? താഴത്ത് യെസ്, ജസ്റ്റ് ഒന്ന് വൈ നടിച്ചാലും മതി. സത്യം, നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല, പക്ഷെ സത്യസന്ധമായിട്ട് പറയാം. കുറെ ആൾക്കാരോട് യെസ് പറയുന്നുണ്ട്. ഇർഫാൻ, അസ്ന, ഫൈസൽ, തഹസീൻ, ഷിബ്ല, ജസീറ, ശ്രീനാഥ്, സബിന, വിപിൻ രാജ്, ഷവീൽ, യൂസുഫ്, നസീറ. ഓക്കെ, ഒരുപാട് ആൾക്കാർ യെസ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? ഫസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോൺ എടുത്തിട്ട് ഫോണില് സെറ്റിങ്സിൽ പോവാ. സെറ്റിങ്സിൽ പോയിട്ട് ഐഫോൺ ആണെങ്കിൽ സ്ക്രീൻ ടൈം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. ഇപ്പം ആൻഡ്രോയിഡ് ഫോൺ ആണെങ്കിൽ ഡിജിറ്റൽ വെൽബീയിങ് ആൻഡ് പാരന്റൽ ടൂൾസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് സെറ്റിങ്സിൽ. കുറച്ച് താഴോട്ട് പോയാൽ മതി. കുറച്ച് താഴോട്ട് പോയിട്ട് ഒന്ന് ചെക്ക് ചെയ്യാം. ഡിജിറ്റൽ വെൽബീയിങ് ആൻഡ് പാരന്റൽ ടൂൾസ് എന്ന് കാണാം. ആൻഡ്രോയിഡ് ഫോൺ ആണെങ്കിൽ സെറ്റിങ്സിൽ കുറച്ച് താഴത്ത് ലൊക്കേഷൻ്റെ ഒക്കെ അടിയിലായിട്ട് വരും ഡിജിറ്റൽ വെൽബീയിങ് ആൻഡ് പാരന്റൽ ടൂൾസ്. അതെടുക്കാം. അതിൽ കാണാം ഇന്ന് നിങ്ങൾ എത്ര മണിക്കൂർ ഈ ഫോണിൽ കളിച്ചു എന്നുള്ളത്. ആ എത്ര സമയം, ഇന്നത്തെ സമയം ഒന്ന് ടൈപ്പ് ചെയ്തിടും. അപ്പം ഐഫോൺ ആണെങ്കിൽ അതിലുണ്ടാവും. സത്യസന്ധമായിട്ടോ, ഇത് നിങ്ങളുടെ ഹൃദയത്തെ തൊട്ട് നിങ്ങൾ സത്യം അത് കളവ് പറയരുത്. എത്ര മണിക്കൂറാണ്, എത്ര മിനിറ്റ് ആണെന്ന് ജസ്റ്റ് ഒന്ന് താഴെ കമന്റ് ചെയ്യാൻ പറ്റുമോ? ഐഫോണിലാണെങ്കിൽ സ്ക്രീൻ ടൈം എന്ന് പറഞ്ഞ ഓപ്ഷൻ തന്നെ ഉണ്ട് കേട്ടോ. കുറച്ച് താഴോട്ട് പോയാൽ കാണാം. അത് എവിടാന്ന് വെച്ചാല് ഐഫോൺ ആണെങ്കിൽ നോട്ടിഫിക്കേഷൻസ് സെറ്റിങ്സിൽ നോട്ടിഫിക്കേഷന്, സൗണ്ട്സ് ആൻഡ് ഹാപ്റ്റിക്സ്, ഫോക്കസ് കഴിഞ്ഞാൽ അതിന്റെ അടുത്ത അടിയിലുള്ള ടൈമാണ് സ്ക്രീൻ ടൈം. ഓക്കെ, ഇർഫാന മാം 1 മണിക്കൂറും 48 മിനിറ്റും. ഓക്കെ, അടുത്തത് സത്യം എല്ലാരും ഒന്നും ഇടണേ. ഷിബില യാസ്മിൻ 5 hour. കറക്റ്റ് 5 hour? അതെ അതെ, എനിക്ക് ക്ലാസ് എടുക്കാറുണ്ട് ഞാൻ ഫോണില്, അതുകൊണ്ടാണ്. ഓക്കെ, സെറ്റ്. അസ്ന 1 hour 10 minutes. തഹസീൻ 5 hour 54 minutes. നസീറ 5 hour. ശ്രീനാഥ് 4 hour 28 minutes. വിപിൻ രാജ് 3 hour 8 minutes. ബിനീഷ് 3 hour 15 minutes. നിസ്ന 3 hour 55 minutes. ഓക്കെ, ഹർഷിത 2 hour. ഫാത്തിമത്ത് സുഹറ 5 hour 47 minutes. ഉച്ച വരെ ഹോസ്പിറ്റലായി, അതിന് ശേഷം 6 മണിക്കൂറേ ഉള്ളൂ. ഷബീൽ സാർ സെറ്റാണ്. ഏതായാലും ഞാൻ എന്തിനാണെന്നറിയോ അത് നോക്കാൻ പറഞ്ഞത്. അതിൽ തന്നെ നിങ്ങൾ ഓപ്പൺ ആക്കി കൊടുത്ത് തന്നെ കാണിക്കും ഏത് ആപ്പിലായിരുന്നു നിങ്ങൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തത്. യൂസുഫ് സാർ അത് 8 മണിക്കൂർ 58 മിനിറ്റും. 5 മണി ഇതിൽ ചില ആൾക്കാർ ഫോൺ ത്രൂ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും കേട്ടോ. അവരുടെ അല്ല ഞാൻ പറയുന്നത്. 8 മണിക്കൂർ 58 മിനിറ്റും. അടച്ചോനെ. അപ്പം ഇനിയും ഈ ദിവസം തീരാൻ ഇനിയുണ്ട് ഒരു 4 മണിക്കൂർ കൂടി അല്ലേ. അപ്പം 20 മണിക്കൂറിൽ 9 മണിക്കൂറും ഫോണിലാണ്. സബിന 5 hour 20. ഞാൻ ഒരിക്കലും മോശമായിട്ട് കാണിക്കല്ല കേട്ടോ അത്. സബിന 5 hour 20, 5.5 മണിക്കൂർ. അഭിനവ് 1 മണിക്കൂർ. വഫ 2 മണിക്കൂർ 2 minutes. ഫൈസൽ ക 7 hour 7 മണിക്കൂർ. ജസീറ 6 മണിക്കൂർ. വാട്സപ്പ് ആണ് കൂടുതൽ അല്ലേ? ഓക്കെ. എന്റേതും വാട്സപ്പ് ആണ്. അല്ല, എന്തിനാന്നറിയാം, ഞാനിത് ഫസ്റ്റ് തന്നെ 3 hour ഗൂഗിൾ മീറ്റ് ആണ്, ക്ലാസ് ഉണ്ട്. ഓക്കെ, സെറ്റാണ്. ഓക്കെ, അതൊന്നും കുഴപ്പമില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് എല്ലാരും ഒന്നും ക്ലാസ് എടുക്കുന്നതായിരിക്കൂല. ചില ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിന്റെ ഒക്കെ നിങ്ങൾ മൊത്തത്തിലുള്ള ഒരു ആവറേജ് ഒക്കെ അതിൽ നോക്കിയാൽ കാണാം. ഓരോ ദിവസം ആ കാണിക്കുന്ന റൗണ്ടില്ലേ, ആ റൗണ്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് ഉള്ളോട്ട് പോയാൽ ഓരോ ദിവസത്തെ മണിക്കൂർ ഇവിടെ ഇങ്ങനെ കാണിക്കും. ഇന്നലെ എത്ര അത് 24 മണിക്കൂറിലാട്ടോ കാണിക്കുക. അത് ശരിക്കുണ്ടല്ലോ,
നമ്മൾ ഓരോരുത്തരുടെയും ദിവസം സ്പെൻഡ് ചെയ്യുന്നതിൽ 24 മണിക്കൂറിൽ ഇപ്പൊ ഒരു മിനിമം ഒരു 6 to 8 മണിക്കൂർ ഉറങ്ങി എന്ന് വിചാരിക്കാം. 6 to 8 മണിക്കൂർ ഉറങ്ങിക്കഴിഞ്ഞാൽ 8 തന്നെ കൂട്ടുക. 8 ആരും ഉറങ്ങാൻ സമയം ഉണ്ടല്ലോ, ആ സമയം കൂടി ഫോണിൽ കളിക്കാൻ കഴിയുമോ കഴിച്ചു നോക്കുക. പക്ഷെ അപ്പൊ ആ 17 മണിക്കൂറാണ് ഉണർന്നിരിക്കുന്നത്. 17 മണിക്കൂറിൽ ഉള്ള ടൈം അപ്പൊ നമ്മൾ ഓരോരുത്തർ വായിച്ചേ. 8 മണിക്കൂർ, 5 മണിക്കൂർ, 9 മണിക്കൂർ. അപ്പം സംഭവം എന്താ അറിയോ, നമ്മളുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എങ്ങനെ നോക്കിയാലും നമുക്ക് ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരേണ്ട 4 മേഖലകളുണ്ട്. 4 ടൈപ്സ് ഓഫ്. ഒന്ന് നമ്മൾ സാധാരണ ഡയമെൻഷൻസ് ഓഫ് ലൈഫിന്റെ കേസിൽ പറയുകയാണെങ്കിൽ ഹെൽത്ത്, വെൽത്ത്, റിലേഷൻഷിപ്പ്, സ്പിരിച്വാലിറ്റി, ഈ 4 മേഖല. പക്ഷെ അതേപോലെ തന്നെ നമ്മൾ വേറൊരു സെൻസിൽ പറയുകയാണെങ്കിൽ ബോഡി, പിന്നെ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ബ്രെയിന്. ബോഡി, ബ്രെയിന്, മൈൻഡ്, സോള്. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളി. സാധാരണ ആ 4 മേഖലകളിലേക്കും ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഈ 4 മേഖല നോട്ട് ചെയ്ത് വെക്കുക. ബോഡി, ബ്രെയിന്, മൈൻഡ്, മനസ്സും ഉണ്ട് ആത്മാവും ഉണ്ട്, രണ്ടാണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമ്മൾ ചെയ്യാൻ പോകണമെന്ന് പറയും. ഇപ്പൊ നമ്മൾ ആ സ്ക്രീൻ ടൈം, ഓരോരുത്തരും ആ സ്ക്രീൻ ടൈം ഒന്ന് നോട്ട്, നമ്മൾ പറഞ്ഞില്ലേ ചെറിയൊരു പേപ്പർ എടുത്ത് വെക്കാൻ പറഞ്ഞിരുന്നത്, ആ പേപ്പറിൽ ഒന്ന് എഴുതി വെക്കാം എത്ര മണിക്കൂറാണ് സ്ക്രീൻ ടൈം എന്നുള്ളത്. ഇനി ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും ഇങ്ങനെ നോട്ട് ചെയ്തിട്ട് ആ നോട്ട് ചെയ്തതിൽ എത്ര മണിക്കൂർ ഓരോന്നിന് സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവുന്ന വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. ഒന്ന് എഴുതി വെച്ചാൽ നിങ്ങൾക്ക് മുന്നോട്ടുള്ള ദിവസങ്ങളിലും ചെക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഞാൻ പറയട്ടെ, എല്ലാവരും റെഡിയാണോ? പേപ്പറും പെന്നും കയ്യിലുണ്ടോ? പറ്റുന്നവരൊക്കെ ഒന്ന് വീഡിയോ മോഡിൽ വരിട്ടോ. ശിവല മാം, നിങ്ങളാണ് നമ്മളെ ഹോപ്പ്. വിപിൻ സാർ ഉണ്ട്, ജിസ്ര മാം ഉണ്ട്. ഒരാളെങ്കിലും ഫേസ് കണ്ടാലേ മിസ്സിനെന്തായാലും ഫോണിലായിരിക്കും, പണികളുണ്ടാവും. ബാക്കിയുള്ള ഇല്ല, ഞാൻ ഫുൾ ടൈം ഇരിക്കാം. ഓക്കെ. അപ്പൊ എല്ലാരും ഒന്ന് എഴുതി വെക്കട്ടെ. ഷാന താങ്ക് യു, വഫ മാം താങ്ക് യു, ഇസ്ര മാം താങ്ക് യു. പറ്റുന്നവരൊക്കെ ഒന്ന് വീഡിയോ മോഡിൽ വരി. നിങ്ങൾക്ക് എന്നെ കുറച്ച് റിയലൈസേഷൻസ് ലൈഫിൽ വരും, അതുകൊണ്ടാണ് കേട്ടോ. നമ്മൾ പലരും നമ്മൾ പൊതുവെ നമ്മളെ കൂടെ ഉള്ള ആൾക്കാർ തന്നെ, ചിലപ്പോൾ നമ്മൾ പരിചയത്തിലൊക്കെ ഉള്ള ആൾക്കാർ ഇങ്ങനെ ലൈഫിൽ ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്ത് ഇങ്ങനെ ഇമ്പ്രൂവ് ആയി പോകുന്ന സമയത്ത് ചില ആൾക്കാർക്ക് അസൂയ തോന്നും. പക്ഷെ ചില ആൾക്കാർക്ക് അസൂയ തോന്നില്ല. പക്ഷെ എങ്ങനെ തോന്നുന്ന അറിയോ, അവരൊക്കെ എന്താ അടിപൊളിയായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത്, എനിക്കെന്താ അങ്ങനെ ചെയ്യാൻ പറ്റാത്തത്. അസൂയ ആയിരിക്കില്ല, പക്ഷെ ഉള്ളിൽ ഒരു കുറ്റബോധം പോലെ, അല്ലെങ്കിൽ ഒരു എന്താ പറയാ, സെൽഫിനെ പറ്റി ചിന്തിക്കുമ്പോൾ ഒരു കോൺഫിഡൻസ് ഫീലിംഗ് ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാവും ചില ആൾക്കാർക്ക്. അപ്പൊ അങ്ങനത്തെ ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല്, നമ്മൾ എല്ലാവർക്കും, അവർക്കും 24 മണിക്കൂറാണ്, നമുക്കും 24 മണിക്കൂറാണ് കിട്ടുന്നത്. ദാറ്റ് മീൻസ് 1440 മിനിറ്റ്. ആ 1440 മിനിറ്റിനാ നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്ന ഒരു രീതി ഉണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ഫസ്റ്റ് നോക്കിയത് നമ്മളുടെ സ്ക്രീൻ ടൈം ആണ്. ഓരോരുത്തരും പല മണിക്കൂർ പല കേസുകളാണ് കാണുന്നത്. ഒരുപാട് 9 മണിക്കൂർ, ഒരു മണിക്കൂർ മുതൽ 9:30-10 മണിക്കൂർ വരെ ഫോണിൽ. ഓക്കെ അല്ലല്ല, ഞാൻ നിങ്ങളത് എടുത്ത് പറയല്ല, ഞാൻ മൊത്തത്തിലൊരു എക്സാമ്പിൾ പറയാം. ചില ആൾക്കാർ 9 ഒക്കെ ആയി ഉണ്ടാവും, പക്ഷെ അത് പറയാത്തവരും ഉണ്ടാവും. അല്ല, ഇവിടുന്ന് അങ്ങോട്ടുള്ള ടൈമാണ് സാധാരണ കൂടുതൽ. ഇന്നലത്തെ എടുത്ത് നോക്കിയാൽ ഇതിലും കൂടുതൽ ഉണ്ടാവും. രാത്രി ടൈം ആണല്ലോ കൂടുതൽ ഇൻസ്റ്റയിലൊക്കെ ഉണ്ടാവുക. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാണ്. ഇപ്പൊ പറഞ്ഞു തരുന്ന വെച്ചാല്, നമ്മൾ ആ സമയത്തെ അലോക്കേറ്റ് ചെയ്യുന്ന രീതി ഉണ്ടല്ലോ, നമ്മൾ നമ്മളുടെ മനസ്സിന് വേണ്ടിയിട്ടും ശരീരത്തിന് വേണ്ടിയിട്ടും ആത്മാവിന് വേണ്ടിയിട്ടും കുടുംബ ബന്ധങ്ങൾക്ക് വേണ്ടിയിട്ടും ഒന്നും, അല്ലെങ്കിൽ നമ്മളുടെ കരിയർ ഓറിയന്റഡ് ആയിട്ട്, അല്ലെങ്കിൽ വർക്ക് ഓർ ബിസിനസ് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും അല്ലാതെ വെറുതെ ഇങ്ങനെ സ്ക്രോൾ ചെയ്തിട്ടോ, അല്ലെങ്കിൽ വെറുതെ കുറെ സമയം ലൈഫിൽ സ്പെൻഡ് ആവുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അത് നമ്മൾ എന്ന് മുതലാണോ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത്, ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ വെറുതെ നിങ്ങളൊന്ന് എഴുതി വെച്ച് സ്ക്രീൻ ടൈം മാത്രം നിങ്ങൾ എല്ലാ ദിവസവും ഒന്ന് എഴുതി വെച്ചാണ്ടല്ലോ, ആ സ്ക്രീൻ ടൈം ഓട്ടോമാറ്റിക്കലി കുറയാൻ തുടങ്ങും. ഇതേപോലെ തന്നെ മറ്റുള്ള കുറച്ച് സമയങ്ങളുണ്ട് ഒരു ദിവസത്തിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന സമയങ്ങൾ. ആ സമയങ്ങൾ നമ്മൾ എഴുതി വെക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, നമ്മൾ ശ്രദ്ധിച്ച് എത്ര സമയമായാലും സ്പെൻഡ് ചെയ്യുന്നുണ്ട് ശ്രദ്ധിച്ച് എഴുതി വെക്കാൻ തുടങ്ങിയാൽ ആ സമയങ്ങൾ കൂടി വരികയും ചെയ്യും. ഇനി നിങ്ങൾ ഏതാ അറിയോ, ഫസ്റ്റ് ഏതെന്താണ് സ്ലീപ്പ് ടൈം. ഇന്നലത്തെ ഒരു കേസ് എടുത്തിട്ട് ഓരോരുത്തരും ഏകദേശം എത്ര മണിക്കൂർ ഉറങ്ങി എന്നൊന്ന് എഴുതും. നമ്മൾ ആ 24 മണിക്കൂറിനൊന്ന് അനലൈസ് ചെയ്യാൻ പോവാണ്. നമ്മളുടെ ലൈഫിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ
ഏത് മോഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ ഹെൽത്തിലേക്കോ വെൽത്തിലേക്കോ റിലേഷൻഷിപ്പിലേക്കോ സ്പിരിച്വാലിറ്റിയിലേക്കോ ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരാത്ത കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ എത്ര സമയമുണ്ട് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. പറ്റുന്നവരെ എഴുതിയാൽ പറ്റിട്ടോ, അങ്ങനെ ബുദ്ധിമുട്ടാണ്ട. പറ്റുന്ന ആൾക്കാരൊന്ന് എഴുതിയാൽ നിങ്ങൾക്ക് ഒരു അനലൈസേഷൻ കിട്ടും. ഓരോരോ കാര്യങ്ങൾ ചോദിക്കും. സ്ലീപ്പ് ടൈം കറക്റ്റ് ഒന്ന് ഓർത്തെടുത്ത് അങ്ങനെ ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഒരു 11 മണിക്ക് ഉറങ്ങി, ഒരു 5 മണിക്ക് എണീച്ച്, 6 മണിക്ക് എണീച്ച്, ചില ആൾക്കാർ അടുത്ത ദിവസം 12 മണിക്ക് എണീക്കുന്നവരും ഉണ്ട്. പല പല കേസും ഉണ്ട്. നമ്മളൊരു പണ്ടത്തെ ഒരു സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു, രാത്രി 3 മണിക്ക് ഉറങ്ങാം, എന്നിട്ട് ഉച്ചക്ക് 12 മണിക്ക് എണീക്കാം. പല കേസുള്ള ആൾക്കാരുണ്ട്. അപ്പൊ തഹസീൻ മാം 7 മണിക്കൂർ, യൂസുഫ് സാർ 6 മണിക്കൂർ, 7 മണിക്കൂർ, സുനിറ മാം 8. ഓക്കെ, അത് പറ്റുന്നവരൊക്കെ ഒന്ന് അല്ല അത് ടൈപ്പ് ചെയ്തോളന്നില്ല, പറ്റുകയാണെങ്കിൽ ടൈപ്പ് ചെയ്തോളി. 5 മണിക്കൂർ അതൊന്ന് എഴുതി വെക്കുകയും ചെയ്യണം കേട്ടോ. നിങ്ങളിപ്പോ സ്ക്രീൻ ടൈം എഴുതിയ പോലെ തന്നെ ഈ സ്ലീപ്പ് ടൈം ഒന്ന് എഴുതി വെക്കുക. വേറെ ആരാ അവിടെ പറഞ്ഞിട്ടുള്ളത്? ഷിബില മാം 8 മണിക്കൂർ, സബിന മാം 6 മണിക്കൂർ, റൂഫി 8, ഷാന 6. ഓക്കെ, അതെല്ലാരും എഴുതിയിട്ടുണ്ടാവും വിചാരിക്കുന്നത്. ജസീറ മാം 8. ഓക്കെ, എല്ലാവരും കറക്റ്റ് മണിക്കൂറാണ്, ഏകദേശം എടുത്തായിരിക്കും അല്ലേ? ഓക്കെ, അതെല്ലാം അടിപൊളി. ഇനി അടുത്തത് ഏതെന്റെ എന്താ അറിയോ? ഇപ്പം ലേഡീസ് ആണെങ്കിൽ, ലേഡീസ് എന്ന് മാത്രമല്ല, ലേഡീസ് ആണെങ്കിലും ജെൻസ് ആണെങ്കിലും നിങ്ങൾ എത്ര മണിക്കൂർ കുട്ടികളുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും? മക്കളുള്ള ആൾക്കാരാണെങ്കിൽ മക്കളുടെ കൂടെ എത്ര ടൈം ഏകദേശം ഒരു ടൈം എടുക്കുക. മക്കളെന്ന് മാത്രമല്ല, മക്കൾ എഴുതിക്കോളൂ. ഏകദേശം ഒരു മക്കളുടെ കൂടെ എത്ര ടൈം, മക്കളുടെ കാര്യങ്ങൾ ഇതൊക്കെ നോക്കാൻ വേണ്ടി എത്ര ടൈം എടുത്തിട്ടുണ്ടാവും. അതിൽ നമുക്ക് വേണമെങ്കിൽ കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ ഉൾപ്പെടുത്താട്ടോ. ഫാമിലിക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുന്ന സമയവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാവരും ഒന്ന് എഴുതുക. ഫാമിലി ആദ്യം സ്ക്രീൻ ടൈം എഴുതി, സ്ലീപ്പ് ടൈം എഴുതി, കുക്കിംഗ് ആൻഡ് ക്ലീനിങ് ടൈം അതെല്ലാവർക്കും ബാധക കേട്ടോ. ഞങ്ങൾക്ക് രാവിലെ കുറച്ചേരം മറ്റേ കുക്കിംഗ് ക്ലീനിങ് ഉണ്ടാവില്ല, കുറച്ചേരം. അപ്പൊ അത് ഓരോരുത്തർ എത്ര സമയം ചെയ്തിട്ടുണ്ടെന്നൊന്ന് എഴുതാം. അടുത്തത് നിങ്ങളെ വർക്ക് ടൈം, ജോലി. ഇപ്പം ജോലിക്ക് പോകുന്ന ആൾക്കാരാണെങ്കിൽ ഏകദേശം എത്ര മണിക്കൂർ ജോലി സ്ഥലത്ത് ഉണ്ടായിരുന്നു? ഫൈസൽഖാൻ 4 മണിക്കൂർ അല്ലെ? ജോലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എത്ര മണിക്കൂർ ഒന്ന് ഓട്ടം ഉണ്ടായിരുന്നു? അല്ലെങ്കിൽ പുറത്തായിരിക്കും, ഓഫീസിലായിരിക്കും, അല്ലെങ്കിൽ പുറത്തുള്ള എന്തെങ്കിലും ജോലികളായിരിക്കും, പല രീതിയിലുള്ള സ്വന്തമായിട്ടുള്ള ബിസിനസ് ആയിരിക്കാം. അത് എത്ര മണിക്കൂർ? അതെല്ലാവരും ഒന്ന് പറ്റുന്നവരൊന്ന് പറയോ. ചിലപ്പോൾ വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. നിങ്ങൾ എത്ര മണിക്കൂർ ഒന്ന് വർക്ക് ഓറിയന്റഡ് ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്ത്, ഏകദേശം ഒരു മണിക്കൂർ എടുക്കാം. ഒരു 10 മണിക്ക് ജോലി തുടങ്ങിയിട്ട് ഒരു 6 മണിക്ക് നിർത്തുന്ന ആൾക്കാരാണെങ്കിൽ 8 മണിക്കൂർ. ആ രീതിയിൽ നിങ്ങൾ ഏകദേശം ഒരു റൗണ്ട് ഫിഗർ എടുത്തിട്ട് ഒന്ന് എഴുതുക. താഴത്ത് ജോലി 7 മണിക്കൂർ ഫൈസൽക്ക. ഓക്കെ, ഷിബ്ല 4 മണിക്കൂർ. ഇതിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ ആ ക്ലാസ് എടുത്തതൊക്കെ ഏതാട്ടോ? ചില ആൾക്കാർ പറഞ്ഞല്ലോ, എനിക്ക് തോന്നുന്നു യൂസുഫ് സാറാന്ന് തോന്നുന്നു, അതില് കുറെ മണിക്കൂർ സ്ക്രീൻ ടൈം വന്നപ്പോൾ ക്ലാസ് എടുത്ത ആ ക്ലാസ് എടുത്ത ടൈം അതിൽ നിന്ന് കുറച്ചിട്ടൊന്ന് എഴുതുക. വഫ 3 മണിക്കൂർ, ഖദീജ 8 മണിക്കൂർ, വിപിൻ രാജ് 7 മണിക്കൂർ, തഹസീൻ 8 മണിക്കൂർ, ഇർഫാന ജോബില്ല. കുഴപ്പമില്ല, ജോബില്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങളുടെ കാര്യങ്ങൾ വരും. വീട്ടിലിരുന്ന സമയത്ത് നിങ്ങളുടെ എത്ര അതിനു സ്ക്രീൻ ടൈം വന്ന്? യൂസുഫ് സാർ 9 മണിക്കൂർ ക്ലാസ് എടുത്തതാണ് അല്ലെ? ഓക്കെ, വർക്ക് റിലേറ്റഡ്. ഓക്കെ, സുനീറ മാം 8 മണിക്കൂർ, ഷെവീൽ 8 മണിക്കൂർ, ഷെവീൽ സാർ. ഓക്കെ, വർക്ക് ടൈം എഴുതി അല്ലേ? ഇനി അടുത്തത് ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ്. ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടും എന്തെങ്കിലും നടക്കാൻ പോകലോ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് എന്തെങ്കിലും എക്സസൈസോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സമയം ഒന്ന് എഴുതുക. എത്ര സമയം? ചിലപ്പോൾ മിനിറ്റുകളായിരിക്കും, 10 മിനിറ്റ് ആയിരിക്കും, 1 മണിക്കൂർ. ചിലപ്പോൾ നടക്കാൻ പോകണമൊക്കെ ആൾക്കാരുണ്ടെങ്കിൽ ചിലപ്പോൾ അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ നടക്കാൻ പോകുന്നുണ്ടായേക്കാം രാവിലെ. അല്ലാത്തവർക്ക് വീട്ടിൽ നിന്ന് എക്സസൈസ് ആണെങ്കിൽ, ഇപ്പൊ ഇന്റേതൊക്കെ എക്സസൈസിൽ 10 മിനിറ്റ് മാത്രമേ ഉള്ളൂ, വീട്ടിൽ നിന്ന് ചെയ്താൽ. രാവിലെ കുറച്ച് നേരം പുഷപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടേ ഉള്ളൂ. അതൊന്ന് നോട്ട് ചെയ്യുക. അത് നിങ്ങൾ എഴുതി വെക്കുകയും വേണം, ഇവിടെ എഴുതുകയും വേണം കേട്ടോ. താഴത്ത് എത്ര മണിക്കൂർ നിങ്ങളെ പേപ്പറിൽ എഴുതി വെക്കുക. ഹഫ്സത്ത് മാം, നിങ്ങൾ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടല്ലോ, എന്തായിരുന്നു? എന്തോ സംസാരിക്കാനാണോ?
അല്ലെങ്കിൽ അറിയാതെ ക്ലിക്ക് ആയി പോയതാണോ? ഹാൻഡ് റൈസ് ആയി പോയതാണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ സംസാരിച്ചത് ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് ആണ്. യൂസുഫ് സാറ് 10 മിനിറ്റ്, അതിഷ 20 മിനിറ്റ്, ഫൈസൽ ചെയ്യാൻ പറ്റിയിട്ടില്ല, ഇർഫാനമേ അതും ഇല്ല. ഓക്കെ, തഹസീൻ. സാർ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ആ മാം പറഞ്ഞോളൂ. നമ്മളെ ഫാമിലി ടൈമില് നമ്മുടെ റീഡിംഗ് ടൈം അതിൽ വിടോ? റീഡിംഗ് ടൈം വരുന്നേ ഉള്ളൂ. വരുന്നുണ്ടോ? ഓക്കെ ഓക്കെ. 1 hour ട്രെഡ്മില്ല്, ഹാഫ് അവർ സ്ട്രെച്ചസ്. വാവ് ഗ്രേറ്റ്. 1.5 മണിക്കൂർ എക്സസൈസിന് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. വഫ 45 മിനിറ്റ്, റൂഫി 15 മിനിറ്റ്, നസീറ 15 മിനിറ്റ്, വിപിൻ രാജ് 2 മണിക്കൂർ, ഷിബില 1 hour, ഖദീജ 10 മിനിറ്റ്, ഇസ്റാം ഇല്ല, ഇന്നലെ ചെയ്തില്ല, സുനിറാണ്. ഓക്കെ, ഷബീൽ 15 മിനിറ്റ്, ഹഫ്സത്ത് ആക്സിഡന്റൽ ആയിപ്പോയി. ഓക്കെ നിങ്ങൾ ഇവിടുത്തെ ഹാൻഡ് റൈസിന്റെ കാര്യം പറഞ്ഞല്ലേ. ഷിബില 1 hour എക്സസൈസ്. ഓക്കെ ഗ്രേറ്റ്. റജീന ഇല്ല, അഫ്സത്ത് 1 hour, അസ്ന 50 മിനിറ്റ്സ്, ബഷീറ 1 hour. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പം ചില ആൾക്കാർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല, ചില ആൾക്കാർ അത്യാവശ്യം നല്ല എഫേർട്ട് എടുത്ത് ചെയ്തു പോരുന്ന ആൾക്കാരുണ്ട്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ബ്രെയിൻ എക്സസൈസിനെ കുറിച്ചാണ്. ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട് ബ്രെയിൻ ഡെവലപ്പ് ആകുക, അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിശക്തി ഡെവലപ്പ് ആവുന്ന രീതിയിൽ എന്തെങ്കിലും ആക്ടിവിറ്റീസ് എത്ര മണിക്കൂർ ചെയ്തിട്ടുണ്ടോ എന്ന് എഴുതാം. ചിലപ്പം ഏതെങ്കിലും പുസ്തകങ്ങൾ വായിച്ചതായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല റീലുകൾ കാണുന്നത് ബുദ്ധിശക്തി കൂട്ടുന്നതിൽ കൂട്ടുന്നത്. ഏതെങ്കിലും ഈ പോഡ്കാസ്റ്റോ അല്ലെങ്കിൽ അങ്ങനത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഓക്കെ, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ടൈം എടുത്ത് ചെയ്താൽ, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ നോക്കിയാൽ തന്നെ കാണാം. യൂട്യൂബ് ഒക്കെ ആ രീതിയിൽ ഉപയോഗപ്പെടുത്തുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ ഡിജിറ്റൽ വെൽബീങ് ആൻഡ് പാരന്റൽ ആ ഓപ്ഷനിൽ പോയാൽ യൂട്യൂബ് എത്ര മണിക്കൂർ ഉണ്ടായിരുന്നു എന്ന് കാണാം. എൻ്റെ നിന്ന് യൂട്യൂബ്, ഞാൻ ഡ്രൈവിംഗിലാണ് യൂട്യൂബ് കേട്ടത്, 1 hour 22 മിനിറ്റ് ആണ്. ഞാൻ പൊതുവെ ഓഫീസിലേക്ക് പോകുന്ന സമയത്ത് വരുന്ന സമയത്തൊക്കെ ഇങ്ങനത്തെ എന്തെങ്കിലും ക്ലാസ്സുകൾ കേൾക്കാറാണ്. കോള് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ അതാണ് ചെയ്യാറ്. അപ്പോ ഇത് ആരൊക്കെയാണ് ചെയ്തിട്ടുള്ളത്? ഇന്ന് സ്റ്റഡി ടൈം അല്ലെങ്കിൽ റീഡിംഗ് ടൈം, ലേണിംഗ് ടൈം എന്നുള്ള രീതിയിൽ എഴുതിയാൽ മതി. ലേണിംഗ് ടൈം, പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ പഠിച്ചത്, അത് ഓരോരുത്തരും ഒന്ന് ടൈം ഒന്ന് എഴുതാൻ പറ്റുമോ? ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഷഹനാസ് മാം, വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി. കുറച്ച് ലേറ്റ് ആയി പോയേ. കുഴപ്പമില്ല, ഇവിടുന്ന് അങ്ങോട്ടുള്ള കേട്ടോളി. എനിക്ക് എന്താ ക്വസ്റ്റ്യൻ ഒന്നും മനസ്സിലായില്ല. അല്ല, ഇപ്പൊ പറഞ്ഞത് മാം, ഇപ്പം ഈ കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ, ഇപ്പൊ ഇത്ര സമയത്തിന്റെ ഇടയിൽ എത്ര മണിക്കൂർ സ്റ്റഡി ടൈമിന് വേണ്ടി ഉപയോഗപ്പെടുത്തി, എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്നാ ചോദിച്ചത്. അതിന്റെ ടൈം, എത്ര ടൈം അതിനു വേണ്ടി സ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ് ചോദ്യം. ഇന്നത്തെ കാര്യം മാത്രം അല്ലേ? ഇന്നത്തെ ടുഡേസ്. അതിലിപ്പം ഏതെങ്കിലും നല്ല പോഡ്കാസ്റ്റ് പോലുള്ള എന്തെങ്കിലും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കണ്ടതായിരിക്കാം, പുസ്തകങ്ങൾ വായിച്ചതായിരിക്കാം. അതിന്റെ ടൈം ഒന്ന് എഴുതി വെക്കാനാ പറയാം. നമ്മളിപ്പോ പല ടൈമുകളും ഇപ്പൊ ചോദിച്ചു കഴിഞ്ഞ് ലാസ്റ്റ് ഒന്നുകൂടെ റിവൈസ് ചെയ്യും. ഇതില് കുറച്ച് ആൾക്കാർ എഴുതിയിട്ടുണ്ട്. തഹസീമാൻ സ്റ്റഡി ടൈം 2 hour, നൈസ്. മുബഷിറ 30 മിനിറ്റ്സ്. ഇത് സത്യസന്ധമായിട്ട് എഴുതണം കേട്ടോ, എല്ലാവരോടാണ്. വഫ 1 hour. ആ ജേർണലിംഗ് ഓക്കെയാണ്, ജേർണലിംഗും സെൽഫ് റിഫ്ലക്ഷൻ ആണല്ലോ, അതും ഒരു ലേണിംഗ് ആണ്. പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ശരിക്കും വേണ്ടത്. ഷിബില മാം 1 hour റീഡിംഗ്, 45 മിനിറ്റ്സ് വീഡിയോ ടൈം, നൈസ്. ജസീറ 30 മിനിറ്റ്സ്. ഐ എം ടെല്ലിങ് ഓൾ ദീസ് അബൌട്ട് യെസ്റ്റർഡേ. കുഴപ്പമില്ല, ഇന്നലത്തതാണെങ്കിലും കുഴപ്പമില്ല. ദാറ്റ് മീൻസ് ഏതെങ്കിലും ഒരു ദിവസത്തെ മൊത്തം കാര്യങ്ങൾ എഴുതിയാൽ മതി. ഇന്നത്തെ തന്നെ എടുക്കണമെന്നില്ല. ഇന്നലത്തെ എഴുതാണെങ്കിൽ എല്ലാ കാര്യവും ഇന്നലത്തെ എഴുതുക, സ്ലീപ്പ് ടൈമും എല്ലാ കാര്യങ്ങളും. പിന്നെ ഇന്നിപ്പോ സ്ലീപ്പ് ടൈം ആയിട്ടില്ലല്ലോ. സുനീറ 10 മിനിറ്റ്സ്, നസീറ 30 മിനിറ്റ്സ് ക്ലാസ് കേട്ടു. ഹഫ്സത്ത് 1 hour, ഷഹനാസ് 15 മിനിറ്റ്, വിപിൻ രാജ് ഇല്ല, ഇർഫാന 50 മിനിറ്റ്സ്. ടുഡേ വാസ് ഓൺലി മീറ്റിംഗ്സ് ആൻഡ് ടോക്സ്, നത്തിങ് മോർ. ഓക്കെ, പഠിക്കാൻ ടൈം കിട്ടിയിട്ടില്ലായിരുന്നു, മീറ്റിംഗ്സ് ആയിരുന്നു. യെസ്റ്റർഡേ 3 hour ഫോർ റൈറ്റിംഗ് ആർട്ടിക്കിൾ, നൈസ്. ഓക്കെ, താങ്ക് യു. അതെല്ലാരും എഴുതിയല്ലോ അല്ലേ? ഇനി യാത്രകൾക്ക് സമയം ചെലവഴിച്ചിട്ടുണ്ടാവില്ല ചില ആൾക്കാരെ. കോമ്പൗണ്ട് എഫക്ട് സാറ് വാങ്ങിച്ചപ്പോൾ വായിച്ചു, അമേസിങ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. കോമ്പൗണ്ട് എഫക്ട് ബുക്ക് വാങ്ങിയിരുന്നു നിങ്ങൾ അല്ലേ? അതെല്ലാരും വാങ്ങാൻ പറ്റുമെങ്കിൽ വായിക്കേണ്ട ഒരു ബുക്ക് കേട്ടോ. കോമ്പൗണ്ട് എഫക്ട് എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് ഉണ്ട് ഇംഗ്ലീഷ്. മലയാളത്തിൽ സംയുക്ത പ്രഭാവം എന്ന് പറഞ്ഞിട്ട് ഡാരൻ ഹാർഡി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ എഴുതിയ ബുക്കാണ്.
അത് ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഭയങ്കര ഡെപ്തിൽ സംസാരിക്കുന്ന ഒരു ബുക്കാണ്. കോമ്പൗണ്ട് എഫക്റ്റ്, സംയുക്ത പ്രഭാവം, അതിന്റെ മലയാളം വേർഷന്റെ പേര്. അപ്പൊ അടുത്തത് ഫാമിലി ടൈം. ഫാമിലി ടൈം നമ്മൾ എഴുതിയല്ലേ, ഫാമിലിയിൽ കുക്കിംഗ്, ക്ലീനിങ്, മക്കളെ കാര്യങ്ങൾ, പിന്നെ ഹസ്ബൻഡ്, പാരന്റ്സ് ആ രീതിയിലാണെങ്കിൽ അതിൽ കൂട്ടട്ടോ. ഫാമിലി ടൈമിൽ ഏകദേശം എത്ര മണിക്കൂർ ഫാമിലിന്റെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും, വൈഫിന്റെ കൂടെ എത്ര, ഹസ്ബൻഡിന്റെ കൂടെ എത്ര, ആ രീതിയിൽ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി. അടുത്തതാണ് ഫ്രണ്ട്സിന്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്ത്. ഇന്നലത്തെ കേസ് എടുത്തോളി. ഇന്നലത്തെ കേസിൽ ഫ്രണ്ട്സിന്റെ കൂടെ ഇപ്പൊ പുറത്തൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ എത്ര ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും ഏകദേശം ഒന്ന് എഴുതി വെക്കാം. ഇത് എഴുതുന്ന എല്ലാ കാര്യങ്ങളും സെയിം ഡേയിലുള്ള എഴുതണേ. അടുത്തത് യാത്രകള്. ദാറ്റ് മീൻസ് ഇപ്പം ജോലിക്ക് പോകുന്നതായിരിക്കാം, ഇപ്പം ബൈക്കിലൊക്കെ പോകുന്ന ആൾക്കാരാണ്, ചിലപ്പോൾ അങ്ങനെ ഒന്നും കേൾക്കാനൊന്നും പറ്റിക്കോളുന്നില്ല, സൗണ്ടും കാര്യങ്ങളൊക്കെ. ഓക്കെ, പോയില്ല. എന്തിനെ കുറിച്ച് പറയുന്നത്, ഇപ്പോൾ കയറിയിട്ടേ ഉള്ളൂ ക്ലാസ്. ജസ്റ്റ് മാം, അത് കുറച്ച് ടോപ്പിക്കുകൾ നമ്മൾ എന്തായാലും റിവൈസ് ചെയ്യും, ഒന്നും കൂടെ ലാസ്റ്റ് പറയാം കേട്ടോ. ഇപ്പൊ ലാസ്റ്റ് നമ്മൾ ചോദിച്ചത് ഇന്നലത്തെ ദിവസം ഏതെങ്കിലും യാത്രകൾ കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അത് എത്ര സമയം അതിനു വേണ്ടി ചെലവഴിച്ചിട്ടുണ്ടായിരുന്നു, ഓഫീസിലേക്ക് പോയത്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. പിന്നുള്ളത് ഇപ്പൊ ഷോപ്പിങ്ങിന് പോവേ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതും എഴുതാം. ഷോപ്പിങ്ങിന് പോവേ ചെയ്തിട്ടുണ്ടെങ്കിൽ മതി കേട്ടോ, എല്ലാ ദിവസവും ഷോപ്പിങ്ങിന് പോകുന്നുണ്ടാവില്ല. അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എഴുതിയാൽ മതി. പിന്നെ എഴുതേണ്ടത് ഫ്രണ്ട്സിന്റെ തീയതി, മക്കളുടെ തീയതി, സ്പിരിച്വൽ കാര്യങ്ങൾക്ക് വേണ്ടി, ആത്മീയപരമായിട്ട് നമ്മളുടെ സോള്. ഇന്ന് പോയത് പറ്റൂല, ഇന്ന് പോയതാലും മതി, കുഴപ്പമില്ല. എല്ലാം ഒരു ദിവസത്തെ എഴുതണമെന്നേ ഉള്ളൂ. പിന്നെ സ്പിരിച്വൽ ആക്ടിവിറ്റീസിന് വേണ്ടി എത്ര ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും, ആത്മീയപരമായിട്ട് ഇമ്പ്രൂവ്മെന്റ്, പ്രാർത്ഥനകൾ കാര്യങ്ങളൊക്കെ ചെയ്തത്, അത് ഓരോരുത്തരും എത്ര സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും എന്ന് കണക്കൂട്ടുക, എത്ര മിനിറ്റ് ഉണ്ട്. ജേർണി ടൈം 1.5 മണിക്കൂർ ഫോർ ജുമാ പ്രയർ ജേർണി. ഓക്കെ. നിങ്ങൾ പുറത്താന്ന് തോന്നുന്നു അല്ലേ, വേറെ രാജ്യത്താന്ന് തോന്നുന്നു, അവരാന്ന് തോന്നുന്നത്, കസക്കിസ്ഥാനിലുള്ള ആളാന്ന് തോന്നുന്നു. ഓക്കെ, താങ്ക് യു. പിന്നെ അത് നോട്ട്, ഇന്ന് പോയിട്ടുണ്ട് വിത്ത് ഫാമിലി, അത് മതിയോ? അത് മതി, ഇന്നത്തെ ആയാലും കുഴപ്പമില്ല. അപ്പൊ നമ്മൾ ഇതുവരെ ഇപ്പൊ നോട്ട് ചെയ്ത കാര്യങ്ങൾ എന്താണെന്നറിയോ, നമ്മൾ ലൈഫിൽ ഓരോ ദിവസവും ലൈഫ് അടിപൊളിയാക്കണം എന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പലരും പല കാര്യങ്ങളും ചെയ്യുന്നത് കാണുമ്പോൾ അവരെന്ത് ഉഷാറായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, എനിക്ക് അങ്ങനെ ഒന്നും പറ്റുന്നില്ലല്ലോ. വലിയൊരു കാറ് വാങ്ങി, വലിയൊരു വീട് വെച്ച്, വലിയ ഐഫോൺ പുതിയത് അപ്ഡേറ്റ് വന്നപ്പോൾ അപ്ഡേറ്റ് ചെയ്തു. 2 hours ജേർണി ടൈം വിത്ത് പാർട്ണർ. ഓക്കെ, അപ്പൊ അത് നിങ്ങൾക്ക് ട്രാവലിലും ഇൻക്ലൂഡ് ചെയ്യാം, മറ്റേ ഇതിലും ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. ഏതെങ്കിലും ഒന്നിൽ ചെയ്താൽ മതി, ട്രാവലിലോ ഫാമിലിയിൽ ഇൻക്ലൂഡ് ചെയ്തോളൂ. അപ്പോ നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ പലരെയും പല രീതിയിൽ നമ്മളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള റിസൾട്ടുകളിലേക്ക് അവരെത്തിക്കുന്നത് എവിടെയാണെന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇതില് ടോട്ടൽ കണക്കൂട്ടുന്ന സമയത്ത് എല്ലാവരും ഇതുവരെ എഴുതി എല്ലാം കൂടെ കൂട്ടിയിട്ട് എത്ര മണിക്കൂർ കിട്ടിയെന്ന് എഴുതുമോ? നമ്മളിപ്പോ ചോദിച്ചത് സ്ക്രീൻ ടൈം ഉണ്ടായിരുന്നു, ആ സ്ക്രീൻ ടൈം ഒന്ന് വർക്ക് ടൈം കുറച്ചിട്ട് എഴുതണം കേട്ടോ. വർക്ക് ടൈം വർക്കിലേക്ക് എഴുതുക, അതിന് ബാക്കിയുള്ള സ്ക്രീൻ ടൈം എഴുതുക. സ്ക്രീൻ ടൈം, പിന്നെ നമ്മൾ പറഞ്ഞത് സ്ലീപ്പ് ടൈം ആയിരുന്നു, ഇന്നലത്തെ ഉറക്കത്തിന്റെ സമയം എത്ര മണിക്കൂർ ഉണ്ടെന്ന്. പിന്നെ നമ്മൾ ചോദിച്ചത് ഫാമിലി റിലേറ്റഡ്, ഫാമിലി, അതെ, ഹസ്ബൻഡ്, വൈഫ്, പാരൻസ്, കുട്ടികള്, പിന്നെ വീട്ടിലെ കുക്കിംഗ്, ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കൂടെ ഉള്ളൊരു ടൈം, അത് എല്ലാം കൂടെ ടോട്ടൽ ചെയ്തിട്ട് ഒരു ടൈം എഴുതിയാൽ മതി. പിന്നെ ഉള്ളത് ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് ആയിരുന്നു നമ്മൾ പറഞ്ഞത്, ആരോഗ്യകരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇത് നമ്മൾ ആരോഗ്യകരമായിട്ടുള്ള, ദാറ്റ് മീൻസ് ഫിസിക്കൽ ഹെൽത്തിനെ കുറിച്ചായിരുന്നു പറഞ്ഞത്. മാനസികാരോഗ്യത്തിന് വേണ്ടിയിട്ട്, മെന്റൽ ഹെൽത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ടൈം എഴുതാട്ടോ. ചില ആൾക്കാർ മെഡിറ്റേഷൻ ചെയ്യുന്ന ആൾക്കാർ ഉണ്ടാവും, യോഗ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, അഫർമേഷൻസും ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ പോലുള്ള പ്രാക്ടീസസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അതിന് സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും എഴുതാം. സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു ടൈം എടുത്തിട്ട് അതും എഴുതുക. പിന്നെ നമ്മൾ പറഞ്ഞത് ഫ്രണ്ട്സിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എഴുതുക. പിന്നെ യാത്രകൾ പറഞ്ഞു, ഷോപ്പിംഗ് പറഞ്ഞു, സ്പിരിച്വൽ പറഞ്ഞു, എല്ലാ ഡയമെൻഷനും നമ്മളിപ്പോ പറഞ്ഞു ഒരുവിധം. ഈ പറഞ്ഞ ഡയമെൻഷൻസ് അല്ലാതെ സെൽഫിന് വേണ്ടി സമയം സ്പെൻഡ് ചെയ്ത് ആരെങ്കിലും ഉണ്ടോ? ഇൻട്രോസ്പെക്ഷൻ അല്ലെങ്കിൽ ജേർണലിംഗ്, ഇപ്പൊ നേരത്തെ ഒരാൾ പറഞ്ഞല്ലോ ജേർണലിംഗ് ഒക്കെ ചെയ്തിരുന്നു, അതേപോലെ സെൽഫ് ടൈം എന്നുള്ള രീതിയിൽ കാര്യമായിട്ടൊന്നും ചെയ്യാതെ സ്വയത്തെ പറ്റി ചിന്തിച്ചൊക്കെ ഇരുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതും എഴുതാം, സെൽഫ് ടൈം എന്നുള്ള രീതിയിൽ. അങ്ങനെ ഉണ്ടെങ്കിൽ അതും എഴുതാം കേട്ടോ. എന്നിട്ട്
ഇപ്പൊ എഴുതിയതിന്റെ എല്ലാത്തിന്റെയും കൂടെ ടോട്ടൽ ഒന്ന് എഴുതുക. ഷിബില മാം, ഓക്കെ. 20 മണിക്കൂറും 50 മിനിറ്റും ഏകദേശം. ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗും മിറർ ടോക്കും ഒക്കെ പറ്റും. അതൊക്കെ മൈൻഡിന്റെ എക്സസൈസ് ആയിട്ട്, മെന്റൽ ഹെൽത്ത് ഇംപ്രൂവ്മെന്റിന് ഉള്ളതായിട്ട് എഴുതി വെച്ചാൽ മതി. അപ്പൊ ഇനി എന്താ ചെയ്യേണ്ടത് അറിയോ? ഇപ്പം എഴുതിയ ഓരോ മണിക്കൂറുകളും കൂട്ടുക. മണിക്കൂറുകൾ മൊത്തം കൂട്ടുക, മിനിറ്റുകൾ മൊത്തം കൂട്ടുക. അപ്പൊ ഏകദേശം എത്ര മണിക്കൂറും എത്ര മിനിറ്റും കിട്ടിയിട്ടുണ്ടെന്ന് നോക്കി. 24 മണിക്കൂറാണ് എല്ലാവർക്കും ഉള്ളത്. ആ 24 മണിക്കൂറിൽ ഈ ഓരോ കാര്യങ്ങളിലേക്ക് സ്ക്രീൻ ടൈം അല്ലെങ്കിലും വേറെ എന്തെങ്കിലും എന്റർടൈൻമെന്റ്, സിനിമ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ എന്റർടൈൻമെന്റിൽ ഇൻക്ലൂഡ് ചെയ്യാട്ടോ. സർ ഞാൻ സ്ക്രീൻ ടൈം നോക്കാൻ പറ്റിയില്ലായിരുന്നു, കുറച്ച് ലേറ്റ് ആയിട്ടാണ് ജോയിൻ ചെയ്തത്. അത് കുഴപ്പമില്ല. സ്ക്രീൻ ടൈം ഇപ്പൊ മാം ഇപ്പൊ നോക്കിക്കോളൂ. മാമിൻ്റെത് ആൻഡ്രോയിഡ് ആണോ ഐഫോൺ ആണോ? ആൻഡ്രോയിഡ്. ആൻഡ്രോയിഡ് ആണെങ്കിൽ സെറ്റിംഗ്സിൽ പോയിട്ട്, സെറ്റിംഗ്സിൽ കുറച്ച് താഴോട്ട് പോയാൽ കാണാം ഡിജിറ്റൽ വെൽബീങ് ആൻഡ് പാരന്റൽ കൺട്രോൾസ്. അതിൽ പോയിട്ട് ഓപ്പൺ ആക്കി നോക്കിയ ഡിജിറ്റൽ വെൽബീങ് ആൻഡ് പാരന്റൽ കൺട്രോൾസ് എന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ പോയിട്ട് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം ഇന്നത്തെ അതിലൊരു റൗണ്ടിൽ ഇങ്ങനെ കാണിക്കും എത്ര മണിക്കൂർ ഒരു ദിവസം സ്പെൻഡ് ആയി, അതിൽ ഏത് ആപ്പിലാണ് ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ആയത്. അപ്പൊ ആ റൗണ്ടിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇന്നലത്തെ ടൈമും കാണും, മെഞ്ഞാമത്തെ ടൈം, ഓരോ ദിവസവും ആഴ്ചയിലത്തോ മാസത്തിലോ ഒക്കെ കിട്ടും. ആവറേജ് ഒക്കെ എടുക്കാൻ പറ്റും, ഏകദേശം എത്ര ആവറേജ് ഒരു ദിവസം സ്പെൻഡ് ചെയ്യുന്നുണ്ട് ഫോണിൽ എന്നുള്ളത്. അപ്പൊ അത് ഇന്നലത്തെ എഴുതിയാൽ മതി. ഐഫോണിലാണെങ്കിലോ? ഐഫോണിലാണെങ്കിലും സ്ക്രീൻ ടൈം എന്ന ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നോട്ടിഫിക്കേഷൻസ് എന്ന സെറ്റിംഗ്സിൽ പോയാൽ കുറച്ച് താഴോട്ട് പോയാൽ നോട്ടിഫിക്കേഷൻസ്, സൗണ്ട്സ് ആൻഡ് ഹാപ്റ്റിക്സ്, ഫോക്കസ് എന്ന് പറഞ്ഞ ഓപ്ഷന്റെ നേരെ അടിയിലുണ്ട് സ്ക്രീൻ ടൈം എന്ന് പറഞ്ഞിട്ട്. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ സീ ഓൾ ആപ്പ് ആൻഡ് വെബ്സൈറ്റ് ആക്ടിവിറ്റി ഓപ്പൺ ആക്കുക. അപ്പൊ അവിടെ കാണിക്കും ഏത് ആപ്പിലാണ് ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ആയത്, ഓരോന്നിന്റെ ആപ്പിന്റെ ടൈമും ഓരോ ദിവസത്തെ ടൈമും ഒക്കെ അവിടെ കാണിക്കും. ഇതെല്ലാവരും എഴുതിയോ? അതെല്ലാം എഴുതിയവരൊക്കെ ഒന്ന് ആ ടോട്ടൽ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് താഴെ എഴുതുമോ? ഷിബിലാം യാസ്മിൻ 20 മണിക്കൂറും 50 മിനിറ്റും. ദാറ്റ് മീൻസ് ഓൾമോസ്റ്റ് 21 മണിക്കൂറിൻ്റെ കിട്ടിയിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിട്ടോ, ബാക്കി 3 മണിക്കൂർ ഇവിടെ പോയി ആലോചിക്കണേ. ഹലോ, ഈ സ്ക്രീൻ ടൈമില് നമ്മളിപ്പോ വർക്കിന്റെ ഭാഗമായിട്ട് ഫോണിലായിരിക്കില്ലേ, അപ്പോഴോ? വർക്കിന്റെ ടൈമിൽ ഉള്ള ടൈം ആണെങ്കിൽ അത് വർക്ക് ടൈമിലേക്ക് എഴുതണം. ഓക്കെ. ഏതൊക്കെ ടൈം ഉണ്ട് അറിയോ? സ്ക്രീൻ ടൈം ഉണ്ട്, സ്ലീപ്പ് ടൈം ഉണ്ട്, പിന്നെ ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് ഉണ്ട്, സ്റ്റഡി ടൈം ഓർ ലേണിംഗ് ടൈം ഉണ്ട്, ഫാമിലി ടൈം ഉണ്ട്, വർക്ക് ടൈം ഉണ്ട്, സെൽഫ് ടൈം ഉണ്ട്, ഫ്രണ്ട്സ്, ട്രാവല്, പിന്നെ കുക്കിംഗ് ആൻഡ് ക്ലീനിങ് ഫാമിലിയിൽ കൂട്ടിയാൽ മതി, പിന്നെ സ്പിരിച്വൽ ടൈമും ഉണ്ട്. ഈ എല്ലാ ടൈമും കൂടെ നമുക്ക് ഈ രീതിയിലല്ലേ നമുക്ക് എന്റർടൈൻമെന്റ് എഴുതിക്കോളി. എന്റർടൈൻമെന്റ് ദാറ്റ് മീൻസ് നമുക്ക് ഒരു ദിവസം മൊത്തം കിട്ടുന്നതിൽ നമ്മൾ എന്തിലേക്കൊക്കെ ആണ് ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ ചില ആൾക്കാർ ആദ്യമായിട്ടായിരിക്കും ഇത് ചെയ്ത് നോക്കുന്നുണ്ടാവാം. നമുക്ക് അറിയാം ഈ കാര്യങ്ങളൊക്കെ ആണ് ലൈഫിൽ ചെയ്യേണ്ടത്, പക്ഷെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ള ഐഡിയ ഉണ്ടാവില്ല. അതുകൊണ്ട് അതൊന്ന് ജസ്റ്റ് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്തതാണ് കേട്ടോ. ഞാനിപ്പോ കുറച്ച് മുന്നാണിത് ഈ കാര്യം ഇങ്ങനെ ആ ജേർണൽ എഴുതി ഞാൻ ഓരോന്നിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയം ഇങ്ങനെ എഴുതി വെക്കാൻ തുടങ്ങി. അപ്പൊ അതൊക്കെ ഒരു ബുക്കാക്കി മാറ്റിയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് പറഞ്ഞതാ. വിപിൻ സാറിൻ്റെത് 23 മണിക്കൂർ കിട്ടി. നൈസ്. വഫ 22 മണിക്കൂർ 45 മിനിറ്റ്. ഓക്കെ, 1.25 മണിക്കൂറേ മിസ്സിംഗ് ഉള്ളൂ. ഇർഫാന 19 മണിക്കൂർ. മാം ഇതിൽ ബാക്കി 6 മണിക്കൂർ എന്തായി പോയതായിരിക്കും? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിട്ടോ. വേറെ ഫോണിൽ കളിച്ചതോ അങ്ങനെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ആണെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കി. ബാക്കി 4-5 മണിക്കൂറും കൂടെ ഉണ്ടാവുമല്ലോ. മുബഷിറ മാം 23 മണിക്കൂർ കിട്ടി. നസീറ 21 മണിക്കൂർ. യൂസുഫ് സാർ 23.8. ഓക്കെ. സ്ക്രീൻ ടൈം ടുഡേ 5 hours. ഓക്കെ. അല്ല മാം, അത് അഫ്സത്ത് മാം, അത് ഓരോന്ന് നമ്മൾ ചോദിച്ചിരുന്നു ഓരോ സ്റ്റാർട്ടിങ് തൊട്ട് വന്ന സമയത്തെ. അപ്പോൾ ഈ ടൈമുകൾ മൊത്തം അനലൈസ് ചെയ്തിരുന്നു ഓരോരുത്തരുത്. ഹർഷിത 22 മണിക്കൂറും 50 മിനിറ്റും കിട്ടിയിട്ടുണ്ട്. തഹസീൻ 23 മണിക്കൂർ, ജസീറ 22, ഇർഫാന റഹ്മത്ത് 16 മണിക്കൂറും 42 മിനിറ്റും. അതെങ്ങനെ അങ്ങനെ വരിക? 4ഉം 3ഉം 7 മണിക്കൂർ മിസ്സിംഗ് ആണല്ലോ. അതെവിടെ പോയി? ആരാ കട്ടുണ്ടോയി? ചിലപ്പോ ഇപ്പൊ ജോയിൻ ചെയ്തായിരിക്കും അല്ലെ, ഫുള്ള് കേട്ടിട്ടുണ്ടാവില്ല ചിലപ്പോ. ഇനി എന്താ ചെയ്യേണ്ടത് അറിയോ? ഇനി ചെയ്യേണ്ടത് എന്താ വെച്ചാല്, അതെന്താ പറയാമോ, ഇന്നലെ ഉറക്കമില്ലാത്ത
ഫുള്ള് ടൈമിൽ ഫോണിലാവും. ഓക്കെ ഓക്കെ. ഫാത്തിമ മുഹമ്മദ്. ഓക്കെ, എന്നാ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാൻ സുഖ. ഇപ്പോ ഒരു 6 മണിക്കൂർ കുറച്ചാ 18 മണിക്കൂർ ഫോണിലാന്ന് കണക്കൂട്ടിയതില്ല അല്ലേ? എല്ലാവർക്കും ഫോണിലെ ടൈം കണക്കൂട്ടുന്ന മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. 20 ഹവർ കിട്ടിയിട്ടുണ്ട് ഇതിനാണ്. ഓക്കെ, താങ്ക് യു. അപ്പൊ ഇനി എന്ത് ചെയ്യണം എന്ന് വെച്ചാല്, നിങ്ങൾ ശരിക്കും ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്കിപ്പോ ലൈഫിൽ ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരണം, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നേടിയെടുക്കണം, അങ്ങനെ കൊണ്ടുവരണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതിലേതൊക്കെയാണ് ഒന്ന് ബാലൻസ് ചെയ്യേണ്ടത്, ഏതിന് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണം, എവിടുന്ന് എവിടേക്ക് ബാലൻസ്, അതൊന്ന് ജസ്റ്റ് നിങ്ങളെ പ്ലാൻ ഒന്ന് എഴുതി നോക്കി. ഓരോ ദിവസം ഏത് രീതിയിലാണ് ഏകദേശം. എല്ലാ ദിവസവും നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റൂല, കാരണം പല എമർജൻസീസും കാര്യങ്ങളൊക്കെ വന്നേക്കാം. പക്ഷെ എന്നാലും ആഗ്രഹം ഉണ്ടാവല്ലോ. ഇവിടെ ഫൈസൽക്ക 21 മണിക്കൂർ കിട്ടി, ഷനാസ് മാം 22.25 കിട്ടി. ഓക്കെ, താങ്ക് യു. അപ്പോ ഓരോരുത്തർ ആഗ്രഹം ഒന്ന് എഴുതി വെക്കോ. ഏകദേശം എത്ര മണിക്കൂർ എനിക്ക് പഠിക്കാൻ സമയം സ്പെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ എൻ്റെ ശാരീരിക ആരോഗ്യത്തിന് വേണ്ടിയിട്ടും മാനസിക ആരോഗ്യത്തിന് വേണ്ടിയിട്ടും വൈകാരിക ആരോഗ്യത്തിന് വേണ്ടിയിട്ടും എൻ്റെ ആത്മീയപരമായിട്ടുള്ള ആരോഗ്യത്തിന് വേണ്ടിയിട്ടും ഞാൻ എത്ര ടൈം സ്പെൻഡ് ചെയ്യണം, പഠനങ്ങൾക്ക് എൻ്റെ ബ്രെയിൻ എക്സസൈസിന്റെ ഭാഗമായിട്ട് എത്ര ടൈം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ദിവസം നിങ്ങളുടെ ഇമ്പ്രൂവ്മെന്റിന് പഠിക്കാണ്ട്. ഇപ്പം പൊതുവെ ഒരു ജോലിയിലൊക്കെ കയറി കഴിഞ്ഞാൽ നോർമലി ഉള്ള മനുഷ്യന്മാർക്ക്, ഞാൻ അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ. എനിക്ക് ഇഷ്ടമില്ലാത്തൊരു ജോലി പണ്ട്, മീൻസ് ഒരു ജോലി ഉണ്ടായിരുന്നു, അൽഹംദുലില്ലാ, താങ്ക് യു ഗോഡ്. പക്ഷെ ആ സമയത്ത് വലിയ ഹാപ്പി അല്ലായിരുന്നു. ഞാൻ ആ ചെയ്യുന്ന വർക്കിൽ ശമ്പളവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, പക്ഷെ നമുക്കൊരു പറയല്ലോ, ഒരു ഉഷാറ് തോന്നുമല്ലോ ഓരോ ദിവസം എണീച്ച് പോകുമ്പോൾ, ഇന്നിപ്പോ എന്താ വെറൈറ്റി ചെയ്യുക. പക്ഷെ ഈ കാര്യങ്ങളിലേക്ക് കിടന്ന സമയത്ത് ഇപ്പൊ പ്രോഗ്രാംസും ക്ലാസ്സും കാര്യങ്ങളും അങ്ങനത്തേക്ക് വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഉള്ളുന്നൊരു സന്തോഷം. അടുത്ത ദിവസം ഞാൻ എന്താ പഠിക്കുക, അടുത്ത ദിവസം എന്താ ചെയ്യുക. നേരത്തെ എണീക്കാൻ തുടങ്ങി, കുറെ കാര്യങ്ങൾ പഠിക്കാനും വായിക്കാനും, മെന്റലും ഹെൽത്തും ഫിസിക്കലും എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ചെറിയ ചെറിയ ഹാബിറ്റുകൾ ബിൽഡ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ അത് അങ്ങനെ ഇപ്പം ഡെവലപ്പായി വന്നോടുക്കും. ഇപ്പം ഞാൻ പറഞ്ഞല്ലേ, 65 ആഴ്ചകളായിട്ട് നമ്മൾ ഈ പ്രോഗ്രാം നടത്തുക എന്ന് പറയുന്നത്, അത് നിങ്ങൾ നടത്തി നോക്കിയാൽ മനസ്സിലാവും. 65 ആഴ്ച എന്ന് പറയുമ്പോൾ 1 ഇയർ ഉള്ളെങ്കിൽ പോലും അത് വളരെ ചുരുക്കം ആൾക്കാർക്ക് കണ്ടിന്യൂറ്റി കിട്ടുള്ളൂ. ദാറ്റ് മീൻസ് അത് നമ്മള് ചെയ്യുന്ന കാര്യമായിട്ട് നമ്മളങ്ങ് ലയിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ട്. അപ്പം എൻ്റെ ഗുരു, ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഗൈഡ് എഡിയൻ എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ ഗുരുവിൽ നിന്നാണ്. ആളെന്നാണ് ഞാൻ ആ കൺസിസ്റ്റൻസിന്റെ കാര്യങ്ങളും ഇതൊക്കെ പഠിച്ചതൊക്കെ. ദാറ്റ് മീൻസ് അവരിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ഒന്ന്, എത്ര മണിക്കൂർ, ഇപ്പം ഡിജിറ്റൽ വെൽബീങ് നമ്മൾ ചെക്ക് ചെയ്തല്ലോ, സ്ക്രീൻ ടൈം. ആ സ്ക്രീൻ ടൈം എത്രയിൽ നിന്ന് എത്രയിലേക്ക്, എത്ര മണിക്കൂർ സ്ക്രീൻ ടൈം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, അതൊന്ന് പറയോ താഴത്ത്, ഒന്ന് കമന്റിൽ പറയോ. സ്ക്രീൻ ടൈമിൽ കുറവ് വരുത്തണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ എത്ര മണിക്കൂർ എനിക്ക് സ്ക്രീൻ ടൈം ഒന്ന് സേവ് ആവണം, ഒന്ന് താഴത്ത് മെൻഷൻ ചെയ്യാൻ പറ്റുമെങ്കിൽ. ഫാത്തിമ, കുഴപ്പമില്ല. സ്ക്രീൻ ടൈം എന്ന് നിങ്ങൾക്ക് എത്ര മണിക്കൂർ സേവ് ചെയ്തെടുക്കണം എന്ന ആഗ്രഹമുള്ള ആൾക്കാരുണ്ടെങ്കിൽ, ഇപ്പം ഒരു വർക്കും ചെയ്യാത്ത സമയങ്ങൾ ഉണ്ടാവല്ലോ, ഓരോ ചിന്തകളും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ അങ്ങനെ കുറച്ചെടുക്കണം. ഒരു 15 മിനിറ്റ് എങ്കിലും ഡെയിലി ആ സമയം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റണം, പഠനത്തിലേക്ക് ഇരിക്കണം, എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ പഠിക്കണം, എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല, ഇപ്പം മൈൻഡുമായിട്ട് ബിസിനസ്സുമായിട്ടും സൈക്കോളജിയുമായിട്ടും ബന്ധപ്പെട്ട് അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ, എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ബിസിനസിനെ കുറിച്ചൊക്കെ പഠിക്കണം. അത് ഫ്രീ ആയിട്ട് കുറെ അവൈലബിൾ സോഴ്സസ് ഉണ്ട്. അപ്പൊ ആരെങ്കിലും ഒന്ന് മെൻഷൻ ചെയ്യോ, എത്ര മണിക്കൂർ അല്ലെങ്കിൽ എത്ര സമയം, എത്ര മിനിറ്റ് ആ സ്ക്രീൻ ടൈം എന്ന് ലേണിംഗ് ടൈമിലേക്ക് അല്ലെങ്കിൽ മെന്റൽ, ഫിസിക്കൽ, ഇമോഷണൽ, സ്പിരിച്വൽ ഗ്രോത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് എഴുതാം. ഷാനാസ് മാം 30 മിനിറ്റ്സ് സേവ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ. സുനീറ മാം 2 മണിക്കൂർ സേവ് ചെയ്യണം. ഓക്കെ. ഷെഫിൻ ഹർഷിത 2 മണിക്കൂർ. വഫ 1 ഹവർ. റൂഫി, തസ്ലിം മാം പറഞ്ഞോളൂ. നമ്മൾ ഈ സ്ക്രീൻ ടൈം കുറയ്ക്കുന്ന സാറ് പറഞ്ഞല്ലോ, അപ്പൊ നമ്മളുടെ മെന്റൽ ഹെൽത്തിന് പറ്റിയിട്ടുള്ള ഏതെങ്കിലും ക്ലാസ്സസോ കാര്യങ്ങളോ നമ്മൾ കാണുമ്പോൾ അതും ഈ സ്ക്രീൻ ടൈം കുറയ്ക്കുന്നത് അല്ലല്ലോ. അങ്ങനെ സ്ക്രീൻ ടൈം എന്ന് ഉദ്ദേശിച്ചത് എന്താ അറിയോ, റാൻഡം സ്ക്രോളിങ്ങും വെറുതെ ഇങ്ങനെ വാട്സപ്പ് നോക്കലും ഒക്കെ ഉണ്ടല്ലോ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത് സ്ക്രീൻ ടൈം. പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ടൈമും ഈ ലേണിംഗ് ടൈമിലാണ് കൂട്ടുക. അപ്പൊ അങ്ങനെ ഏതെങ്കിലും സമയത്ത് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കയറി നമ്മൾ 5 മിനിറ്റ് ഇൻസ്റ്റാഗ്രാം നോക്കാന്ന് വിചാരിച്ച് കയറുന്നതായിരിക്കും. പക്ഷെ 5 മിനിറ്റ് പോയിട്ട് പിന്നീട് 40 മിനിറ്റ് ആകുമ്പോൾ നമ്മൾ പിന്നെ ടൈം കാണും, പിന്നെ 2 മണിക്കൂർ, അങ്ങനെ ഈ ഡോപ്പമൈൻ എഫക്റ്റിൽ നമ്മൾ ഇങ്ങനെ ലയിച്ചങ്ങ് പോകും. ഇങ്ങനെ ഹാപ്പി ഹോർമോൺ ഇങ്ങനെ ജനറേറ്റ് ചെയ്യല്ലോ, ഓരോ ചെറിയ എല്ലാ സെക്കൻഡിലും ഡിഫറെന്റ് ഇമോഷൻസിലേക്ക്. സന്തോഷം, സങ്കടം, അല്ലെങ്കിൽ സ്പോർട്സ്, ആർട്സ്, അത് ഇത് വാർത്ത എന്ന് പറഞ്ഞിട്ട്
സ്ക്രീൻ ടൈം തന്നെ വേണമെന്നില്ലാന്ന്. 2 മണിക്കൂർ ഇർഫാൻ മാം സേവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. നസീറ മാം 2 മണിക്കൂർ, ജസ്ന മാം 3 മണിക്കൂർ. സ്ക്രീൻ ടൈം ഫുള്ള് കട്ട് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. ഫുള്ള് കട്ട് ചെയ്യാൻ പറ്റിക്കോളുന്നില്ല, ബുദ്ധിമുട്ടായിരിക്കും. ഫോൺ എന്തായാലും ആവശ്യം ഉണ്ടാവല്ലോ. ഫൈസൽക്ക 4 മണിക്കൂർ. കഴിഞ്ഞാല് ഞാൻ ഏകദേശം ഇപ്പൊ ഒരു 1 year ആയിട്ട് സോഷ്യൽ മീഡിയ ഒക്കെ കട്ടാണ്. പക്ഷെ എല്ലാത്തിനും ഉപരി നമുക്കൊരു സമാധാനം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, അതൊരുപാട് അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. നല്ല നല്ല സംഭവമാണ് അത് കേട്ടോ. നമ്മള് എന്താ പറയാ, ഒരു ഡയറ്റ് എന്നൊക്കെ പറഞ്ഞ പോലെ, സോഷ്യൽ മീഡിയ ഡയറ്റ് എന്നൊക്കെ പറഞ്ഞ പോലെ, വാസ് അമേസിങ്. അത് നമ്മളെന്താ അറിയോ, നമ്മള് ഡിജിറ്റൽ ഡീടോക്സ് ബ്രേക്കുകൾ എടുക്കണം. ദാറ്റ് മീൻസ് അങ്ങനെ അത് എടുത്തിട്ടില്ല എന്താ സംഭവം എന്നറിയോ, നമ്മൾ പൊതുവെ ഒട്ടുമിക്ക ആൾക്കാരുടെ ലൈഫിൽ നടക്കുന്ന ഒരു ഹാബിറ്റ് ഇപ്പൊ എന്തായി മാറിയിട്ടുണ്ടെന്ന് അറിയോ, ഉറങ്ങാൻ കിടക്കുന്നത് വരെ ഫോണില്, ഉറങ്ങാൻ കിടക്കുന്നതിന്റെ ലാസ്റ്റ് മിനിറ്റ് വരെ ഫോണ് അതായിട്ട് വെക്കാൻ തോന്നൂല. പക്ഷെ വെച്ച് കഴിഞ്ഞാൽ തന്നെ എങ്ങനെയെങ്കിലും ഉറങ്ങി, ചിലപ്പോൾ ചില അധികം ആൾക്കാർ ഉറങ്ങണ തന്നെ ഫോൺ ഇങ്ങനെ സൈഡിലേക്ക് ഇങ്ങനെ വെച്ചിട്ടായിരിക്കും. ദാറ്റ് മീൻസ് അത് നോക്കി അങ്ങനെ ഉറങ്ങിപ്പോയതായിരിക്കും. പക്ഷെ എന്നിട്ട് രാവിലെ എണീച്ച ഉടനെ എന്താ നോക്കുക അറിയാം, പിന്നെ ഈ ഫോൺ അത് തുറന്ന് നോക്കും. ദാറ്റ് മീൻസ് എന്തൊക്കെ അപ്ഡേറ്റ്സ്, ചിലപ്പോൾ ചില ആൾക്കാർ പല പുതിയ പുതിയ കാര്യങ്ങൾ വാങ്ങിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും നെഗറ്റീവ് ന്യൂസ് ആയിരിക്കും. ഇതാണ് രാവിലെ തന്നെ മനസ്സിലേക്കായിട്ട് എടുക്കുക. ഫസ്റ്റ് കാര്യം നമ്മൾ മനസ്സിലേക്ക് എടുക്കുന്ന എന്താണ്, നമ്മളെ പറ്റി ചിന്തിക്കാനോ നമ്മൾ എന്തെങ്കിലും ഹെൽത്ത് ഈ നാല് മേഖലകളിലേക്ക് ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരാനുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്യുന്ന മറ്റുള്ളവരെ കാര്യങ്ങൾ നോക്കാൻ, നെഗറ്റീവ് ന്യൂസുകളും കാര്യങ്ങളിലേക്കൊക്കെ ഫസ്റ്റ് തന്നെ നമ്മളുടെ മനസ്സ് എന്തിലേക്കാണോ ഫോക്കസ് പോണത് ആ കാര്യം പിന്നെ ആ ഡേ മൊത്തം അതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് കറങ്ങി ചൊറഞ്ഞു വരും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നതിന്റെ തൊട്ട് മുന്നേ കാണുന്ന കാര്യങ്ങളും ചിന്തിക്കുന്ന കാര്യങ്ങളും നമ്മളെ ഉറക്കത്തിൽ മൊത്തം അത് റിപ്പീറ്റഡ് ആയിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിക്കോന്ന് അറിയില്ല, ഇപ്പൊ ഒരു പ്രേതത്തിന്റെ സിനിമയൊക്കെ കണ്ട് കിടന്നുറങ്ങിയ ആൾക്കാരാണെങ്കിൽ മിക്കവാറും 90% സ്വപ്നത്തിൽ പ്രേതത്തിനെ കാണും. ദാറ്റ് മീൻസ് ആ ചിന്തയും കൊണ്ട് ഉറങ്ങണുണ്ടാവുക. അല്ലെങ്കിൽ ഏതെങ്കിലും ആക്സിഡന്റ് പറ്റിയ വീഡിയോയോ, ഫാമിലി ഒന്നായിട്ട് ആക്സിഡന്റിൽ മരിച്ച അങ്ങനത്തെ എന്തോ ഓരോ നെഗറ്റീവ് കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അറിയാതെ നമ്മളുടെ ഉപബോധ മനസ്സിനൊരു പ്രത്യേകത ഉണ്ട്. അതിങ്ങനെ ഏറ്റവും അവസാനമായിട്ട് കണ്ടിട്ടുള്ള കാര്യം റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ ചിന്തിപ്പിക്കും. ഇതേപോലെ തന്നെ നമുക്കത് പോസിറ്റീവായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റും. അവസാനമായിട്ട് ഉറങ്ങാൻ കിടക്കുന്നതിന്റെ തൊട്ട് മുന്നേ എന്ത് ചെയ്യുക, നമുക്ക് ആഗ്രഹമുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പിക്ചറൈസ് ചെയ്യാം. നമ്മുടെ ലൈഫിൽ നേടിയെടുക്കാൻ ആഗ്രഹമുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പിക്ചറൈസ് ചെയ്തിട്ട് അത് ലാസ്റ്റ് ഉറങ്ങാൻ കിടക്കുന്നതിന്റെ മുന്നേ കണ്ട് അത് ഇമോഷണലി കണക്ട് ആയി കിടന്നുറങ്ങി കഴിഞ്ഞാണല്ലോ ഈ കാര്യങ്ങളിലേക്ക് എത്തിപ്പെടാനുള്ള ഐഡിയകളും പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ചിന്തകളും നമ്മളുടെ മനസ്സിൽ ചിലപ്പോൾ രാവിലെ എണീക്കുന്ന സമയത്ത് ഉണ്ടാവും. നമ്മളുടെ മനസ്സിൽ എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള ചിന്തകൾ, ഐഡിയകളൊക്കെ വരാൻ തുടങ്ങും. ഇതിന്റെ എക്സാമ്പിൾ ആണ്, രാത്രി ഏതെങ്കിലും പാട്ട് കേട്ട് കിടന്നുറങ്ങിയ ആൾക്കാരാണെങ്കിൽ രാവിലെ ബാത്റൂമിൽ കണ്ണാടിയിൽ പോകുമ്പോൾ ആ പാട്ട് പാടുന്നുണ്ടാവും. അതെങ്ങനെയാ സംഭവിക്കുന്നത്? ദാറ്റ് മീൻസ് ആ സമയം മൊത്തം ഇത് ഇങ്ങനെ റിവൈൻഡ് അടിച്ചോണ്ടേ നിൽക്കുകയാണ് മനസ്സിൽ. ആ അവസാനത്തെ തോട്ട് ഇതേപോലെ തന്നെ ഒരു ദിവസം തുടങ്ങുന്ന സമയത്ത് ഫസ്റ്റത്തെ തോട്ട് എന്താണോ ആ തോട്ടുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ഫസ്റ്റ് നെഗറ്റീവ് തോട്ടാണ് മനസ്സിലേക്ക് കയറുന്നതെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിയോളൂ, അന്നത്തെ ദിവസം മൊത്തം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആകെ മൊത്തത്തിലൊരു അൽക്കുലത്തായിരിക്കും. പക്ഷെ അതിന് വേണ്ടിയിട്ട് നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ എന്ത് ചെയ്യാന്നറിയോ, എല്ലാവരും ഒരു പ്രതിജ്ഞ എടുക്കുക. രാവിലെ കുറച്ച് നേരത്തെ ഉണർന്നിട്ട്, നേരത്തെ കിടന്നുറങ്ങുക, നേരത്തെ ഉണരുക, എന്നിട്ട് ഉണർന്നിട്ട് ഒരു മിനിമം ഒരു 7 വരെ എങ്കിലും ഫോണ് നോക്കൂലെന്ന്. എണീക്കലുണ്ട് 9 മണിക്ക്, പിന്നെ എങ്ങനെ ഫോൺ നോക്കാനായി ചിലവർ ചിന്തിക്കുന്നത്. അപ്പൊ ഒരു 5 മണിക്ക് എണീച്ചിട്ട് രാവിലത്തെ ഒരു 2.5 മണിക്കൂർ, 2.5 അല്ലെങ്കിൽ 1 മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്താണ്ടല്ലോ. അപ്പൊ നമ്മൾ എഴുതി വെച്ച നമ്മൾക്ക് ഷോർട്ടേജ് വരുന്ന, നമുക്ക് ജീവിതത്തിൽ ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരാൻ ആഗ്രഹമുള്ള കുറെ കാര്യങ്ങളില്ലേ, അതിലേക്ക് ഹെൽപ്പ് ചെയ്യുന്ന എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ നമ്മുടെ ആരോഗ്യത്തിനെ പറ്റിയും നമ്മളുടെ ബുദ്ധിശക്തി ബ്രെയിനിനെ പറ്റിയും, ബ്രെയിൻ ഇമ്പ്രൂവ് ആവാൻ വേണ്ടിയിട്ടും നമ്മളെ ആത്മീയപരമായിട്ടും പ്രയറും കാര്യങ്ങളും ഈ 4 മേഖലകളിലെ ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരാനുള്ള രീതിയിലുള്ള ഹാബിറ്റുകൾ നമ്മൾ ബിൽഡ് ചെയ്യുന്ന സമയത്ത് ആ ഒറ്റ ദിവസം ഈ ഞാൻ നേരത്തെ പറഞ്ഞ കോമ്പൗണ്ട് എഫക്റ്റ് എന്ന് പറഞ്ഞ ബുക്കില്ലേ, ഇവിടെ കുറച്ച് ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ട് അല്ലെ, 3 മണിക്കൂർ സേവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, സ്ക്രോളിംഗ് നല്ലോണം കുറയ്ക്കാൻ ആഗ്രഹമുണ്ട്, 2 മണിക്കൂർ കുറയ്ക്കണം, ഒരു ദിവസം 1 hour മാത്രമേ ടോട്ടലി യൂസ് ചെയ്താൽ മതി വിചാരിക്കും, ബട്ട് എത്ര ടൈം ഷെഡ്യൂൾ വെച്ചാലും ഒരുപാട് ഹവേഴ്സ് സ്ക്രീൻ ടൈം ആയി പോകും. അതെന്താ വിഷയം എന്ന് വെച്ചാല്
നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു ലക്ഷ്യബോധം ഇല്ലാത്തതിന്റെ ഒരു വിഷയം അതിലുണ്ടാവും. ദാറ്റ് മീൻസ് നമുക്ക്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, എന്തെങ്കിലും വർക്ക് നല്ലോണം എൻഗേജിങ് വർക്കുകൾ ഉള്ള ദിവസങ്ങളിൽ നമുക്ക് അധികം ഫോൺ നോക്കാൻ സമയം ഉണ്ടാവില്ലല്ലോ. ചിലപ്പോൾ ഓഫീസിൽ എന്തെങ്കിലും വർക്കായിരിക്കും, കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കും. അതിലേക്ക് ഓടിക്കഴിഞ്ഞാൽ നമുക്ക് ഫോൺ, ഒന്നാമത് ഐഡൽ ടൈം, ഫ്രീ ടൈം കിട്ടുമ്പോഴാണ് നമ്മളുടെ ബോഡിയും മൈൻഡും ഓൾറെഡി പ്രോഗ്രാംഡ് ആയി കഴിഞ്ഞ് ഫ്രീ ടൈം കിട്ടിയാൽ ഒരു ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ് അല്ലെങ്കിൽ ആരെങ്കിലും വെയിറ്റ് ചെയ്യാണ്, ഒന്നും നോക്കൂല, ഫോൺ എടുക്കും, തുറക്കും റീൽസ്, അല്ലെ തുറക്കും വാട്സപ്പ്. എല്ലാവരും സ്റ്റാറ്റസും കണ്ടു കഴിഞ്ഞാൽ, വാട്സപ്പ് സ്റ്റാറ്റസ് മൊത്തം കണ്ടു കഴിഞ്ഞാൽ, മെസ്സേജ് ഒന്നും ഇല്ലെങ്കിൽ സ്റ്റാറ്റസ് പോകും. സ്റ്റാറ്റസ് മൊത്തം കണ്ടു കഴിഞ്ഞാൽ നേരെ ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് എല്ലാ സ്റ്റോറി മൊത്തം തരും. എന്നിട്ട് സ്റ്റോറി മൊത്തം കഴിഞ്ഞാൽ ചിലപ്പോൾ റീൽസിൽ പോകും, അല്ലെങ്കിൽ യൂട്യൂബിലേക്ക് ഒന്ന് വെറുതെ പോയോ ഷോർട്സ് ഒന്നും ഇങ്ങനെ സ്ക്രോൾ ചെയ്തിട്ട് പിന്നെയും വരും വാട്സപ്പ്. അപ്പൊ പുതിയ അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ടാവില്ല വാട്സപ്പിൽ. ഇത് തന്നെ ഒരു ലൈഫ് സ്റ്റൈൽ ആക്കി മാറ്റിയ ആൾക്കാരുണ്ട്. ഞാനിത് തമാശ പറയല്ല. സമയം എന്ന് പറഞ്ഞ സാധനം എല്ലാ മനുഷ്യന്മാർക്കും ഒരുപോലെ കിട്ടുന്നു. 24 മണിക്കൂറും 1440 മിനിറ്റും 84,200 സെക്കൻഡുമാണ് എല്ലാ മനുഷ്യന്മാർക്കും കിട്ടുന്നത്. നമ്മളെ മറ്റുള്ളവരിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലും എക്സ്ട്രാ ഇമ്പ്രൂവ്മെന്റോ നേട്ടങ്ങളോ അവർ നേടിയിട്ടുണ്ടെങ്കിൽ ഈ സമയത്തെ അവർ റെഗുലേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന പോലെ അല്ല അവർ സ്പെൻഡ് ചെയ്യുന്നത്. ഉറങ്ങുന്ന സമയം നല്ല രീതിയിൽ ശ്രദ്ധിക്കുന്നുണ്ടാവും, പഠനത്തിന്റെ സമയം ശ്രദ്ധിക്കുന്നുണ്ടാവും, അവർ വർക്ക് ചെയ്യുന്ന സമയത്ത് അത് പ്രൊഡക്റ്റീവായിട്ട്, ദാറ്റ് മീൻസ് വർക്ക് ഇപ്പൊ നേരത്തെ ആൾക്കാർ 8 മണിക്കൂർ 9 മണിക്കൂറൊക്കെ നേടിയത് ശരിക്കും അത് ഫോണിലേക്ക് ലയിച്ചുകൊണ്ട് വർക്ക് ചെയ്യുന്നതും പ്രൊഡക്റ്റീവായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. പുസ്തകം വായിക്കുകയാണെങ്കിലും പുസ്തകം വായിക്കുന്നതിനിടയിൽ ഇങ്ങനെ ഫോണിന്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അതിങ്ങനെ ഓപ്പൺ ആക്കി നോക്കിയിട്ട് പുസ്തകം വായിക്കുന്ന ആൾക്കാർ ഉള്ളിലേക്ക് എടുക്കൂല. ദാറ്റ് മീൻസ് നമ്മൾ ഒരു അറിവ് നമ്മൾ ശേഖരിക്കുന്ന സമയത്ത് നമ്മൾക്ക് എല്ലാ ഡയമെൻഷനിലേക്കും അത് കണക്ട് ആവണം. നമ്മൾ 4 ഡയമെൻഷൻ പറഞ്ഞു. നമ്മളുടെ ശരീരത്തിലേക്ക് അത് കണക്ട് ആവണം. കണ്ണ്, മൂക്ക്, നമ്മളുടെ സെൻസസ് ഉണ്ടല്ലോ, കാഴ്ച ശക്തി, കേൾവി ശക്തി, ടേസ്റ്റ് ചെയ്യാനുള്ള കഴിവ്, സ്മെല് ചെയ്യാനുള്ള കഴിവ്, ടച്ച് ചെയ്യാനുള്ള, ഈ 5 സെൻസസ് അല്ലാതെ നമ്മളെ ബോഡി എടുക്കണം, ബ്രെയിനിലേക്ക് അത് കണക്ട് ആവണം, നമ്മളുടെ മൈൻഡിലേക്ക്, നമ്മളുടെ മനസ്സിലേക്ക്, ഉപബോധ മനസ്സിലേക്ക് അത് കണക്ട് ആവണം. അതേപോലെ തന്നെ നമ്മുടെ ആത്മാവിലേക്കും അത് കണക്ട് ആവണം. ആ പഠിക്കുന്ന കാര്യം എനിക്ക് ഏതൊക്കെ മേഖലകളിൽ, ഹെൽത്ത്, വെൽത്ത്, റിലേഷൻഷിപ്പ്, സ്പിരിച്വാലിറ്റി, ഈ 4 മേഖലകളിലേക്കും ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരുന്ന കാര്യമാണോ നമ്മൾ പഠിക്കുന്നത് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് നമ്മൾ അനലൈസ് ചെയ്തിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കാറിയോ, കുറെ വായിക്കുന്നുണ്ടാവും, ഒന്നും മനസ്സിലേക്ക് കയറൂല, അത് ഉപകാരപ്രദമായിട്ടുള്ള അറിവായി മാറൂല. കാരണം നമ്മളെ ശ്രദ്ധ എന്താണ്, നോട്ടിഫിക്കേഷൻ വന്ന അപ്പൊ നോക്കണം, ആ നോട്ടിഫിക്കേഷനിലാണ് മൈൻഡ് ഉണ്ടാവുക. നമ്മൾ മനസ്സറിഞ്ഞൊരു കാര്യം പഠിക്കണമെങ്കിൽ ആ ഫോൺ എന്ന് പറഞ്ഞ സാധനം, ഡിജിറ്റൽ ഡീടോക്സ് എന്ന് പറഞ്ഞ സംഭവം നമ്മുടെ ലൈഫിൽ നിന്ന് എടുത്ത് ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ, നമ്മൾ അങ്ങനെ ഒരു പ്രോസസ്സ് കുറച്ചെങ്കിലും സമയം, ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കും, ഇപ്പം കറന്റ് കുറച്ച് ദിവസങ്ങളായിട്ടേ ഉള്ളൂ അത് സ്റ്റാർട്ട് ചെയ്തിട്ട്, ഒരു 7:30 മണിയായിട്ടേ എന്ത് ചെയ്യുള്ളൂ, നെറ്റ് ഓൺ ആക്കുള്ളൂ. ഞാൻ മിസ്സിനൊക്കെ അറിയാം, ഞാൻ കിടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ മെസ്സേജ് വന്നാൽ 2 ടിക്ക് വരൂല. കാരണം ഞാൻ കിടന്നതിന്റെ അടയാളാണ് ആ നെറ്റ് ഓഫ് ആക്കിയത്. ആ നെറ്റ് ഓഫ് ആക്കിയാൽ ഞാൻ 4:30, 4:45, 5 മണിക്ക് എണീച്ച് കഴിഞ്ഞാൽ, ഇപ്പം രാവിലെ തന്നെ ഒന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞ് എണീക്കും, എന്നിട്ട് വൈഫിന് ഒരു കിസ് കൊടുക്കും സന്തോഷത്തില്, എന്നിട്ട് നേരെ, അതിപ്പോ ഇവിടെ പറയേണ്ട കാര്യമില്ല എന്നാലും, എന്നിട്ട് നേരെ വാഷ്റൂമിൽ പോയിട്ട് ഒന്ന് ഇങ്ങനെ കണ്ണാടിയിൽ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ പറയും, അജയ സെറ്റല്ലേ, ചറല്ലേ. എന്നിട്ട് സ്വന്തമായിട്ട് ഒരു സെൽഫ് ലവ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, നമ്മളെ സാർ മനസ്സിലാവുന്നുണ്ട്. ഇപ്പൊ അയച്ച മെസ്സേജിന് റിപ്ലൈ ലേറ്റ് ആവുമ്പോൾ മനസ്സിലാവുന്നുണ്ട് സാർ. ഇപ്പൊ അതെല്ലാം തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ഇടയിൽ കൂടെ നിങ്ങൾ വന്നിട്ട് നമ്മളെ യുണീക്ക് എക്സിലെ 2ാമത്തെ ബാച്ചിലെ സ്റ്റുഡന്റ് ആട്ടോ, കറന്റ് റണ്ണിങ് ഉള്ള സ്റ്റുഡന്റ് ആണ്. ഇത് ഞാൻ കുറച്ച് ദിവസമായിട്ടുള്ള തുടങ്ങിയിട്ടോ. അല്ല സാർ, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞേട്ടോ സാർ, പറഞ്ഞോണ്ട് ഇപ്പോഴാണ് അറിഞ്ഞത്, അതായിരുന്നു എന്റെ റീസൺ എന്നുള്ളത്. അതെ, അല്ലല്ല, അതെന്താ അറിയോ, അത് ഒരു ടൈം ഗ്യാപ്പ്, അല്ലെങ്കിൽ ഫുൾ ടൈം. പൊതുവെ ഞാൻ മോർണിംഗ് ടൈമിലാണെങ്കിൽ, ഞാൻ ഡ്രൈവിംഗ് ആണെങ്കിലും എന്റെ ഫോണിന്റെ സൈഡിൽ ഇവിടെ ഉണ്ടാവും, ഹാങ് ചെയ്തിട്ടുണ്ടാവും ഗ്ലാസ്സിൽ. അപ്പൊ ഞാൻ അപ്പൊ തന്നെ നമ്മുടെ സ്റ്റുഡൻസിന്റെ കേസ് ആണെങ്കിൽ ഞാൻ അപ്പൊ തന്നെ നോക്കും. ജസ്റ്റ് ഒന്നെങ്കിൽ കാറിൽ നോട്ടിഫിക്കേഷൻ വരും, അല്ലെങ്കിൽ ഫോൺ വരാം. അല്ലാത്ത കേസ് ആണെങ്കിൽ ഞാൻ ഡ്രൈവിംഗ് ഒക്കെ കഴിഞ്ഞിട്ടേ നോക്കുള്ളൂ. ഇപ്പൊ ഇന്നലത്തൊക്കെ ഞാൻ മാക്സിമം ഇപ്പൊ നൈറ്റൊക്കെ അയച്ച മെസ്സേജ് ആണെങ്കിൽ മാത്രമേ കാണാതിരിക്കുന്നുണ്ടാവും. അപ്പൊ ഞാൻ ഉദ്ദേശം എന്താ വെച്ചാല്, രാവിലെ എണീച്ച് ഒരു 5 മണി മുതൽ 7:30 വരെയുള്ള ടൈം എന്ന് പറഞ്ഞാല് ആ ടൈമില് നെറ്റ് ഓൺ ആക്കൂല. എന്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ ഓൺ ആയിരിക്കും, എന്തൊക്കെ ചെയ്യണം കാര്യങ്ങളൊക്കെ ഉള്ളത് നോക്കുന്നുണ്ടാവും.
പിന്നെ ഇപ്പൊ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത് ഞങ്ങളെ ടീമിനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ബുക്ക് ഉണ്ട്, യുണീക്നെസ് ഹാബിറ്റ്സ് ഉണ്ടല്ലേ. ആ ബുക്ക് വെച്ചിട്ടാണ് ഇപ്പൊ കറന്റ് ഞാൻ ഫോൺ യൂസ് ചെയ്യലേ അല്ല. എന്തൊക്കെ ഞാൻ ഒരു ദിവസം ചെയ്യണം എന്നുള്ള ഫുള്ളിലുണ്ട്. മോർണിംഗിൽ എന്ത് ചെയ്യണം, ഉച്ചക്ക് എന്ത് ചെയ്യണം, ഈവനിങ്ങിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അത് നമുക്ക് ഏത് സമയത്തും ചെയ്യട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാം. അപ്പൊ എനിക്ക് ജസ്റ്റ് ടിക്കറ്റ് പോകേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. പിന്നെ ഇപ്പം പേഴ്സണലൈസ്ഡ് ആയിട്ട് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഞാൻ എഴുതി വെക്കാനുള്ള ഓപ്ഷൻസും ഇതിലുണ്ട്. അതുകൊണ്ട് ഞാൻ എന്റെ ബുക്ക് ഞങ്ങൾ ചെയ്തിട്ടുള്ള ബുക്ക് തന്നെയാണ് ഇതിന് യൂസ് ചെയ്തത്. നമ്മള് ഇപ്പൊ ഓർഡർ ചെയ്ത ബുക്കാണോ പറയുന്നേ? യെസ് മാം, അത് മാമിന്റെ കയ്യിൽ കിട്ടിയാൽ മാമിന് മനസ്സിലാവും. ഞങ്ങൾക്ക് എന്റെ കയ്യിൽ എത്തിയിട്ടില്ല. നാല് കോപ്പി മാത്രമേ സാമ്പിൾ കിട്ടിയിട്ടുള്ളായിരുന്നു. അതുകൊണ്ടാണ്, ബാക്കിയുള്ള കോപ്പി വരുന്നേ ഉള്ളൂ. ഞങ്ങളെ ടീം മെമ്പേഴ്സിനുള്ള കുറച്ചാളെ കയ്യിൽ മാത്രമേ ഇപ്പൊ ഉള്ളൂ, എന്റെ കയ്യിലേ ഉള്ളൂ. അപ്പൊ അത് ഞങ്ങൾക്ക് കിട്ടിയ സോഫ്റ്റ് കവർ കോപ്പിയാണ്. ദാറ്റ് മീൻസ് നമ്മൾ ശരിക്കും ഒറിജിനൽ ഹാർഡ് കവർ കോപ്പിയാണ്. അത് കുറച്ച് എന്തായാലും ന്യൂ ഇയർ ആകുമ്പോഴേക്ക് കയ്യിലെത്തും. മാം ഓർഡർ ചെയ്തിരുന്നു അല്ലേ? ഞാൻ ഓർഡർ ചെയ്തിരുന്നു, റിഫൈഡ് എടുത്ത് അതെ റിഫ ഞാൻ കണ്ടിട്ടുണ്ട് ലിസ്റ്റിൽ. ഞാൻ മാമിന്റെ ഷഹനാസ് എന്നുള്ള പേര് ഞാൻ കണ്ടിട്ടുണ്ട്. മാമാന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ വിചാരിച്ച് കഴിഞ്ഞ ആഴ്ച നടന്ന ക്ലാരിറ്റി ബോർഡിൽ ഷഹനാസ് മാമാണ് ഞാൻ വിചാരിച്ചത്. ഓക്കെ മാം, അതെത്തും. എത്തിക്കഴിഞ്ഞാൽ മാമിന് മനസ്സിലാവും. ഇത് മാമിന് ഫോൺ അവിടെ വെച്ചിട്ട് ഇതിൽ നിങ്ങൾക്ക് മാമിന് ഇപ്പൊ പറഞ്ഞ എല്ലാ മേഖലകളും ഇല്ലേ, അതിലേക്കുള്ള ഇപ്പൊ ഞാൻ 9 വർഷമായിട്ട് മാം ഞാൻ ലൈഫിൽ ഫോളോ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടാണ് ആ ബുക്ക് എഴുതിയിട്ടുള്ളത്. അപ്പൊ കറക്റ്റ് യൂസ്ഫുൾ ആണെന്നുള്ള 100% ഉറപ്പ് എനിക്കില്ല. നമ്മളിപ്പോ ഇവിടെ ബുക്കിനെ പരസ്യമല്ലല്ലോ കാര്യം നടക്കണത്. അപ്പൊ എന്താ നമ്മൾ പറഞ്ഞത് ലാസ്റ്റ് അതിലേക്ക് കടന്നുപോയി. അപ്പൊ നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാല്, നമ്മൾ ഈ സ്പെൻഡ് ചെയ്യുന്ന സമയത്തിനെ നമ്മൾ അനലൈസ് ചെയ്തിട്ടില്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എല്ലാ സമയത്തും ഈ ഫോണ് കണ്ട് മറ്റുള്ളവരുടെ എൻജോയ്മെന്റും, ഫോൺ വാങ്ങുന്നതും കാറ് വാങ്ങുന്നതും വീട് വാങ്ങുന്നതും പല കാര്യങ്ങൾ അവർ ചെയ്യുന്നതും ബിസിനസ് റൺ ചെയ്യുന്നതും പല ഗിഫ്റ്റുകൾ കിട്ടുന്നതും അതും ഇതും കാര്യങ്ങൾ നമ്മളിങ്ങനെ കാണുന്ന സമയത്ത് നമ്മൾ അറിയാതെ നമ്മളുടെ ഉള്ളിൽ ഒരു കുറ്റബോധം അല്ലെങ്കിൽ ഒരു എനിക്ക് അസൂയ ഉണ്ടാവില്ലേക്കാം ചിലപ്പോൾ ചില ആൾക്കാർക്ക്. പക്ഷെ ഉള്ളിൽ ഒരു എനിക്കതൊന്നും കിട്ടുന്നില്ലല്ലോ കുറച്ചോനെ, എന്റെ ദൈവമേ എനിക്കിത് അതൊന്നും കിട്ടാത്തത്, അല്ലെങ്കിൽ പല കാര്യങ്ങൾ കിട്ടണം. അപ്പൊ എന്ത് ചെയ്യാന്നറിയോ, നിങ്ങൾക്ക് അത് കിട്ടണമെങ്കിൽ മറ്റുള്ളവരെ കൊണ്ടുതരാൻ വേണ്ടി ആഗ്രഹിക്കുന്നതിന് പകരം സ്വന്തമായിട്ട് അത് സൃഷ്ടിച്ചെടുക്കണമെങ്കിൽ ഞാൻ എവിടെയൊക്കെയോ ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരേണ്ടതുണ്ട്. എന്റെ സമയത്തെ ഞാൻ യൂട്ടിലൈസ് ചെയ്യുന്നത് കുറച്ചൊന്ന് മാറ്റി പിടിക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു അനലൈസേഷൻ, ഒരു തോട്ട് മൈൻഡിൽ കൊടുത്തിട്ട് ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ നിങ്ങൾ നമ്മളെ ജേണൽ വാങ്ങണമെന്നോ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാൻ അറിയാം, എല്ലാ ദിവസവും ഡേറ്റ് ഇട്ടിട്ട് ഈ പറഞ്ഞ എല്ലാ ടൈമുകളുണ്ടല്ലോ, സ്ക്രീൻ ടൈം, ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ്, സ്ലീപ്പ് ടൈം, സ്റ്റഡി ടൈം, ഫാമിലി ടൈം, വർക്ക് ടൈം, സെൽഫ് ടൈം, കുക്കിംഗ് ആൻഡ് ക്ലീനിങ്, ഫ്രണ്ട്സ്, ട്രാവല്, കിഡ്സ്, ഷോപ്പിംഗ്, സ്പിരിച്വൽ എല്ലാം ഒന്ന് എഴുതിയിട്ട് ഏകദേശം എത്ര സമയം ഓരോന്നിന് സ്പെൻഡ് ചെയ്യുന്നുണ്ടെന്നൊന്ന് എഴുതി നോക്കാം. നമ്മളുടെ ഡയറിയിൽ അത് സമയം സ്പെൻഡ് ചെയ്യുന്നത് മാത്രമല്ല ഓരോ ആക്ടിവിറ്റി എന്തൊക്കെ ചെയ്യണം എന്നുള്ളതും കൂടി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ നോർമലി നമ്മൾ പറയുന്ന രാവിലെ 5 AM എണീക്കുക, എക്സസൈസ് ചെയ്യുക, പ്രാർത്ഥിക്കുക, അതേപോലെ മെഡിറ്റേഷൻ ചെയ്യുക, ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ, ഫോർഗീവ്നെസ് ജേണൽ, വിഷ്വലൈസേഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ലാതെ കുറച്ച് ബുക്ക് എല്ലാവർക്കും കിട്ടും. കിട്ടും മാം, കിട്ടും. അത് പേയ്മെന്റ് ഉള്ള ബുക്കാണ് മാം. ഇപ്പം അതിന്റെ ഒറിജിനൽ പ്രൈസ് 899 ആണ്. ഒരു ദിവസത്തേക്ക് 9 രൂപ എന്നുള്ള രീതിയിലാണ്. ഇപ്പൊ നമ്മൾ ഏർലി ബേർഡ് ഓഫർ പ്രൈസിൽ 799 അത് സെയിൽ ചെയ്തത്. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഒന്ന് താഴെ മെസ്സേജിൽ നമ്പർ ഒന്ന് കൊടുത്തേക്ക് കേട്ടോ. നിങ്ങളെ നമ്പർ ഷാന, നിങ്ങളെ നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്തോളൂ. നമ്പർ പറയുകയായിരിക്കും ബെസ്റ്റ്, റെക്കോർഡ് കാണുന്നവരുണ്ടെങ്കിൽ. ഓക്കെ, 8137023966 ഒരു നമ്പർ അതാണ്. പിന്നെ ഷാനന്റെ നമ്പർ 91, അത് പുതിയ നമ്പറാണ്, കിട്ടിയില്ല. ഇതിൽ കണക്ട് ചെയ്യും ആള് ഇനി ഒരാഴ്ച അവൈലബിൾ ആയിരിക്കില്ല. ഫസ്റ്റ് പറഞ്ഞ നമ്പർ 907488833433. ആവശ്യമുള്ളവർക്ക് അതിൽ കണക്ട് ചെയ്താൽ മതി. അല്ല, നിങ്ങൾ ആ ബുക്ക് വാങ്ങണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് തന്നെ ഒന്ന് അനലൈസ് ചെയ്യണമെങ്കിൽ ഇതൊന്ന് എഴുതി നോക്കിയാൽ മതി. ഡെയിലി ഒരാഴ്ച നിങ്ങളതൊന്ന് എഴുതി നോക്കി അപ്പൊ തന്നെ ഇമ്പ്രൂവ്മെന്റ് വരും. ഡെയിലി രാത്രി കിടക്കാൻ പോകുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞുതരാം. 9074883433. ഷാന തസ്നീം എന്നാണ് പേര് കേട്ടോ. നമ്മുടെ ടീം മെമ്പർ ആണ്. ഞങ്ങള് എന്റെ കൂടെ പഠിച്ചിട്ടുള്ള ആളും കൂടെ ആണ്, ക്ലാസ്മേറ്റും കൂടെ ആണ്. വീഡിയോ മോഡിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ, ഒന്ന് സ്ക്രോൾ ചെയ്താൽ കാണാം. അതെ അവിടെ വീഡിയോ മോഡിൽ ഇരിക്കുന്നത് കണ്ണടൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇതൊക്കെ വെച്ചിട്ട് ഹെഡ്സെറ്റ് ഒക്കെ എടുത്ത്. ഓക്കെ, അപ്പോ നമ്മൾ പറഞ്ഞത് അറിയാം,
ഈ ബുക്ക് വാങ്ങാൻ നിർബന്ധമുള്ള കേസല്ല. നിങ്ങൾ എന്ത് ചെയ്യാന്നറിയോ, പറ്റുന്നുണ്ടെങ്കിൽ ബുക്ക് വാങ്ങാൻ പറ്റാത്തവർ എന്ത് ചെയ്യാം, ഈ പറഞ്ഞിട്ടുള്ള സമയങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ച് നോക്കുക. എന്നിട്ട് രാത്രി കിടന്നുറങ്ങാൻ പോണതിന്റെ തൊട്ട് മുന്നേ സ്ക്രീൻ ടൈം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അത് നിങ്ങൾ ചെക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ബ്രെയിനിനും മനസ്സിനും ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാണല്ലോ ഓട്ടോമാറ്റിക്കലി അത് കുറഞ്ഞു വരാൻ തുടങ്ങും. നിങ്ങൾ ചെക്ക് ചെയ്ത് തുടങ്ങുന്ന ഒരു ശീലം ഉണ്ടാക്കിയത്, അതിന് സമയമല്ലേ, അത് ചെക്ക് ചെയ്യുന്നതിന് ഇങ്ങനെ കിടന്ന് അങ്ങനെ ഉറങ്ങിപ്പോലെ അയക്കില്ല. അപ്പൊ ചെക്ക് ചെയ്യാൻ സമയം ഉണ്ടാവില്ല, രാവിലെ എണീച്ച് ചെക്ക് ചെയ്താൽ മതി. എല്ലാ ദിവസവും അതിൽ കിട്ടും. ബാക്കോട്ട് ഇങ്ങനെ ആ മറ്റേ ടേബിൾ ഒരു ചാർട്ട് പോലെ ഇങ്ങനെ വന്നിട്ടുണ്ടോ, അതിലിങ്ങനെ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ ഓരോ ദിവസവും കിട്ടും. പിന്നെ ഇതിലേക്ക് നമ്മൾ നോർമലി പറയുന്ന എക്സസൈസും നല്ല ഫുഡ് കഴിക്കലും കറക്റ്റ് ഉറങ്ങലും മെഡിറ്റേഷനും വിഷ്വലൈസേഷനും ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലും അങ്ങനെ തുടങ്ങിയിട്ടുള്ള എഫർമേഷൻസും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അല്ലാതെ നിങ്ങളുടെ ലൈഫിലേക്ക് ഞാൻ കുറച്ച് സ്പെഷ്യലായിട്ട് ഞാൻ നോട്ട് ചെയ്ത് വെച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. എൻ്റെ ഡയറിയിലും ആ പ്ലാനറിലും വരുന്നുണ്ട്. ആ കാര്യങ്ങൾ നിങ്ങൾ വേണമെങ്കിൽ എഴുതി വെച്ചോളി. ദാറ്റ് മീൻസ് നോർമലി ഉള്ള റൂട്ടീൻസ് അല്ലാതെ കുറച്ച് കാര്യങ്ങൾ. അപ്പൊ ഞാനിത് പറയാൻ കാരണം എന്താ അറിയോ, ആ ബുക്ക് എല്ലാവർക്കും വാങ്ങാൻ പറ്റിക്കോളന്നില്ലല്ലോ. വാങ്ങാൻ പറ്റാത്തവരും അത് ഉപയോഗപ്പെടുത്തിക്കോട്ടെ വിചാരിച്ചിട്ട് പറയാണ്. അപ്പൊ ഇത് നമ്മളുടേത് കറക്റ്റ് 100 ദിവസത്തെ ട്രാക്കിംഗ് ആണ്. 100 ദിവസം എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്തു, ഓരോന്നിനും എത്ര സമയം സ്പെൻഡ് ചെയ്തു. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ എല്ലാ ദിവസവും എഴുതണ്ട, അത് ജസ്റ്റ് ഫില്ലപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പൊ തന്നെ നമുക്ക് എല്ലാത്തിലും ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരുന്ന ഹാബിറ്റുകൾ ടിക്കിട്ട് പോകാനൊക്കെ പറ്റുന്ന ഓപ്ഷനാണ്. അല്ലാത്തവർ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ കാര്യങ്ങളും കൂടെ ഒന്ന് ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യുക. ഒന്നെന്ന് വെച്ചാൽ എല്ലാ ദിവസവും നിങ്ങളെ പാരന്റ്സിന് വേണ്ടിയിട്ടും ഫാമിലിക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് മനസ്സിൽ വെക്കുക. നമ്മൾ നമസ്കാരവും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ചെയ്യുന്നുണ്ടാവും, പ്രാർത്ഥിക്കുന്നുണ്ടാവും. പക്ഷെ നമ്മളെ ജീവിച്ചിരിപ്പുള്ള ആൾക്കാരും മരണപ്പെട്ടു പോയ ആൾക്കാർക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുന്നുണ്ടോ എന്നുള്ളതൊന്ന് മനസ്സിൽ വെക്കുക. ഒന്ന് ചിന്തിച്ചു നോക്കട്ടോ. സാർ ഇപ്പൊ പറയുന്ന കാര്യങ്ങളെല്ലാം ബുക്കിൽ ഉണ്ട്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ബുക്കിലുണ്ട്. അല്ല, ബുക്ക് ഓൾറെഡി ഓർഡർ ചെയ്ത ആൾക്കാരാണെങ്കിൽ എഴുതിക്കോളന്നില്ല. നിങ്ങൾക്ക് എന്തായാലും ബുക്ക് കിട്ടുമ്പോൾ കിട്ടും. അല്ലാത്തവരെ നോട്ട് ചെയ്താൽ മതി. ബുക്ക് വാങ്ങാൻ ഇപ്പോൾ സാഹചര്യം ഇല്ലാത്തവരെ നോട്ട് ചെയ്താൽ മതി. ഇത് നിങ്ങൾ ചെയ്താൽ ഞാനുണ്ടല്ലോ ഈ 4 ഡയമെൻഷനും ബോഡി, ബ്രെയിന്, മൈൻഡ്, സോള് 4ലേക്കും ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരുന്ന കാര്യങ്ങളാണ്. ചെറിയ ചെറിയ കാര്യങ്ങളാണ്, പക്ഷെ നമ്മൾ പൊതുവെ ശ്രദ്ധിക്കാത്ത ചില കാര്യങ്ങളാണ്. അപ്പൊ അത് ഡെയിലി ചില ആൾക്കാർ സ്ഥിരമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടാവും. അല്ലാത്തവരും മരണപ്പെട്ടു പോയവർക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുക. അവരുടെ ഖബർസ്ഥാൻ അല്ലെങ്കിൽ ഗ്രേവ് യാർഡ് അതിലുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവായി കൊടുക്കാനൊക്കെ അതൊക്കെ പ്രാർത്ഥന കേൾക്കും എന്നാണ് വിശ്വസിക്കുന്നത്. ദൈവത്തിനോടല്ല പ്രാർത്ഥിക്കുന്നത്. പിന്നെ അതിൽ എല്ലാ ദിവസവും നിങ്ങളുടെ പാരന്റ്സിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് അതിൽ ഇപ്പം സാമ്പത്തികമായിട്ട് സഹായിക്കാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യുക. അല്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയിട്ട് ഒന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മെങ്കിലും കൊടുക്കുക. അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഹഗ്ഗോ ഒരു സലാം പറയുകയോ ഒരു വിഷ് ചെയ്യുക, ഗുഡ് മോർണിംഗോ എന്തെങ്കിലും ഒന്ന്. അധികം ആൾക്കാർക്കും ആ ഒരു റൂട്ട് കണക്ഷൻ മിസ്സായി പോയിട്ടുണ്ടാവും. അച്ഛനും അതിലെങ്ങനെ പോകേണ്ടത് കാരണം എല്ലാം മോള് കയറി പോകും, അല്ലെങ്കിൽ അപ്പുറത്തെ റൂമിൽ കയറിക്കാവും. അങ്ങനത്തെ ആൾക്കാരുണ്ട്, ഫേസ് ചെയ്യാൻ പോലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അങ്ങനത്തെ ആൾക്കാർ. എൻ്റെ ലൈഫിൽ ഞാൻ ഫോളോ ചെയ്യുന്നൊരു കാര്യം കേട്ടോ. ഏകദേശം ഒരു 1 year ആവാനായി. എൻ്റെ ഡെയിലി ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോണതിന് മുന്നേ എൻ്റെ ഉമ്മാക്ക് നെറ്റിയിലൊരു ഉമ്മ കൊടുത്തിട്ട് ഞാൻ പോകാറുള്ളൂ. ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്നതാണ്. ഞാൻ എല്ലാ ക്ലാസ്സിലും റിപ്പീറ്റ് ചെയ്യാൻ കാരണം എന്താ അറിയോ, ഏതെങ്കിലും ഇപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ വന്നവരായിരിക്കില്ല ഈ ക്ലാസ്സിൽ ഉണ്ടാവുക. കഴിഞ്ഞ ക്ലാസ് കണ്ടവരായിരിക്കില്ല യൂട്യൂബിൽ അത് കാണുന്നുണ്ടാവുക. അതിൽ ആരെങ്കിലും ഒന്ന് ചെയ്യാൻ തുടങ്ങി കിട്ടിയാൽ ഒറ്റ ആള് മതി. ഒറ്റ ആള്, ഞാനൊരു 8 പ്രാവശ്യം പറഞ്ഞിട്ട് ഒറ്റ ആള് ചെയ്യാൻ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അവരും അവരുടെ പാരന്റ്സുമായിട്ടുള്ള ബന്ധം ഊഷ്മളമായി കഴിഞ്ഞാൽ മൊത്തത്തിൽ ഇമ്പ്രൂവ്മെന്റ് വരും. ഈ പാരന്റ്സിന്റെ പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ, അതിനോളം വെയിറ്റ് ഉള്ള ഒരു പ്രാർത്ഥന ഈ ലോകത്തില്ല. അതെല്ലാവരും മനസ്സിൽ വെക്കുക. അങ്ങനത്തെ കണക്ഷൻ ബിൽഡ് ചെയ്യാൻ ആഗ്രഹമുള്ളവർ ചെയ്യാം. അപ്പം പാരന്റ്സിനെ, വൈഫിനെ, ഹസ്ബൻഡിനെ ഒക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം വൈഫ് അടുക്കളയിലാണ്, അപ്പൊ അങ്ങനെയാണ് എന്തെങ്കിലും ഒരു ചെറിയ ഹെൽപ്പ്, എന്തെങ്കിലും മുറിച്ചിട്ട് കൊടുക്കാനോ, കുറച്ച് സമയം ഒരു സന്തോഷത്തിന്, ഫുള്ളെല്ലാം കൂടി ചെയ്യണം എന്നല്ല, പക്ഷെ അവർക്കൊരു സന്തോഷത്തിന് നമ്മളുണ്ട് അവരുടെ കൂടെ എന്നുള്ള ഫീലിംഗ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യാം. ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ ഞാൻ അധിക സമയത്തും കുറച്ച് ലേറ്റ് ആവലുണ്ട്. എൻ്റെ പഠനവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവിടേക്ക് എത്തുമ്പോഴേക്കും അല്ല ആൾ തന്നെ 7:15 ആകുമ്പോൾ പോകും. അപ്പൊ ഞാനും ഒരു 7 ആകുമ്പോൾ ഞാനും അവിടേക്ക് എത്തും. അപ്പോൾ എന്തെങ്കിലും കുറച്ചു നേരം ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ക്ലീൻ ചെയ്യുക കാര്യങ്ങളോ, അല്ലെങ്കിൽ ഞാൻ ലേറ്റ് ആയാലും ഞാൻ അവിടെ കുറച്ച് പാത്രങ്ങളൊക്കെ എടുത്ത് കഴുകി വെക്കും. അങ്ങനെ എന്തെങ്കിലും ഞാൻ പറഞ്ഞ എല്ലാം ചെയ്തിട്ട് അങ്ങനെ നല്ല, പക്ഷെ എന്നാലും പറ്റുന്ന രീതിയിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഭയങ്കര അവർക്ക് സമയം സേവ് ചെയ്യുന്നത് മാത്രമല്ല മാനസികമായിട്ട് ഭയങ്കര സന്തോഷമായിരിക്കും. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾക്ക് വാല്യൂ ഉണ്ട് എന്നുള്ളൊരു ഫീൽ ഉണ്ടാവും. അപ്പൊ അത് ഇതാണ് സെർവ് ഓർ ഹെൽപ്പ് യുവർ പാരന്റ്സ് ഓർ വൈഫ് ഓർ ഹസ്ബൻഡ്. അത് തിരിച്ചും ചെയ്യണം കേട്ടോ.
ഹസ്ബൻഡ് എന്തെങ്കിലും കാര്യങ്ങൾക്ക് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഹെൽപ്പുകൾ അങ്ങോട്ടും ചെയ്തു കൊടുക്കാം. പിന്നെ ഡെയിലി ഒന്ന് ബെഡ് അറേഞ്ച് ചെയ്യുക, അതൊക്കെ നമ്മൾ നോർമലി പറയുന്നതാണ്. പിന്നെ ഡിസ്കണക്ട് വിത്ത് സ്ക്രീൻസ്, ഈ പറഞ്ഞിട്ടുള്ള ഒരു 5 മണി മുതൽ 7 വരെ എണീക്കണം കേട്ടോ. 5 മണിക്ക് എണീച്ചാലേ ഈ സമയത്തിന് വാല്യൂബിൾ ഇട്ടിട്ടല്ല, പിന്നെ കുഴപ്പമില്ല. 9 മണിക്ക് എണീക്കുകയാണ് പിന്നെ ഈ രാവിലത്തെ പ്രശ്നമൊന്നുമില്ല. എന്താ പറയുക, രാവിലെ ശരിക്കും നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്ക് ഭയങ്കര പവറാണ്. അത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അത് 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 എക്സ്പീരിയൻസ് ചെയ്യാത്തവർക്ക് മനസ്സിലാവില്ല. എക്സ്പീരിയൻസ് ചെയ്താണ്ടല്ലോ നമ്മൾ നോർമൽ ഡേയിൽ ചിന്തിക്കുന്ന രീതിയിലല്ല മോർണിംഗ് ടൈമുള്ള ചിന്ത ഉണ്ട് ഭയങ്കര. ഞാൻ സത്യം പറഞ്ഞാൽ ഈ ബുക്ക് എഴുതുന്ന സമയത്ത് ഞാനിങ്ങനെ ചേഞ്ചുകളൊക്കെ വരുത്തുക ആ ടൈമിലാണ്. കുറച്ചുകൂടി ആളുകൾക്ക് എഫക്റ്റീവ് ആക്കുക എന്ത് കാര്യം, ബുക്കിന്റെ കാര്യം മാത്രമല്ല കേട്ടോ. ഞാനിപ്പോ ഒരു ക്ലാസ്സിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ രാവിലെ ടൈമിലാണ് ഞാൻ ചെയ്യാം. ഭയങ്കര ഫ്ലോ ആയിരിക്കും. നമുക്ക് എല്ലാവർക്കും ഒരു ഫ്ലോ സ്റ്റേറ്റ് ഉണ്ട്. നമുക്കൊരു നമ്മൾ നേരത്തെ പറഞ്ഞ 5 സെൻസസ് ഉണ്ടല്ലോ, 5 സെൻസസിന്റെ പുറത്ത് ഒരു 6th സെൻസ് ഉണ്ട്. മീൻസ് നമ്മൾ ആ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നുണ്ട്. നമ്മളുടെ ചില ആൾക്കാർ അതിനെ യൂണിവേഴ്സൽ പവർ എന്ന് പറയുന്നുണ്ട്, പലതും ചില ആൾക്കാർ പടച്ചവൻ എന്ന് പറയുന്നുണ്ട്. അതിലേക്ക് ഇങ്ങനെ കണക്ട് ആയിട്ട് ഇരുന്നിട്ട് നമുക്ക് എന്തൊക്കെയോ നമ്മളിലേക്ക് ഇങ്ങനെ ഒഴുകുന്നതായിട്ടൊക്കെ ഫീൽ ചെയ്യും. അത് അനുഭവിച്ചറിയേണ്ടതാണ്. ആ സമയത്ത് ഭയങ്കരമായിട്ട് കിട്ടുന്ന ഒരു കാര്യമാണ്. നല്ലൊരു മെഡിറ്റേഷൻ ഒക്കെ ചെയ്തല്ലേ, യോഗ എന്തെങ്കിലും ഒരു മൈൻഡ് എക്സസൈസ് ഒക്കെ ചെയ്തിട്ട് ഇങ്ങനെ ആരോ വൈറ്റ് ബോർഡ് യൂസ് ആക്കുന്നുണ്ട്. അല്ലല്ല, അതുപോലെ തട്ടിപ്പോയത് നമ്മൾ. വിപിൻ സാർ ഒന്ന് ശ്രദ്ധിക്കണേ. അപ്പോ നമ്മൾ പറഞ്ഞു തന്നത് പറഞ്ഞു ഫ്ലോ സ്റ്റേറ്റ്. അപ്പൊ ഈ മോർണിംഗിലെ ടൈമിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. പിന്നുള്ളത്, നിങ്ങളിപ്പോ അഥവാ ഉച്ച സമയത്തൊക്കെ ഇപ്പം വർക്ക് ചെയ്യുന്നവർക്ക് അത് പോസിബിൾ ആണോ എന്നറിയില്ല. ചില കമ്പനികളിലൊക്കെ അത് ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് ടൈം റെസ്റ്റ് എടുക്കാം. ഉച്ചക്കൊക്കെ ടയേർഡ് ആണെങ്കിൽ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം കുറച്ചൊരു 10 മിനിറ്റ് ഒരു പവർ നാപ്പ് എടുക്കുക എന്ന് പറയും. അത് ശരിക്കും ഭയങ്കര നമ്മൾക്ക് റിജുവിനേഷൻ തരുന്ന ഒരു കാര്യമാണ്. ഉച്ചക്കത്തെ നിസ്കാരമോ കാര്യങ്ങളോ കഴിഞ്ഞതിന് ഫുഡ് കഴിച്ചതിന് ശേഷം ടൈം ഉണ്ടെങ്കിൽ കുറച്ച് നിങ്ങൾക്ക് അത്രയും ടയേർഡ് ആണെങ്കിൽ ഒരു 10 മിനിറ്റ് ടേബിളിൽ തല ചായച്ചിട്ടാണെങ്കിലും ഒന്ന് ഇരിക്കാൻ പറ്റുകയാണെങ്കിൽ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അതൊന്ന് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഡെയിലി എന്ന് വെച്ചോണം എന്തെങ്കിലും ഒരു പുതിയ കാര്യമെങ്കിലും നിങ്ങളുടെ കഴിവുകളുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ലേൺ സംതിങ് ന്യൂ. അതിപ്പോ പുസ്തകം വായിച്ചിട്ടായിരിക്കാം, ഓഡിയോ ബുക്ക്. ചിലപ്പം ഞാൻ ചില സമയത്ത് ഓഡിയോ ബുക്സ് ആ കേൾക്കാറ്. കുക്കു FM പോലുള്ള ആപ്പുകൾ അല്ലെങ്കിൽ യൂട്യൂബിൽ തന്നെ കേൾക്കും. ഓരോ ബുക്കുകളുടെ സമ്മറി ഉണ്ടാവും, അല്ലെങ്കിൽ ചില കോൺസെപ്റ്റുകളെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടാവും. അത് നമ്മൾ ഫ്രീ ആയിട്ട് ലേൺ ചെയ്യല്ലേ. നമ്മൾ പറയാറുണ്ട് നമ്മൾ കാണുന്ന കാര്യങ്ങളും കേൾക്കുന്ന കാര്യങ്ങളുമാണ് 94% നമ്മളുടെ ബോധ മനസ്സിലേക്ക് എടുക്കുന്നത്. അപ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ ഇങ്ങനെ യാത്രകൾ ചെയ്യുന്ന സമയത്തും പാട്ടുകൾ കേട്ടിട്ട് വെറുതെ സമയം വേസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ കേൾക്കാനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ അപ്ഗ്രേഡ് ആയി വരും. നമ്മൾ പറയുന്ന കാര്യങ്ങളിലൊക്കെ ഇതൊക്കെ മിക്സ് ആയിട്ടാണ് വരിക. നമ്മളൊരു കാര്യത്തെ പറ്റി ചിന്തിക്കുന്ന സമയത്ത് ഈ മുടി ഉണ്ടല്ലോ, നമ്മൾ ഈ മുടി വെട്ടിയിട്ട് ബാർബർ ഷോപ്പ് ഒന്ന് മനസ്സിൽ വെക്കുക. ഇപ്പം ലേഡീസ് ആണെങ്കിലും ജെന്റ്സ് ആണെങ്കിലും കുട്ടികളുടെ മുടി ചെയ്യാനൊക്കെ പോകുന്നുണ്ടല്ലോ. അപ്പൊ ആ ബാർബർ ഷോപ്പില് ഈ മുടി വെട്ടിയിട്ടടുത്തേക്ക് കുറച്ച് വെള്ളം ഇങ്ങനെ ഒഴുക്കി വിട്ടാൽ എങ്ങനെ ഉണ്ടാവും? ഓട്ടോമാറ്റിക്കലി ആ മുടി എല്ലാം കൂടെ ഇങ്ങനെ ചൊറഞ്ഞ് പറഞ്ഞ് ഇങ്ങനെ ഈ സെപ്പറേറ്റ് ആയി നിന്നിരുന്ന മുടി എല്ലാം കൂടെ ഒരു ഒട്ടിപ്പിടിക്കൂലേ? ഇതേപോലെ അത് പറഞ്ഞത് ഇന്ന് ഞാനിപ്പോ ഇങ്ങനെ വാഷ്റൂമിൽ നിന്ന് ചിലപ്പോ ഇങ്ങനെ ഓർമ്മയപ്പം ഒരു കാര്യം പറയാട്ടോ. എന്താ സംഭവിച്ചാല് നമ്മളുടെ ന്യൂറോൺസ് ഉണ്ടല്ലോ, നാഡീ ഞരമ്പുകൾ എന്ന് പറയും. നമ്മളുടെ ന്യൂറോൺസ് ത്രൂ ആണ് നമ്മളുടെ തലച്ചോറിൽ നിന്ന് നട്ടലിലേക്ക് എത്തിയിട്ട് നട്ടലിൽ നിന്നാണ് ഓരോ അവയവങ്ങളിലേക്കുള്ള മെസ്സേജസ് പാസ് ചെയ്യുന്നത്. ഈ ന്യൂറോൺസ് എന്താ പ്രത്യേകത അറിയോ? ഒരു ന്യൂറോണ് മറ്റൊരു ന്യൂറോണിലേക്ക് കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സ്ഥിരമായിട്ട് പഠിക്കുമ്പോൾ ഓൾറെഡി നമ്മൾ പഠിച്ചു വെച്ച കാര്യങ്ങളുടെ ഒരു ന്യൂറൽ നെറ്റ്വർക്ക് ഉണ്ടാവും. ആ നെറ്റ്വർക്കിലേക്ക് പുതിയ മുടി വന്ന് ചേരും പോലെ പുതിയൊരു ന്യൂറോൺസ് വന്ന് ചേരും. ദാറ്റ് മീൻസ് അപ്പൊ നമ്മൾ പുതിയ അറിവുകൾ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ ന്യൂറൽ നെറ്റ്വർക്ക് ഭയങ്കര സ്ട്രോങ് ആവും. ന്യൂറൽ നെറ്റ്വർക്ക് സ്ട്രോങ് ആയ എന്താ സംഭവിക്കുക അറിയോ? നമ്മളൊരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴേക്ക് നിമിഷ നേരങ്ങൾ കൊണ്ട് പെട്ടേന്ന് ഇങ്ങനെ ഫ്ലോ ചെയ്യും. അത് നമ്മൾ ആ സമയത്ത് പിന്നെ നമ്മൾ അതിനു വേണ്ടി ഇപ്പൊ സ്പെഷ്യൽ എഫേർട്ട് എടുത്ത് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ഫ്ലോ ചെയ്യും. കാരണം അത് നമ്മളുടെ ബ്രെയിനിലുള്ള ബേസൽ ഗാംഗ്ലിയും നമ്മളുടെ ന്യൂറൽ നെറ്റ്വർക്കും ഒക്കെ ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ ജസ്റ്റ് പറഞ്ഞത്. നിങ്ങളത് മുടികളെ കുറിച്ച് ചിന്തിച്ചാൽ മുടികൾ ഒട്ടിപ്പിടിക്കുന്ന വെള്ളമാകുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കുന്ന പോലെ ഒരേ അറിവുകളെ കുറിച്ച് നമ്മൾ സ്ഥിരമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഉള്ളിൽ ഇതേപോലെ മുടികൾ
ചേരുന്ന രീതിയിൽ ന്യൂറോൺസ് തമ്മിൽ ചേരും. ആ നെറ്റ്വർക്ക് ഭയങ്കര സ്ട്രോങ് ആയി മാറും. ഈ പിന്നെ പിന്നെ അതിൽപ്പെട്ട ഒരു കാര്യം, ഓഡിയോ ബുക്ക് കേൾക്കാം, പോഡ്കാസ്റ്റ് കേൾക്കാം, പുസ്തകങ്ങൾ വായിക്കാം, എന്തെങ്കിലും രീതിയിൽ പുതിയ എന്തെങ്കിലും ഒരു കാര്യം ഒരു 10 to 20 മിനിറ്റ് എങ്കിലും പുതിയൊരു കാര്യം പഠിക്കാൻ വേണ്ടിയിട്ട് എത്ര തിരക്കാണെന്ന് നമ്മൾ പറഞ്ഞാലും നമ്മൾ വേണമെന്ന് വിചാരിച്ചാൽ നമുക്ക് സമയം കണ്ടെത്താൻ പറ്റും. നമ്മൾ തിരക്കാണ്, മക്കളുണ്ട്. ഹലോ ഷനാസ് ഈ ഓഡിയോ ബുക്കില്ലേ ഏത് ആപ്പിലാ കേൾക്കുന്നതെന്ന് പറയോ? ഞാൻ ചെയ്യുന്നത് മാം കുക്കു എഫ് എം ആയിരുന്നു. പക്ഷെ അതിൽ കുക്കുവോ? കുക്കു KU എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. പക്ഷെ അതിൽ ഞാൻ നോക്കിയ സമയത്ത് മൈൻഡും സൈക്കോളജിയും ബിസിനസ് റിലേറ്റഡ് ഒക്കെ കുറെ പുസ്തകങ്ങൾ ഉണ്ടെങ്കിലും അതിൽ കുറെ ആവശ്യമില്ലാത്ത കുറെ പുസ്തകങ്ങളും ഉണ്ട്. അപ്പൊ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തത്. ഞാനത് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്ക് അതിന്റെ പരസ്യവും കാര്യങ്ങളും അങ്ങനെ വന്നപ്പോൾ ഞാനത് അൺസബ്സ്ക്രൈബ് ചെയ്തു. ഇപ്പൊ ഞാൻ യൂട്യൂബ് തന്നെ യൂസ് ചെയ്യുന്നത്. അതിന് മന്ത്ലി പേയ്മെന്റ് ഉണ്ട്. കുക്കു എഫിന് മന്ത്ലി എനിക്കൊന്ന് 450 അങ്ങനെ എന്തോ ആയിരുന്നു. ഒരു 3-4 മാസം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ പിന്നെ യൂട്യൂബ് ചില ഇതിനകത്ത് നമ്മളെ ബുക്ക് റീഡ് ചെയ്യുന്നത് കേൾക്കാൻ അല്ലെങ്കിൽ നമ്മളെ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതായിരിക്കുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ആപ്പ് യൂസ് അതിൽ പ്രസന്റേഷൻ നല്ലതായിരിക്കും. ആ ഓപ്ഷൻ അതിലുണ്ട്. അതിൽ ചില പുസ്തകങ്ങളുടെ ഇങ്ങനെ വായിച്ച് ഇങ്ങനെ പോകും. ഫുള്ള് കണ്ടന്റ് ഉണ്ടാവും. ചില പുസ്തകങ്ങളുടെ റിവ്യൂ ഉണ്ടാവുക. മീൻസ് ഒരു മണിക്കൂറിലേക്കൊക്കെ ഒരു പുസ്തകം മൊത്തം ഒരു 200-300 പേജുള്ള പുസ്തകത്തിനെ ഒരു മണിക്കൂറിലേക്ക് ഷോർട്ട് ആക്കിയിട്ട് പറയുന്ന രീതിയിലാണ് അതിലുള്ളത്. ഓരോരോ മൊഡ്യൂളുകളായിട്ട് ഇങ്ങനെ കേട്ട് പോവാം. പോഡ്കാസ്റ്റ് ചാനൽസ് സജസ്റ്റ് ചെയ്യാം. പോഡ്കാസ്റ്റ് ചാനൽ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചെണ്ണം സേവ് ചെയ്ത് വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ ഈ ഷാരിഖ് ഷംസുദ്ദീൻ ഇപ്പൊ കഴിഞ്ഞ ദിവസമോ മറ്റേ VD സതീശൻ അവരും ഷാരിഖ് ഷംസുദ്ദീനായിട്ടുള്ളതൊക്കെ നിങ്ങൾ പൊളിറ്റിക്സിനെ കുറിച്ചൊക്കെ അറിയാൻ ഇപ്പം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് അറിയണമെങ്കിൽ അത് വാച്ച് ചെയ്താൽ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള പോഡ്കാസ്റ്റ് ആണ്. ഞാൻ പൊതുവെ പോഡ്കാസ്റ്റുകൾ കേൾക്കൽ കുറവാണ്. ഞാൻ കേൾക്കാറ് ഇങ്ങനെ പുസ്തകങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ പേഴ്സണൽ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് കേൾക്കാറ് കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞത് ഫാമിലിന്റെ കൂടെയുള്ള സമയം. പിന്നെ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. പറ്റെങ്കിൽ നിങ്ങളിപ്പോ വീട്ടിലാണെങ്കിൽ ഒന്ന് രാത്രിയത്തെ ഭക്ഷണമെങ്കിലും, രാവിലത്തെ ഇപ്പൊ തിരക്കാണ്, രാവിലെ എണീച്ച് പോവുക. റിയാസ് ഹക്കീം സാറിന്റെ കോംഷോ സെറ്റാണ്, ഓക്കെയാണ്. റിയാസ് ഹക്കീം സാറ് പിന്നെ പ്ലെന്റി ഓഫ് കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും. 1-2 ഒന്നല്ല. സാർ അതല്ല ബുക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ളതോ അല്ലെങ്കിൽ മെന്റൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതോ ചാനൽസ് സജസ്റ്റ് ചെയ്താലും മതി. സാർ ഇപ്പൊ പറഞ്ഞ പോലെ. ഓക്കെ. ഇത് പുസ്തകങ്ങൾ ഞാൻ ലിസ്റ്റ് ആണ് നിങ്ങൾക്ക് അയച്ചുതരാം. നിങ്ങൾ ജസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്പറിലേക്ക് അത് അയച്ചാൽ മതി. ലിസ്റ്റ് തന്നെ അയച്ചുതരാം. കുറെ ഓൾറെഡി വായിച്ച പുസ്തകങ്ങളും വായിക്കാൻ ലിസ്റ്റുള്ള പുസ്തകങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഇമ്പ്രൂവ്മെന്റ് പറ്റും. പിന്നെ എന്താ അറിയാം, ഒരു ദിവസത്തിൽ ഒരു നേരമെങ്കിലും വീട്ടിൽ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക. അപ്പം ഫാദർ, മദർ, മക്കള് എന്നുള്ള രീതിയിൽ വൈഫ് എല്ലാവരെയും കൂടെ കൂട്ടിയിട്ട് ഒരു നേരമെങ്കിലും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ നോക്കുക. രാവിലെ ആയാലും കുഴപ്പമില്ല, രാത്രി ആയാലും കുഴപ്പമില്ല. ഉച്ചക്ക് ചിലപ്പം പലരും പല റൂട്ടിലായിരിക്കും. അപ്പൊ അത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാണ്ടല്ലോ, പൊതുവെ സംസാരിക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാർ പോലും നമ്മൾ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഡിസ്കഷൻ വരും. പേഴ്സണൽ ഡെവലപ്മെന്റ് ബുക്ക്. പേഴ്സണൽ ഡെവലപ്മെന്റിന്റെ ഒരു ബുക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞ ദ കോമ്പൗണ്ട് എഫക്റ്റ് ഉണ്ട്. പിന്നെ ഉള്ളത് ആറ്റോമിക് ഹാബിറ്റ്സ് ഉണ്ട്. ഒരുപാട് പുസ്തകങ്ങളുണ്ട്, ഇഷ്ടം പോലെ പുസ്തകങ്ങളുണ്ട്. പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് ഉണ്ട്, സീക്രട്ട് ഉണ്ട്, തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് ഉണ്ട്. പല കാര്യങ്ങൾ പലതും ഉണ്ട്. ഇപ്പോ എനിക്ക് ഒരാള് കഴിഞ്ഞ ദിവസം കൊണ്ടുതന്ന ബുക്കാണ് ജെഫ് കെല്ലറുടെ ആറ്റിറ്റ്യൂഡ് ഇസ് എവറിത്തിങ് എന്ന് പറഞ്ഞ ബുക്ക്. അത് നല്ല ബുക്കാണോ? ഞാൻ വായിച്ചിട്ടില്ല മാം, പക്ഷെ ആ പേര് കേട്ടിട്ട് എന്തായാലും നല്ലതാവാനേ ചാൻസ് ഉള്ളൂ. ഞാൻ എന്റെ ലൈഫിൽ വായിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ അത് ഞാൻ ഡെയിലി 10 pages വായിക്കണം എന്ന് വിചാരിച്ചു. പക്ഷെ അതങ്ങോട്ട് നീങ്ങുന്നില്ല. പല വർക്ക് വരുമ്പോ അതിങ്ങനെ പോസ്റ്റ്പോൺ ചെയ്തു പോകുന്നു. അതാണ്. അല്ല മാം, അത് ഇപ്പം മാം പറഞ്ഞിട്ടില്ലായിരുന്നു കുറച്ച് സമയം സ്ക്രീൻ ടൈം ഒന്ന് സേവ് ചെയ്യണമെന്ന്. ആ സമയം അത് വായിക്കുന്നതിലേക്ക് സ്പെൻഡ് ചെയ്താൽ മതി. എന്താ സംഭവം എന്നറിയാം, കുറച്ച് ദിവസം അതൊന്ന് ഫോളോ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്താവും, നമ്മളുടെ ന്യൂറൽ നെറ്റ്വർക്ക് ആ സമയം ആവുമ്പോൾ നമ്മൾ ഇപ്പം രാവിലെ എണീച്ച് കഴിഞ്ഞാൽ നേരെ പോയി പല്ലേക്കുന്നില്ല. അതാരോ പറഞ്ഞിട്ടാണോ? വാഷ്റൂം പോകുന്നു, പല്ലേക്കുന്നതൊക്കെ ഇതേപോലെ പ്രോസസ്സായി മാറും ദിവസവും പുസ്തകം വായിക്കുക എന്നുള്ളത്. 21 ദിവസം മിനിമം
21 ദിവസം നമ്മളൊരു കാര്യം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മളുടെ ശീലമായിട്ട് മാറും. അത് ബേസൽ ഗാംഗ്ലിയയിൽ വന്ന് ഹാബിറ്റ് ആയിട്ട് ഫോം ആയിട്ട് ഓരോ സമയമാകുമ്പോൾ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് നിന്ന് ഇങ്ങനെ മെസ്സേജുകൾ വരും, ഇങ്ങനെ ചെയ്തോ അങ്ങനെ ചെയ്തോ എന്നുള്ള രീതിയിൽ. അപ്പൊ അതുകൊണ്ട് അതൊരു 100 ദിവസമൊക്കെ ആയി മാറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് അത് വലിയ ബുദ്ധിമുട്ടായി മാറ്റിയെടുക്കാൻ. അപ്പൊ നല്ല കാര്യം 100 ദിവസം കൊണ്ട് നമ്മൾ പ്രാക്ടീസ്, അതുകൊണ്ടാണ് നമ്മൾ നമ്മളുടെ ബുക്ക് 100 ദിവസത്തെ പ്രാക്ടീസ് എന്നുള്ള രീതിയിലാക്കിയത്. ഒരേ രീതിയിൽ നമ്മൾ എന്തൊക്കെ ഓരോ ദിവസം ഇമ്പ്രൂവ് അതിൽ കുറെ എക്സാമ്പിളുകൾ ഉണ്ട്. ഗ്രാറ്റിറ്റ്യൂഡിന്റെ എക്സാമ്പിളുകൾ, അഫർമേഷന്റെ എക്സാമ്പിളുകൾ, സ്പിരിച്വൽ റിലേറ്റഡ് ആയിട്ടുള്ള കുറെ എക്സാമ്പിളുകൾ, നമ്മൾ പഠിക്കാൻ പറ്റുന്ന അർത്ഥം പഠിക്കാൻ പറ്റുന്ന കുറെ കാര്യങ്ങൾ, അങ്ങനെ കുറെ കാര്യങ്ങൾ അതിൽ ഇൻക്ലൂഡഡ് ആണ്. ഞാൻ പറഞ്ഞു വന്നത് പുസ്തകങ്ങൾ വായിക്കുന്ന കാര്യം. പുസ്തകങ്ങൾ വായിക്കുന്ന സമയത്ത് ഏറ്റവും നല്ല രീതിയിലുള്ള പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള പുസ്തകങ്ങൾ വായിക്കാൻ അതല്ല, ഇത് ഫുഡ് കഴിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സമയമെങ്കിലും ഫാമിലിന്റെ കൂടെ കഴിക്കാൻ ശ്രമിക്കുക, ഒന്നത്. പിന്നുള്ളത് എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങളുടെ ഇന്റൻഷൻ ഒന്ന് ചെക്ക് ചെയ്യാം. നീയത്തുണ്ടല്ലോ, എന്തിനു വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എന്ത് തന്നെ ആയാലും വീട്ടിൽ ഫുഡ് ഉണ്ടാക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, നിങ്ങൾ ആലോചിക്കണ്ടോ ഫുഡ് ഉണ്ടാക്കുന്ന എന്തിനാ, ഭക്ഷണം കഴിക്കാൻ, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ അങ്ങനെ ഫുഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ജോലി ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ഭർത്താവിനെ അല്ലെങ്കിൽ ഭാര്യനെ നോക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, പേരൻസിനോട് നല്ല രീതിയിൽ പെരുമാറുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, മക്കളെ നോക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, പണം ഉണ്ടാക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്. എന്താ സംഭവം എന്നറിയോ? റീചെക്ക് യുവർ ഇന്റൻഷൻ ഹിയർ ആൻഡ് ഹിയർ ആഫ്റ്റർ. ദുനിയാവും ആഹിറവും എന്നുള്ള ചിന്ത എല്ലാത്തിലും വരുന്നുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കാം. ഇപ്പൊ ആഫ്റ്റർ ലൈഫിൽ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. ആ മരണശേഷമുള്ള എല്ലാ ദിവസവും ഉറങ്ങുന്നതിന്റെ മുന്നേ മരണത്തെക്കുറിച്ച് ചിന്തിക്കാം. മരിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും എൻ്റെ ജീവിതം, എൻ്റെ ഒരു അവസ്ഥ. ചിലപ്പം ചില ആൾക്കാരോട് ഭയങ്കര ദേഷ്യവും വെറുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം. നമ്മൾ ചിലപ്പോൾ അങ്ങോട്ട് ഭയങ്കര ഹേർട്ട് ചെയ്ത ആൾക്കാരുണ്ടാവും. അങ്ങനത്തോരോടൊക്കെ മാപ്പ് ചോദിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് തീർത്താണ്. കാരണം നമ്മൾ നെക്സ്റ്റ് ഡേ നമ്മൾ ഉണ്ടോ എന്നുള്ള ഒരു ഗ്യാരണ്ടിയും ഇല്ല. അതുകൊണ്ട് മരണത്തെക്കുറിച്ച് ഉറങ്ങുന്നതിന് മുന്നേ ഒരു തവണയെങ്കിലും മരണത്തെക്കുറിച്ച് ചിന്തിക്കുക. മരണത്തിന് ശേഷം എന്തായിരിക്കും എൻ്റെ സാഹചര്യം, അത് ചിന്തിക്കുക. പിന്നുള്ളത് ലേൺ ടു സേ നോ. നോ പറയാൻ പഠിക്കുക. ചില സാഹചര്യങ്ങളിൽ നമ്മൾ നോ പറയേണ്ടി വരും. നമ്മളുടെ എനർജി, നമ്മളുടെ ഊർജം ഡ്രെയിൻ ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ അത് നമ്മൾ നോ പറഞ്ഞേ പറ്റൂ. എല്ലാത്തിനും യെസ് പറഞ്ഞിട്ട് ആർക്കും ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റൂല. നമ്മളുടെ എങ്ങനെ പോയാലും, ഞാൻ ഉദ്ദേശിച്ചത് നാളെ തന്നെ പോയിട്ട് വീട്ടിലത്തെ ഹസ്ബൻഡിനോടോ പയ്യമ്മനോടോ ദേഷ്യം പിടിക്കാനെന്നല്ല പറയുന്നത് കേട്ടോ. ഭർത്താക്കന്മാരാണ് ഭാര്യയോട് ഇങ്ങനെ പറയാനെന്നല്ല പറഞ്ഞ. ഒന്ന് മനസ്സിൽ കൊണ്ടുവരിക. മെല്ലെ മെല്ലെ കാര്യങ്ങളിൽ നോ പറഞ്ഞും പ്രാക്ടീസ്. എല്ലാം യെസ് അല്ല, ചില കാര്യങ്ങൾ നോ ആണെങ്കിൽ അത് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് ചൂടായിട്ട് പറയാൻ വേണ്ടിയിട്ടല്ല പറയുന്നത്. നേരായിട്ടുള്ള രീതിയിൽ നോ പറയാനുള്ള പ്രാക്ടീസ് കൊണ്ടുവരണം. അതൊരു ഹാബിറ്റാണ് ശരിക്കും. അല്ലാത്തവർക്ക് നോ പറയാൻ പറ്റൂല. ആര് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ ഞാൻ ചെയ്തോളാം, അതും ഞാൻ ചെയ്തോളാം, ഇതും ഞാൻ ചെയ്തോളാം എന്നുള്ള രീതിയിലാ പറയാം. അത് സെറ്റായില്ലേ? പിന്നെ വെറുതെ അങ്ങനെ നോട്ട് ചെയ്ത് വെച്ച് സെപ്പറേറ്റ് ആയിട്ട് റീചെക്ക് യുവർ ഇന്റൻഷൻ. ദുനിയാവിലേക്കും ആഖിറത്തിലേക്കും അങ്ങനത്തെ ഒരു നല്ല നെയ്യത്തോട് കൂടിയിട്ട് ദൈവത്തിൽ നിന്നുള്ള സ്നേഹം കൂടെ ആഗ്രഹിച്ചുകൊണ്ട് ഒരിറക്ക് വെള്ളം ഭർത്താവിനോ മക്കൾക്കോ കൊടുത്താണ്ടല്ലോ, അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിൽ ഇങ്ങനെ ഒരു ഇന്റൻഷൻ കയറി കഴിഞ്ഞാണ്ടല്ലോ, അതിന്റെ പവർ ഭയങ്കര ഡിഫറൻസാ. ഭാര്യനെ ഞാൻ ഹാപ്പി ആക്കുന്നത് ഭാര്യന്റെ സന്തോഷത്തിന് വേണ്ടി മാത്രമല്ല, എന്നോട് പടച്ചവൻ എൻ്റെ ദൈവത്തിന് എന്നോട് സന്തോഷവും എന്നോടുള്ള കരുണ കൂടി കിട്ടാനും വേണ്ടിയിട്ടാണെന്ന ചിന്തയിലൊന്ന് ചെയ്തു നോക്കി. നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ട്, ബിസിനസ് ചെയ്യുന്നുണ്ട്, ഞാനത് ചെയ്യുന്നത് എൻ്റെ കുടുംബം നോക്കാൻ വേണ്ടിയിട്ടും ആ കുടുംബം നോക്കുന്നതിലൂടെ എൻ്റെ ദൈവത്തിന്റെ സ്നേഹത്തിലേക്കും ആഹരണത്തിലേക്കുള്ള അങ്ങനെ ചിന്ത ഒന്നും കൂടി വൈഡർ ആയിട്ട് ചിന്തിച്ചാണ്ടല്ലോ എല്ലാ കാര്യം ചെയ്യുമ്പോൾ. ചായ ഉണ്ടാക്കുമ്പോൾ നമ്മളിങ്ങനെ ചിരിക്കും, ഇത് ഉണ്ടാക്കണം ഇയാളെ കിട്ടുന്നുണ്ട്, അടിപൊളി അടിപൊളി. അപ്പൊ എന്താ സംഭവം അറിയാം, നമ്മള് ഒരു കടമ എന്നുള്ള രീതിയിൽ ചെയ്യുന്നതിന് പകരം നമ്മൾ അത് സന്തോഷിച്ച് ഇഷ്ടത്തോടു കൂടി ചെയ്യാൻ തുടങ്ങും. ഇഷ്ടത്തോട് കൂടിയിട്ടും സന്തോഷത്തോട് കൂടിയിട്ടും സ്നേഹത്തോട് കൂടിയിട്ടും വിത്ത് ലവ് ആൻഡ് കൈൻഡ്നസ് നമ്മൾ ദുനിയാവിൽ എന്ത് ചെയ്തു കഴിഞ്ഞാൽ അതിന് ഭയങ്കര ഭംഗിയായിരിക്കും. അതിപ്പം ഭക്ഷണം ഉണ്ടാക്കുക ആയിക്കോട്ടെ, ജോലി ചെയ്യായിക്കോട്ടെ, ക്ലാസ് എടുക്കുക ആയിക്കോട്ടെ, ഫുട്ബോൾ കളിക്കുക ആയിക്കോട്ടെ, എന്താണെങ്കിലും സ്നേഹം എന്ന് പറഞ്ഞൊരു സാധനം ചാലിച്ചിട്ട് ഒറിജിനൽ സ്നേഹട്ടോ, ഡ്യൂപ്ലിക്കേറ്റ് അല്ല, ഒറിജിനൽ ചാലിച്ചിട്ട് നമ്മൾ എന്ത് കൊടുത്താലും അതിന് ഭയങ്കര ഭംഗിയായിരിക്കും. ഈ കാര്യം ഞാൻ എല്ലാ ക്ലാസ്സിലും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ അത് എന്ത് ചെയ്യുമ്പോൾ ഇന്റൻഷൻ, നീയത്ത് അല്ലെങ്കിൽ ഉദ്ദേശശുദ്ധി എന്ന് പറഞ്ഞ സംഭവം, ഉദ്ദേശത്തെ പറ്റി എല്ലാ ദിവസവും ഒരു പ്രാവശ്യം ചിന്തിക്കുക. ഞാൻ എന്ത് ഉദ്ദേശത്തില,
ഒരു വിഷമമൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ ഇപ്പൊ ഒരു അസുഖം വന്നാൽ നമുക്ക് വേണേൽ പല രീതിയിൽ ചിന്തിക്കാം. എനിക്ക് മാത്രമാണ് അസുഖം, വേറെ ആർക്കും അസുഖമില്ല, എന്താണ് ഈ അസുഖം മാറാത്ത, ആ രീതിയിൽ ചിന്തിക്കുക. വേണമെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുക, ഓരോ അസുഖം വരുന്ന സമയത്തും ഞാൻ ചെയ്തു പോയിട്ടുള്ള തെറ്റുകൾക്കുള്ള പാപമോചനം നടക്കുന്നുണ്ട്. ഫോർഗിവ്നെസ് എനിക്ക് ഞാൻ പോലും അറിയാതെ എനിക്കത് സംഭവിക്കുന്നുണ്ട് എൻ്റെ ലൈഫിൽ എന്നുള്ള ചിന്തയോട് കൂടി ചെയ്യാം. എനിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് പടച്ചവനായ ദൈവം എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കാട്ടും വലിയ ഉയർച്ചകളിലേക്ക് എന്നെ എത്തിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആണ് ഈ കാര്യങ്ങൾ നടക്കണമെന്ന് ചിന്തിക്കാം. എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ ബ്ലസ്ഡ് റീസൺ. നന്മയും തിന്മയും ദൈവത്തിൽ നിന്നാകുന്നു എന്നുള്ള ഒരു ഈമാങ്കാരത്തിൽപ്പെട്ട ഒരു കാര്യത്തിലേക്ക് നമ്മളെല്ലാം കണക്ട് ചെയ്താണല്ലോ, ഭയങ്കര സന്തോഷമായിരിക്കും ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകും. പീസ്, ഈ സമാധാനം എന്ന് പറഞ്ഞ സംഭവം ദൈവത്തിൽ നിന്ന് മാത്രം കിട്ടുന്നതാണ്. നമ്മൾ വിചാരിക്കുക നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നു. കുറെ സമ്പത്തുണ്ടായ സമാധാനം ഉണ്ടാവും, നല്ല ഫാമിലി നല്ല മക്കളുണ്ടായ സമാധാനം ഉണ്ടാവും, നല്ല മൊഞ്ചുണ്ടായാൽ നല്ല കാണാൻ ബ്യൂട്ടി ഉണ്ടായ സമാധാനം ഉണ്ടാവും, വലിയ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടർത്ത സമാധാനം ഉണ്ടാവും, ഭയങ്കര സിക്സ് പാക്ക് ബോഡി ഉണ്ടായാലും സമാധാനം ഉണ്ടാവും. അതൊന്നും സമാധാനത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കാര്യമല്ല. ആത്മീയപരമായിട്ടും കൂടെ നമ്മുടെ ലൈഫിൽ കണക്ട് ആയാൽ മാത്രമേ സമാധാനം, ദ ഒറിജിനൽ പീസ് ഓഫ് മൈൻഡ് എന്നുള്ള സംഭവം അനുഭവിക്കണമെങ്കിൽ ഈ ബോഡിയും മൈൻഡും ബ്രെയിനും മാത്രം പോരാ, സോളും കൂടെ വേണം. ദ സ്പിരിറ്റ് അല്ലെങ്കിൽ ആത്മാവ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, നമ്മളുടെ ആത്മാവും നമ്മളുടെ ശരീരവുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം എന്താ? നമ്മളത് ശ്രദ്ധിക്കുന്ന പോലുമില്ല. എല്ലാ നിമിഷത്തിലും എടുത്തിങ്ങനെ വിടുക. അല്ല, എന്താണ് നമുക്ക് ആരോ ഔദാര്യമായിട്ട് തന്ന പോലെ. ഈ ശ്വാസം എന്ന് പറഞ്ഞ സംഭവത്തിനെ നമ്മൾ സ്നേഹിച്ചു തുടങ്ങുന്ന സമയം എപ്പോഴാണോ അന്ന് മുതലാണ് നമ്മളുടെ ഈ ശ്വാസം എന്ന് പറയുന്ന സംഭവം 3-4 മിനിറ്റ്, 4 മിനിറ്റ് ഒന്നും വേണ്ട, അത് കട്ടായാണ്ടല്ലോ നമ്മളുടെ ആത്മാവിൽ നിന്നുള്ള അത് നമുക്ക് മോചനം കിട്ടിക്കഴിഞ്ഞു. നമ്മളെ ശരീരം വേറായി, ആത്മാവ് വേറായി. ആ ശ്വാസത്തിന് പോലും നമ്മൾ നന്ദി പറയാൻ തുടങ്ങും. നമ്മൾ പ്രോപ്പറായിട്ട് എന്ത് ചെയ്ത് കഴിഞ്ഞാൽ ഈ നമ്മളുടെ സോളുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞിട്ടുള്ള കാര്യം ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഒരുപാടുണ്ട്, ഒരു 10-60 കാര്യങ്ങളുണ്ട് നമുക്ക് ഡെയിലി പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കുറെ. നമുക്ക് എന്താ പറയുക, ലൈഫ് സ്കിൽസ് ഉണ്ട്, ഒരു 10 ലൈഫ് സ്കിൽസ് ഉണ്ട്, അതേപോലെ 9 ഇന്റലിജൻസസ് ഉണ്ട്. അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഈ ബുക്കിലുണ്ട്. അപ്പൊ അത് അല്ല, ഞാൻ ഈ ബുക്കിനെ കുറിച്ച് അധികം പറയുന്നില്ല, നിങ്ങൾ വിചാരിക്കുക പരസ്യം പറയാണ്. അപ്പോൾ ഞാൻ ഉദ്ദേശം എന്താ വെച്ചാൽ എല്ലാവരും ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്ന് നോർമലി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് ഇത് കൂടി ഒന്ന് ഇൻക്ലൂഡ് ചെയ്യാം. നമ്മൾ ഒന്നുകൂടി പറഞ്ഞെന്താണ്, ഡിസ്കണക്ട് ഫ്രം സ്ക്രീൻസ്, പ്രേ ഫോർ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്, മരിച്ചുപോയവർക്ക് വേണ്ടിയിട്ടും, പിന്നെ പവർ നാപ്പ് എടുക്കുന്നത് ടയേർഡ് ആകുന്ന സമയത്ത്, എന്തെങ്കിലും ഒരു പുതിയ കാര്യം പഠിക്കുന്നത്, പിന്നെ ഫാമിലിനെ ഹെൽപ്പ് ചെയ്യുന്നതും അപ്രീഷിയേറ്റ് ചെയ്യുന്നതും. അവർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഇപ്പം ഭക്ഷണം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഹസ്ബൻഡ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് അങ്ങോട്ടും അപ്രീഷിയേറ്റ് ചെയ്യുക. നിങ്ങൾ ചെയ്ത മീൻസ് പ്രശ്നങ്ങൾ മാത്രവും ദേഷ്യം പിടിക്കുന്നത് മാത്രവും ചിന്തിച്ച് നിൽക്കുന്നതിന് പകരം നല്ലത് ചെയ്യുന്നത് അതിന് നല്ലത് പറയുകയും ചെയ്യാം. അത് അപ്പൊ അത് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇങ്ങോട്ട് നന്മ കിട്ടാൻ തുടങ്ങും. പിന്നെ സ്ക്രീൻ ടൈം കുറയ്ക്കുന്നത് പറഞ്ഞു, ഇന്റൻഷൻ ചെക്ക് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു, പിന്നെ പ്രെയർ കറക്റ്റ് ആയിട്ട്, ഇപ്പം പ്രാർത്ഥന കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് പോകാത്ത ആൾക്കാരുണ്ടെങ്കിൽ അതൊന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ നോ പറയാൻ പഠിക്കുക, ഡിജിറ്റൽ ഡീടോക്സ് ബ്രേക്കുകൾ എടുക്കുക. ഇതൊക്കെയാണ് സെപ്പറേറ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെച്ചത്, ആവശ്യമുള്ളവർക്ക് ഒന്ന് എടുക്കാമല്ലോ വിചാരിച്ചിട്ട്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് പറയാനുള്ളത്. പബ്ലിക് സ്പീക്കിംഗ്, ലീഡർഷിപ്പ്, ഇമോഷൻ ഇന്റലിജൻസ്, ടൈം മാനേജ്മെന്റ്, പ്രോബ്ലം സോൾവിങ്, ക്രിയേറ്റീവ് തിങ്കിങ്, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. പിന്നെ ക്ലീനിങ്. നമ്മൾ പറയല്ലോ വീട് എല്ലാ ദിവസവും നമ്മൾ കഴിയുന്നിടത്തോളം നമ്മളെ വീട് റൂമൊക്കെ ക്ലീൻ ആക്കി കൊണ്ടുനടക്കണം. ആ ക്ലീനിങ്ങിന്റെ കൂടത്തിലേക്ക് ഈ 3 കാര്യങ്ങളും കൂടെ ക്ലീൻ ആക്കിയും വേണം കേട്ടോ. ഡെയിലി ക്ലീനിങ് നടക്കണം. ബോഡിയും മൈൻഡും സോളും, ശരീരവും മനസ്സും ആത്മാവും, അതിന്റെയും ക്ലീനിങ് നടക്കണം. അതേപോലെ രാത്രി കിടന്നുറക്കാൻ പോകുന്നതിന് മുന്നൊക്കെ നല്ല രീതിയിലുള്ള ചിന്തകൾ കൊണ്ടുവരിക. രാവിലെ എണീച്ചും ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് ചിന്തിക്കുക. നമുക്കൊരു മെഡിറ്റേഷൻ വേണ്ട, ചെയ്തിട്ട് മൊത്തത്തിൽ കലമ്പിലാക്കണ്ട. അപ്പൊ ഏതായാലും ഈ കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ എന്ന് പറയാനുള്ളത്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ടോപ്പിക് ആട്ടോ, ഹാബിറ്റ് എന്ന് പറഞ്ഞാല്. ഞാൻ അതിൽ 9 വർഷമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളായതുകൊണ്ടാണ് അങ്ങനെ കുറച്ച് ചില കാര്യങ്ങൾ കുറച്ച് കൂടിപ്പോയോ പറഞ്ഞതെന്ന് അറിയില്ല, പക്ഷെ കറക്റ്റ് ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഏതായാലും താങ്ക് യു സോ മച്ച്. ആർക്കെങ്കിലും എന്തെങ്കിലും ഇതിലേക്ക് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ചെയ്യാം, എന്തെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടെങ്കിൽ അത് പറയാം.
എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് ഉള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും നേട്ടം വരുത്തിയിട്ടുള്ള ഹാബിറ്റോ ശീലങ്ങളോ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ പറയാം കേട്ടോ. ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാൻ പറ്റുന്നവർ സംസാരിക്കാം. നബീല മാം, നിങ്ങൾ ഹാൻഡ് റൈസ് ചെയ്തതാണോ അല്ലെങ്കിൽ അറിയാതെ ക്ലിക്ക് ആയതാണോ? താങ്ക് യു സോ മച്ച്. സാർ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ആ മാം പറഞ്ഞോളൂ. സാർ ഇപ്പം ഹാബിറ്റ്സിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ അതില് ടൈം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതായത് ഇന്ന ടൈമിൽ ആ സാധനം നമ്മൾ ചെയ്യണം എന്നത് കാര്യമല്ലോ ഉണ്ടോ? സപ്പോസ് ഇപ്പൊ റീഡിങ് ടൈം ആണെങ്കിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് മാം, റീഡിംഗ് ടൈം ഒക്കെ ഏറ്റവും നല്ലത് മോർണിംഗിലാണ്. ഇനി മോർണിംഗിൽ ബുദ്ധിമുട്ട്, ഇപ്പം ചില വീട്ടിലൊക്കെ കുട്ടികൾക്ക് സ്കൂൾ വേഗം തുടങ്ങുന്ന വീടൊക്കെ ഉണ്ടാവും. അപ്പം കുട്ടികൾക്ക് ആ ഉമ്മമാർക്ക് ചിലപ്പം നേരത്തെ എണീച്ചിട്ട് റെഡി ആക്കേണ്ട ആൾക്കാർ രാവിലെ വായിക്കണമെന്നില്ല. ഉച്ചക്കത്തേക്കോ നിങ്ങൾക്ക് എപ്പോഴാണോ ഫ്രീ ഇന്ന സമയം എന്നുള്ള ഫിക്സ് ചെയ്യേണ്ട. ആ ഡേയിൽ അത് ഏത് ഹാബിറ്റ് ആയാലും ആ ഡേയിൽ കവർ ചെയ്താൽ പോരെ? മതി 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 മതി. അങ്ങനത്തെ ഒരു നിർബന്ധവും ഇല്ല. ദാറ്റ് മീൻസ് നമ്മൾ ഏത് സമയത്താണ് നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ മൾട്ടി ടാസ്കിങ് ചെയ്യാതെ ആ കാര്യം ചെയ്യുമ്പോൾ അത് മാത്രമായിട്ട് ചിന്തിച്ച് മനസ്സിനെയും ശരീരത്തിനെയും ആത്മാവിനെയും അതിലേക്ക് കണക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന എല്ലാ ലെവലുള്ള അറിവുകളും ശേഖരിക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്യണം. ഒരു പഠനം നടത്തുന്ന സമയത്ത് വെറുതെ അങ്ങനെ 10 മിനിറ്റ് വായിക്കണം, അത് ടിക്കിടണം, അതിന് വേണ്ടിയിട്ട് കിടപടപടപടേന്ന് വായിച്ചു പോയിട്ട് കാര്യമില്ല, ഒരു ഉപകാരം ഇല്ലാണ്ടായിപ്പോ. അപ്പൊ അങ്ങനെ ആ ഏത് സമയത്ത് ചെയ്താലും മതി, ഏറ്റവും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള സമയത്തിലേക്ക് അത് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഏത് സമയമായാലും കുഴപ്പമില്ല, ചെയ്യുന്ന സമയത്ത് വൃത്തിക്ക് ചെയ്യാത്തത്. താങ്ക് യു മാം. വേറെ ആരെങ്കിലും എന്തെങ്കിലും ഫീഡ്ബാക്കോ കാര്യങ്ങളോ? ഷിബില മാം എന്തെങ്കിലും പറയാനുണ്ടോ? യൂസ്ഫുൾ ആയിരുന്നോ? എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? വളരെ യൂസ്ഫുൾ ആയിരുന്നു. എനിക്ക് ഇതിൽ പറയാന്ന് വെച്ചാൽ നമ്മൾ രാത്രി കിടക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ വെച്ചാൽ ഏറ്റവും പീക്ക് ലെവലിൽ നമ്മൾ വിഷ്വലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് അല്ലെ, ദ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞൊരു ബുക്കിൽ ഞാൻ വായിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പം ആ ടൈമിൽ നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് എന്താവണമെന്നോ നമുക്ക് എന്താ ചെയ്യേണ്ട കാര്യം എന്ന് വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ലൈഫിലോട്ട് വന്നുകൊണ്ടിരിക്കും. ഞാനിപ്പോ കുറച്ച് കാലങ്ങളായിട്ട് അത് പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതന്നെ വന്നുകൊണ്ടിരിക്കണം എന്നില്ല, പക്ഷെ അതിക്കുള്ളൊരു റൂട്ട് നമുക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് നല്ലൊരു സാറ് പറഞ്ഞത് എനിക്ക് അത് പെട്ടെന്ന് ആ ബുക്ക് ഓർമ്മ വന്നു. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ് ആയിരുന്നു. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. വേറെ ആരെങ്കിലും? മുബഷിറ മാം ഇവിടെ വീഡിയോ മോഡിൽ കാണുന്നവരെ ചോദിക്കാട്ടോ, എല്ലാത്തവർക്കും പറയാം. മുബഷിറ മാം, വഫ മാം എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും ആഡ് സാറ് ചെയ്യാൻ? ഒരു സംശയം ചോദിച്ചോട്ടെ, ഈ ഗ്രാറ്റിറ്റ്യൂഡ് ഒക്കെ എഴുതാന്ന് പറയുമ്പോൾ അത് ഏത് ടൈമിൽ എഴുതാൻ നല്ലത്? അത് മോർണിംഗ് ആണ് മാം ഏറ്റവും നല്ലത്. മോർണിംഗ് ആണ് ഏറ്റവും നല്ലത്. അത് ശരിക്കും മോർണിംഗിൽ കുറച്ചും നൈറ്റിൽ കുറച്ചും എഴുതുകയാണെങ്കിൽ അതും നല്ലതാണ്. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് മോർണിംഗിൽ പറ്റൂല എന്നുണ്ടെങ്കിൽ നൈറ്റ് മാത്രം എഴുതിയാലും കുഴപ്പമില്ല. ഏതെങ്കിലും സമയത്ത് അത് എഴുതിയാൽ മതി. ഞാനൊക്കെ അത് നടക്കുന്ന സമയത്ത് തന്നെ എഴുതിക്കാളല്ല. അത് ഞാനൊരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഞാൻ ഗ്രാറ്റിറ്റ്യൂഡിൽ എഴുതും. അത് ഞാൻ എന്റെ ഫോണിലാണ് ഗ്രാറ്റിറ്റ്യൂഡിൽ ഇപ്പൊ എഴുതുന്നത്, അതുകൊണ്ടാണ്. എന്റെ നോട്ട്സിലാണ് എഴുതുന്നത്, അതുകൊണ്ടാണ്. ഇപ്പൊ പിന്നെ ഒരു 1 വീക്ക് ആയിട്ട് ഞാനത് വീണ്ടും നമ്മളുടെ ഡയറിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഡയറിയിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ടച്ച് എന്ന് പറഞ്ഞിട്ടുള്ള സെൻസും കൂടെ അതിൽ ഇൻവോൾവ് ആവും. കാണുന്നതും കേൾക്കുന്നതും, കാരണം വായിച്ചല്ലേ എഴുതുക, അപ്പോൾ വായിച്ച് കേൾക്കുകയും ചെയ്യും, കാണുകയും ചെയ്യും, ടച്ചും ഇൻവോൾവ് ആവും. സ്മെല്ലും ടേസ്റ്റും മാത്രമല്ല ഇല്ലാത്തുണ്ടാവും. അപ്പൊ ആ കൂടുതൽ സെൻസസ് ഇൻവോൾവ് ആകുമ്പോൾ നമ്മളുടെ ഉപബോധ മനസ്സിലേക്ക് പെട്ടെന്ന് കണക്ട് ആവും. അങ്ങനെ. സാർ ഒരു ഡൗട്ട് കൂടി ചോദിച്ചോട്ടെ? ഞാൻ ചോദിച്ചോളൂ. സാർ ഇപ്പൊ നമ്മൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതുന്ന കാര്യം പറഞ്ഞു. ഇപ്പൊ സപ്പോസ് ഇപ്പം നമുക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ് പറയേണ്ട ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞിട്ട് ആ സംഭവത്തെ കുറിച്ച് പറയുന്നു. അത് നമ്മൾ പറയുന്നതിനേക്കാളും എഫക്റ്റ് ആയിരിക്കും സാർ നേരത്തെ പറഞ്ഞ പോലെ ജേർണൽ ആയിട്ട് എഴുതുമ്പോൾ, മീൻസ് കൈ കൊണ്ട് എഴുതുന്ന, അങ്ങനെയല്ല ഇപ്പൊ സാറ് പറഞ്ഞ്? അതെ അതെ അതെ. എന്താ സംഭവം എന്നറിയോ? നമ്മൾ ഇങ്കിങ് ഈസ് തിങ്കിങ് എന്നാ. മീൻസ് ഒരു കാര്യം എന്ന് വെച്ചാല് നമ്മളുടെ മനസ്സിലേക്ക് അത് പറയുന്നതിനെക്കാട്ടും കൂടുതൽ കണക്ട് ആവുകയും ചെയ്യും. വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ സ്ഥിരമായിട്ട് ഒരു ബുക്കിൽ അത് എഴുതി വെക്കുന്ന സമയത്ത് അതൊരു ഡോക്യുമെന്റ് ആയി മാറും. 100 ദിവസമൊക്കെ നിങ്ങൾ ഒരു 5 ഗ്രാറ്റിറ്റ്യൂഡ് വെച്ച് എഴുതിയാൽ 500 ഗ്രാറ്റിറ്റ്യൂഡ് ആയില്ലേ. അപ്പൊ നിങ്ങൾക്ക് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അത് ജസ്റ്റ് ഇങ്ങനെ തുറന്നു നോക്കിയാൽ ഇത്രയും അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ട് ഞാൻ എന്റെ പ്രശ്നങ്ങൾ മാത്രം ചിന്തിച്ചിരിക്കുകയാണെന്ന് അറിയാതെ നിങ്ങൾക്ക് സമാധാനം കിട്ടും. ഒരു പ്രശ്നമോ 2 പ്രശ്നമല്ലേ ഉള്ളൂ, ഒരുപാട് അനുഗ്രഹങ്ങൾ ഇപ്പുറത്തില്ലേ. അപ്പൊ ഇത് നിങ്ങളുടെ സമാധാനത്തിന്റെ ബുക്കായിട്ട് മാറും ഈ സാധനം കയ്യിലുണ്ടെങ്കിൽ. ഇങ്ങനെ ഞാൻ ഉദ്ദേശിച്ച നമ്മളുടെ ഡയറി തന്നെ വേണമെന്നില്ല, നിങ്ങളുടേതായിട്ടുള്ള ഒരു ബുക്കിൽ എഴുതി പോയാലും മതി. അപ്പൊ അത് ഡോക്യുമെന്റഡ് ആവുക എന്ന് പറയും. അപ്പൊ അത് ഭയങ്കര ക്ലാരിറ്റി കിട്ടും മൈൻഡിന്.
നമുക്ക് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഒരാഴ്ച മുന്നേ നടന്ന, കഴിഞ്ഞ ശനിയാഴ്ച നടന്ന നല്ല കാര്യങ്ങൾക്ക് പറയാൻ പറ്റും, ചോദിച്ചാൽ പറയാൻ പറ്റുമോ? പറയാൻ പറ്റൂല. അത് ചിന്തിച്ചാൽ കിട്ടൂല പെട്ടെന്ന്. പക്ഷെ എഴുതി വെച്ചിട്ടുണ്ട്, സുഖമാണ്. നമ്മൾ പൊതുവെ പ്രശ്നം എന്തെങ്കിലും ഒരു പ്രോബ്ലം നടന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കഴിഞ്ഞ ശനിയാഴ്ചത്തെ നമുക്ക് ഓർമ്മ ഉണ്ടാവും. പക്ഷെ നല്ലത് നമുക്ക് മനുഷ്യന്മാർക്ക് പൊതുവെ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. നെഗറ്റീവിലേക്ക് നമ്മൾ പ്രോഗ്രാം ചെയ്ത് സിനിമയും ഈ ഫുള്ള് സോഷ്യൽ മീഡിയ ഒക്കെ നെഗറ്റീവ് കണ്ട് നെഗറ്റീവിലേക്ക് ഒരു ഭയങ്കര ആകർഷണം ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുന്നു, അധിക റീൽസ് തുടങ്ങുമ്പോഴും എന്തെങ്കിലും ഒരു നെഗറ്റീവിലാണ് തുടങ്ങുക, പക്ഷെ ഉള്ളിൽ പോസിറ്റീവ് ആയിരിക്കും. പക്ഷെ ആൾക്കാർ കാണാൻ തുടങ്ങണമെങ്കിൽ നെഗറ്റീവ് മുന്നിൽ വേണം. നെഗറ്റീവ് ആൾക്കാർക്ക് ആവശ്യം. അത് പ്രോഗ്രാം ആയി പോയതാ, നമ്മളെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം എക്സാമ്പിൾ പറയാം, റിയാസ് ഹക്കീം സാറിന്റെ വീഡിയോയിലൊക്കെ ആദ്യം തന്നെ റിയാസ് ഹക്കീം സാർ ചൂടാകുന്നത് ആദ്യം ഉണ്ടാവുക, പക്ഷെ ഉള്ളിൽ കണ്ടന്റ് ആയിരിക്കും. എക്സാമ്പിൾ പറഞ്ഞതാ. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇറങ്ങിയിട്ടോ, അമ്മോ എമ്മാരി അഭിനയാണ്. എന്നോട് അന്ന് സാറ് മിസ്ന അന്ന് ഫെസ്റ്റിന് വന്ന സമയത്ത് കുറെ നേരം സാറിന്റെ കൂടെ ഫുഡ് കഴിക്കാനും ഒക്കെ കോഴിക്കോടൊക്കെ കറങ്ങിയിരുന്നല്ലോ. അപ്പൊ ആ സമയത്ത് സാറ് ഞാൻ പറയും, എനിക്ക് സിനിമാ നടനാവാനായിരുന്നു ഇഷ്ടം പണ്ട്. സത്യം പറഞ്ഞാൽ ഇപ്പൊ സിനിമയിൽ അഭിനയിക്കും പോലെ നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ട് സാറ് റീൽസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ത് അടിപൊളിയായിട്ടുള്ള അഭിനയാണ്. കഴിഞ്ഞ ദിവസം വീഡിയോയ്ക്ക് 5 മില്യൺ വ്യൂസ് ഒക്കെ ആയി തോന്നുന്നുണ്ട്. ഒരു ഇങ്ങനെ മറ്റേ ക്രെഡിറ്റ് കാർഡിലെ ലോണിന്റെ കാര്യമൊക്കെ പറയുന്ന വീഡിയോ. നല്ല എന്തായാലും അങ്ങനെ വീഡിയോ ഞാനൊക്കെ അതെ കണ്ടിരുന്നു. അമ്മാരി നമ്മൾ അഭിനയ സ്റ്റെക്ക് ആവുന്ന ഒരു വീഡിയോ ആയിരുന്നു അത്. അതിലിങ്ങനെ ചിന്തിച്ചിരുന്ന് നോക്കുന്നു. വിട്ട് ആക്ടിങ്. ഉമ്മ വേറെ മരിച്ചിട്ട് പോവാൻ പറ്റായിട്ടില്ലേ? yes, അടിപൊളിയായിരുന്നു. ഭയങ്കര വീഡിയോ ആണ്. കൊണ്ടുപോകും ആൾക്കാർക്ക്. പിന്നെ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും ഫീഡ്ബാക്കോ ആഡ് ചെയ്യാനോ? ഹലോ ഹലോ ആർഫാന പറഞ്ഞോളൂ. ഇതില് സാറ് എനിക്ക് തോന്നുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫോൺ ഇന്നിപ്പോ ഇങ്ങനെ എഴുതിയ സമയത്താണ് മനസ്സിലാവുന്നത് ഞാൻ ശരിക്കും ഇപ്പൊ എക്സസൈസിന്റെ കാര്യത്തില് അത് ചെയ്യുന്നില്ല. എനിക്ക് ഇപ്പൊ ഇങ്ങനെ വിചാരിക്കുന്നല്ലാണ്ട്, പക്ഷെ ഇപ്പൊ ഞാൻ അത് എഴുതുന്ന സമയത്ത് നമ്മൾ കാണുന്ന സമയത്തുണ്ടല്ലോ, ഞാനവിടെ 0 ആണ് എഴുതിയത്. അപ്പൊ എനിക്ക് വല്ലാത്തൊരിത് തോന്നുക, കാരണം ഫിസിക്കലി പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഇനി എന്തായാലും അത് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാനിപ്പോ കുറച്ചു കാലമായിട്ട് എന്താ പറയുക, ഒരു 4:30 ആ ഒരു സമയത്ത് എണീക്കും. ആ ഒരു നിസ്കാര കാര്യങ്ങള്, ഗ്രാറ്റിറ്റ്യൂഡ്, മെഡിറ്റേഷൻ, അങ്ങനെ അഫർമേഷൻ, ആ രീതിയിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് അന്നത്തെ ദിവസം അത് രണ്ടും ചെയ്യാത്ത ദിവസം ചെയ്യുന്ന ദിവസം രണ്ടായിട്ട് തന്നെ ഫീൽ ചെയ്യലുണ്ട്. ആ ഒരു അത് സമാധാനം എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അത് സാറിങ്ങനെ പറഞ്ഞല്ലേ, സമാധാനം എന്ന് പറയുന്ന സാധനം ഞാനിപ്പോ അനുഭവിക്കുന്നത് ആ ഒരു തഹജ്ജുദൊക്കെ നിസ്കരിച്ചിട്ട് ആ ഒരു റുട്ടീൻ കറക്റ്റ് ഒരു 6-7 മണി വരെ അതൊക്കെ സമയം എനിക്ക് ഇപ്പം എനിക്ക് കിട്ടുന്നില്ല. ഞാൻ വിചാരിക്കും കുറച്ചുകൂടി നേരത്തെ എണീക്കണം. കാരണം അല്ലാണ്ട് എങ്ങനെ വിചാരിക്കണം, ഇതെങ്ങനെ ഉറങ്ങാണ്ടിരിക്കുക, സുബീന സമയത്ത് ഉറങ്ങരുത് എന്നുള്ളത് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഉറക്കമൊക്കെ ഇങ്ങനെ പിടിച്ചത്. പക്ഷെ ഇപ്പൊ എനിക്ക് സമയം കിട്ടുന്നില്ല. ഒരു 4:30 എണീറ്റ് ആ ഒരു നിസ്കാരം, ഖുർആനോത്ത് കാര്യങ്ങളെല്ലാം ചെയ്ത് ഇത് എഴുതാനും മെഡിറ്റേഷൻ ചെയ്യുമ്പോഴത്തേക്ക് രാവിലെ വേഗമായി പോകുന്നുണ്ട് കേട്ടോ തോന്നുന്നത് കുറച്ചും കൂടെ നേരത്തെ എണീക്കണം എന്ന്. കാരണം അത്രയും എന്താണ് ഇഷ്ടത്തോട് ചെയ്യുന്നുണ്ടായിരിക്കും അത്. കാരണം അന്നേരം എനിക്ക് ആ ഒരു സമാധാനം അങ്ങനെ സംഭവം, എനിക്ക് ചിലപ്പോൾ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട്, പക്ഷെ ഞാൻ ഹാപ്പിയാണ്. എനിക്കൊരു കുലുക്കം ഉണ്ടാവില്ല അങ്ങനെ ആ ഒരു റുട്ടീനിൽ വന്നതിന് ശേഷം. അതാ ഞാൻ പറഞ്ഞത്. പക്ഷെ നല്ല ഇതുണ്ട്, എനിക്ക് ഇത് കൂടെ കിട്ടിയതിനു ശേഷം എൻ്റെ ആ ഒരു സമയം ഇനി ആ ഒരു പഠനത്തിന് വേണ്ടിയും ആ ഒരു പോസിറ്റീവ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും പിന്നെ ഈ പ്രാർത്ഥിക്കാന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അതൊക്കെ സാറടുത്ത് നിന്ന് കിട്ടുന്ന ചില പോയിന്റ് ഞാൻ എൻ്റെ ലൈഫിൽ അപ്ലൈ ഞാൻ പറയലുണ്ടല്ലോ. അതുപോലെ തന്നെ ഇന്നും കുറെ കാര്യങ്ങൾ കിട്ടി ഇന്ന് പറഞ്ഞ പോയിന്റിലൊക്കെ. ഇൻഷാ അള്ളാ നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു സോ മച്ച്. ഇത് ഹലോ ശരിക്ക് ആരെന്താ പറയാ വന്നോ? ഹലോ, ഡൗട്ട് അഭിനവ് ബ്രോ ചോദിച്ചോളി. സാർ ഈ വെളുപ്പിന് നമ്മൾ എണീക്കുന്ന കാര്യം പറയും, ഒരു 4-5 മണിക്കൊക്കെ. അപ്പൊ ആ ഒരു ടൈമിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് നമുക്ക് പെട്ടെന്ന് മുന്നോട്ട് റിസൾട്ട് കിട്ടുമോ? അതെന്താ സംഭവം എന്ന് വെച്ചാല്, ആ സമയത്ത് ഭയങ്കര മൊത്തത്തില് നമ്മളുടെ സറൗണ്ടിങ്സിലും ഇപ്പൊ റോഡിലൊക്കെ സൗണ്ട് കുറവായിരിക്കും, അല്ലെങ്കിൽ മൊത്തത്തില് എല്ലാ കാര്യങ്ങളും ഒന്ന് സ്റ്റില്ലായി നിൽക്കുന്ന ടൈമാണ്. വളരെ ചുരുക്കം ആൾക്കാർ മാത്രം എഴുന്നേറ്റ് എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന സമയമാണ്. അപ്പൊ അങ്ങനത്തെ സമയം നമുക്ക് ഫോക്കസ് ഭയങ്കര ഹൈ ആയിരിക്കും. നോർമലി ഇങ്ങനെ ഇപ്പൊ വീടിന്റെ ഉള്ളിൽ തന്നെ സൗണ്ട് കുറവായിരിക്കും, ചിലപ്പോൾ കുട്ടികൾ ഉറങ്ങായിരിക്കും, എല്ലാവരും ഉറങ്ങുന്ന ഒരു ടൈമാണല്ലോ. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഫോക്കസ് കുറച്ചും കൂടി അപ്പൊ നെറ്റ് ഓഫ് ആക്കിയിടുകയും കൂടി ചെയ്താൽ നല്ല ഫോക്കസ് കിട്ടും. ആ സമയത്ത് പിന്നെ ആരും അങ്ങനെ നമ്മളെ വിളിക്കൊന്നും ചെയ്യൂലല്ലോ. ഫ്രണ്ട്സ് ഒന്നും 5 മണിക്ക് എണീറ്റ് വിളിക്കൊന്നുമില്ലല്ലോ. ജിമ്മിൽ പോകാനോ അല്ല ബാഡ്മിന്റൺ കളിക്കാൻ പോകാനൊക്കെ വിളിക്കണ്ടാവും, അല്ലാത്തവര് വിളിക്കൊന്നുമില്ല. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ ഡിസ്ട്രാക്ഷൻസ് ഇല്ലാത്തൊരു ടൈം ആയതുകൊണ്ട് തന്നെ ക്ലാരിറ്റിയും കോൺസെൻട്രേഷനും ഭയങ്കര കൂടുതലായിരിക്കും. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ചില ആൾക്കാർ പറഞ്ഞു പ്രാർത്ഥനയുടെ കാര്യം പറഞ്ഞു. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ ഒരു പഠനത്തിൽ ഇരുന്ന് കഴിഞ്ഞാണ്ടല്ലോ, ക്ലാരിറ്റി ഭയങ്കര ഹൈ ആയിരിക്കും. നമുക്ക് ചെറിയ സമയം കൊണ്ട്
മനസ്സിനൊന്ന് ബാലൻസ് ചെയ്തിട്ട് നമ്മൾ പഠിക്കാനിരുന്നു കഴിഞ്ഞാണല്ലോ ചെറിയ സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്ന സംഭവം ഭയങ്കര കൂടുതലായിരിക്കും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളതായിട്ടുള്ള രീതിയിൽ പ്രാർത്ഥിച്ചാൽ മതി. ദൈവത്തിനോട് പ്രാർത്ഥിക്കുക, എന്റെ അസുഖങ്ങളായിക്കോട്ടെ, എന്റെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളൊക്കെ തരണം ചെയ്യാനുള്ള കഴിവ് എനിക്ക് തരണേ, എന്റെ ലൈഫിൽ ഞാൻ പഠിക്കുന്ന കാര്യങ്ങൾ ഓർത്തെടുക്കാനും അത് ജീവിതത്തിൽ മറ്റുള്ളവരുടെയും എന്റെ ജീവിതത്തിലും ഉപയോഗപ്പെടുത്താനും പറ്റണേ എന്നൊക്കെയുള്ള പ്രാർത്ഥനകൾ കൊണ്ടുവരിക. എന്നിട്ട് നല്ല പുസ്തകങ്ങൾ എടുത്ത് വായിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞ ദ കോമ്പൗണ്ട് എഫക്ട് എന്ന് പറഞ്ഞ ബുക്കൊക്കെ നിങ്ങൾ വായിച്ചു തുടങ്ങി. എനിക്കത് എന്റെ വൈഫ് ഗിഫ്റ്റ് ചെയ്തിട്ടുള്ള ബുക്കാണ്. അപ്പൊ നിങ്ങളിപ്പോ ഇനി ഒരു ഹാബിറ്റും കൂടെ ചെയ്യുക. ഇപ്പം മാരീഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ ഹസ്ബൻഡുമാർക്കും അല്ലെങ്കിൽ വൈഫിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കും. ഇനി മുതൽ നല്ല പുസ്തകങ്ങൾ വാങ്ങിക്കൊടുക്കുക. ഞാനൊരു സമയത്ത് സ്റ്റക്ക് ആയിട്ട് ഇരുന്ന സമയത്താണ് എന്റെ വൈഫ് എനിക്ക് ബുക്ക് വാങ്ങി തന്നത്. അത് മീൻസ് എനിക്കൊരു ക്ലാരിറ്റി, ഒരു സ്റ്റക്നെസ് ഫീൽ ചെയ്തിരുന്ന ഒരു സമയത്ത്. ഞാൻ വീഡിയോസ് ചെയ്തിട്ട് കൊണ്ട് ഇതാവുന്നില്ലല്ലോ, ഇതാവുന്നില്ലല്ലോ. പക്ഷെ അത് ഞാൻ വായിച്ച് ഞാൻ ആ പുസ്തകത്തിനെ പറ്റിയാ ഫസ്റ്റ് പിന്നെ വീഡിയോ ചെയ്ത് തുടങ്ങി. പിന്നെ അതിപ്പോ ഇങ്ങനെ ഇമ്പ്രൂവ് ആയി. അന്ന് എനിക്ക് തോന്നുന്നു 2500 ഫോളോവേഴ്സ് ആയിരുന്നു. ഇപ്പൊ പക്ഷെ അത് ഇമ്പ്രൂവ് ആയി 35,000-ലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. ഒരു ചാനലില്, വേറെ ചാനലിൽ 25,000. അപ്പൊ അങ്ങനെ സെറ്റ്. അപ്പൊ അഭിനയ ബ്രോ ആ രീതിയിൽ ആ മോർണിംഗ് ടൈമിൽ ഭയങ്കര ഡിസ്ട്രാക്ഷൻസ് കുറവായതുകൊണ്ടും നമ്മളുടെ സറൗണ്ടിങ്സ് സൈലന്റ് ആയതുകൊണ്ടും നല്ല ക്ലാരിറ്റിയും കോൺസെൻട്രേഷനും പ്രൊഡക്ടിവിറ്റിയും കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് ആ ടൈമിൽ ചെയ്യാൻ പറയുന്നത്. ഞാനൊരു എക്സാമ്പിൾ പറയട്ടെ. നമ്മളുടെ ഒരു സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു. ആ സ്റ്റുഡന്റ് നമ്മളെ കഴിഞ്ഞ യൂണിക്നെസ് 5ാമത്തെ യൂണിക്നെസ് ഫെസ്റ്റിൽ വന്ന സ്റ്റുഡന്റ് ആണ്. ആള് നോർമലി കിടന്നുറങ്ങുന്ന ടൈം എന്ന് പറഞ്ഞാൽ 3 മണിക്ക്, രാത്രി 3 മണിക്കൊക്കെ ആയിരുന്നു. 3 മണിക്ക് ഉറങ്ങിയിട്ട് ഉച്ചക്ക് 12 മണിക്കൊക്കെ ആയിരുന്നു എണീക്കുക. പക്ഷെ ആള് ഈ പ്രോഗ്രാമിന് വന്ന് നമ്മൾ ഡെയിലി ഫോളോ അപ്പ്, മിസ്സിനെയും ടീമൊക്കെ ഫോളോ അപ്പ് ചെയ്യും, എന്തൊക്കെ ചെയ്ത് എങ്ങനെയാണെന്നൊക്കെ ചെന്ന് ആള് മെല്ലെ മെല്ലെ അത് മാറി രാവിലെ എണീച്ച് പ്രെയർ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ ആളെന്ത് ചെയ്യുന്നുണ്ടറിയോ? രാവിലെ എണീച്ച് പ്രെയർ ചെയ്യും, ജിമ്മിൽ പോകാൻ തുടങ്ങി. ആളിപ്പോ ബോഡി ഫിറ്റ്നസ്, ആൾക്ക് എന്തൊക്കെയോ അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ബോഡി ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാൻ തുടങ്ങി. ഡെയിലി കുറച്ച് സമയം പുസ്തകം വായിക്കാൻ തുടങ്ങി. അപ്പൊ ആള് പറയാ, കഴിഞ്ഞ ദിവസം ഞാൻ മെസ്സേജ് അയച്ചിട്ട്, സത്യം പറഞ്ഞാൽ ഇത് ഇങ്ങനെ ഒരു ജീവിതം ഉണ്ടല്ലേ മനുഷ്യന്മാർക്ക്. ഞാൻ വിചാരിച്ചു ഇങ്ങനെ മറ്റുള്ളവരതും കണ്ട് കമ്പയർ ചെയ്ത് എനിക്കൊന്നും ഇല്ലല്ലോ ലൈഫിലൊന്നും ചിന്തിച്ച് നടക്കുന്നതിന് പറഞ്ഞു. ഞാനിപ്പോ ആള് നല്ല രീതിയിൽ പാട്ടൊക്കെ പാടുന്ന ആളൊക്കെയാണ്. അടിപൊളിയായിട്ട് പാട്ട് പാടും. അപ്പൊ അതിന്റെ ട്രെയിനിങ്ങിന് പോകാൻ തുടങ്ങിയിട്ടുണ്ട്, ജിമ്മിന് പോകാൻ തുടങ്ങി. ഇപ്പം പുസ്തകങ്ങൾ വായിക്കാൻ, അതായത് മീൻസ് എല്ലാ ഡയമെൻഷനിലും, ഹെൽത്തിലും വെൽത്തിലും റിലേഷൻഷിപ്പിലും ഇപ്പം അവിടുത്തെ വീട്ടിലെ മദറുമായിട്ടൊക്കെ കുറച്ചും കൂടെ കണക്ഷൻ കൂടി. അതായത് മീൻസ് നമ്മള് മെല്ലെ ഒരിക്കലും പെട്ടെന്നല്ല ഒരാൾ സക്സസ്ഫുൾ ആവുന്നത്. അവർ ഡെയിലി ചെയ്യുന്ന ചെറിയ ചെറിയ ഹാബിറ്റുകളാണ് അവരെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കി നിർത്തുന്നത്. അത് കറക്റ്റ് ആണ് കേട്ടോ. ഇവിടെ എന്താ പറയാ, ഞാനിപ്പോ ഇൻലോസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഒക്കെ നല്ല ആ ഒരു സ്നേഹം, ഒരു കാരുണ്യം, അതൊക്കെ എനിക്ക് എങ്ങനെ വന്നതെന്ന് അറിയില്ല. എല്ലാം ആ റിലേഷൻഷിപ്പ് തന്നെ നല്ല ഫുൾ. ഞാൻ ഇപ്പൊ സത്യം പറയാൻ എനിക്ക് ജോബ് കാര്യങ്ങളൊന്നും ഇല്ല, വീട്ടിൽ തന്നെയാണ്. പക്ഷെ ഞാൻ ഹാപ്പിയാണ്. ഇപ്പൊ പൈസ എന്തോ ആയിക്കോട്ടെ എല്ലാം ഇതിലേക്ക് എത്തുന്നുണ്ട്. ആൾക്കാരുടെ സ്നേഹം ആയിക്കോട്ടെ, ഇവിടുത്തെ ഉമ്മാനോട്. കാരണം കല്യാണം കഴിഞ്ഞ് വന്ന പാടില്ല ഇവിടെയുള്ള ഞാനേ അല്ല ഇപ്പൊ ചെറുങ്ങനെ മാറ്റിയെടുത്ത കുറെ കഷ്ടപ്പെട്ട്. കാരണം സുബിക്ക് ശേഷം കംപ്ലീറ്റ് കിടന്ന് ഉറങ്ങുന്ന ഒരാളെ ഏർക്കിണിക്ക് അങ്ങനത്തെ ഒരാള് മെല്ലെ മെല്ലെ മാറി ഇപ്പൊ ഞാൻ ആ ഒരു റൊട്ടീനിലേക്ക് എത്തിയതിനു ശേഷം ഞാൻ എപ്പോ ഹാപ്പി. എന്റെ ഹസ്ബൻഡോട് ഇങ്ങനെ പറയുന്നിട്ട് ഞാൻ ഭയങ്കര എന്താ പറയാ, ഭയങ്കര ധൈര്യത്തിൽ എന്തൊരു സ്ട്രഗിൾ വരുന്ന സമയത്ത് ഞാൻ ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കും. അപ്പൊ എന്നോട് ഇങ്ങനെ ചോദിക്കും, ഞാനും വിചാരിച്ചിരിക്കുന്നത് ഇങ്ങനെ മാറി. അത് ഞാൻ ആളോട് പറയാണ്ടാട്ടെ, ഒരുപാട് ക്ലാസ്സുകൾ കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടാണ്. പക്ഷെ പിന്നെ ഞാൻ ചോദിച്ചു എനിക്കത് മാറ്റണ്ട. അന്നേരം എന്നോട് പറഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. അപ്പൊ പ്രശ്നമില്ലല്ലോ. എന്തായാലും എല്ലാരും അങ്ങനെയൊക്കെ ശ്രമിച്ചു നോക്കിയാൽ എന്തായാലും മാറാൻ പറ്റും. നിങ്ങളിപ്പോ ഷെയർ ചെയ്തതുകൊണ്ട് ആരെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഒരു ക്ലാരിറ്റി ഇല്ല, ഒരു സമാധാനമില്ല, സന്തോഷമില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ആക്ഷന് ഒരു അലാറം അങ്ങ് വെക്കുക, 5 മണിക്ക് ഇരിക്കുക. ഫോണ് കുറച്ച് ദൂരെ വെക്കുക, എണീറ്റ് പോയിട്ട് എടുക്കാൻ പറ്റുന്നത്. യെസ്, അല്ല അതൊന്നും വേണമെന്നില്ല. ശരിക്കും നല്ല നമ്മുടെ മനസ്സൊരുങ്ങി ഉറങ്ങുന്ന സമയത്ത് അങ്ങനെ ഉണ്ട്. ഉറങ്ങുന്ന സമയം അലാറം പോലും ഇല്ലാണ്ട് എണീക്കാൻ പറ്റില്ലുണ്ട്. ഉറങ്ങുന്ന സമയത്ത് നമ്മളിങ്ങനെ അത്രയും നല്ലൊരു നിയത്ത് ആ ഒരു ഈ സമയത്ത് എണീക്കണം എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് എണീക്കുക. ഞാൻ അലാറത്തിന് തൊട്ട് 5 മിനിറ്റ് മുന്നേ ഒക്കെ എണീക്കുന്ന ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അലാറം അടിയേണ്ട ആവശ്യമില്ല ശരിക്കും. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾക്കൊരു മെന്റൽ ക്ലോക്ക് ഉണ്ട്, ബോഡിക്ക് ഒരു ക്ലോക്ക് ഉണ്ട്. ഇന്ന സമയമായാല് ഭക്ഷണം കഴിക്കാൻ വിശക്കും, ഇന്ന സമയമായാൽ വാഷ്റൂം പോകാൻ തോന്നും, ഇന്ന സമയമായാൽ വെള്ളത്തിന് ദാഹിക്കും, ഇന്ന സമയമായാൽ ഉറക്ക് വരും. ഇതേപോലെ നമുക്ക് മെന്റൽ ക്ലോക്കിലേക്ക്, നമ്മളെ ബോഡി ക്ലോക്കിലേക്ക് എന്ത് കൊണ്ടുവരാൻ പറ്റും? എണീക്കുന്ന സമയം പ്രോഗ്രാം ചെയ്യാൻ പറ്റും.
നമ്മൾ സ്ഥിരമായിട്ട് കുറച്ച് ദിവസം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എഫേർട്ട് എടുത്ത് നീച്ചാണ്ടല്ലോ, പിന്നെ യാതൊരു ജസ്റ്റ് ഇന്റൻഷൻ വെച്ചാൽ മാത്രം മതി, അലാറം പോലും ആവശ്യമില്ല, കറക്റ്റ് 4:50 പൊന്തും. അങ്ങനെ പൊന്തും. അങ്ങനെ പൊന്തിയാല് പിന്നെ കുറേ നല്ല രസമാണ്. പിന്നെ അവിടെ അങ്ങോട്ടുള്ള എൻ്റെ ഒക്കെ ജീവിതത്തിൽ ഏറ്റവും ഞാൻ എൻജോയ് ചെയ്യുന്ന ഒരു ടൈം ആ ടൈമാണ്. ആ ടൈം എൻജോയ് ചെയ്ത് കഴിഞ്ഞാണ്ടല്ലോ ബാക്കിയുള്ള ഫുൾ ഡേ ഭയങ്കര പ്രൊഡക്റ്റീവ് ആയിരിക്കും. എവിടെ പോയാലും ആളുകൾക്ക് സ്നേഹം ഉണ്ടാവും. ആളുകൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്ത് തീർക്കാൻ നമുക്ക് പറ്റും. ഒരാളോട് സംസാരിക്കുകയാണെങ്കിൽ ഭയങ്കര ക്ലാരിറ്റി ആയിരിക്കും. ആരെപ്പറ്റി അങ്ങനെ മോശമായിട്ട് ചിന്തിക്കൂല, എന്തിലേയും നന്മയിലേക്ക് നോക്കാൻ പറ്റും. ഭയങ്കര ആ ദിവസം ഭയങ്കര ബ്ലെസ്ഡ് ദിവസമായിരിക്കും. നിങ്ങളൊന്ന് എക്സ്പീരിയൻസ്, അത് ചെയ്യാത്തവരൊന്ന് അധികം ആൾക്കാർ ചെയ്യുന്നുണ്ടാവും. ഇനി ആരെങ്കിലും ഇല്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കി, ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. ഈ വെറുതെ അല്ല ഈ 5am ക്ലബ്ബ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബുക്കും 5am ക്ലബ്ബ് കുറെ ആൾക്കാർ നടത്തുന്നുണ്ട്. 5am ക്ലബ്ബ് രാവിലെ എണീച്ച് ഈ പേഴ്സണൽ മെന്ററിങ് ഒക്കെ ചില കമ്പനികളിലൊക്കെ രാവിലെ നടത്തുക. രാവിലെ എണീച്ചാൽ തന്നെ അതൊരു മെന്ററിങ്ങിന്റെ വലിയ ബ്ലെസ്സിങ് ആയി മാറി. കാരണം ഭയങ്കര ക്ലാരിറ്റി ആയിരിക്കും ആ സമയം. ആ ക്ലാസ് കഴിഞ്ഞാൽ ബാക്കിയുള്ള സമയം അവർക്ക് പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റും. അപ്പൊ അതുകൊണ്ട് എല്ലാ ദിവസവും നിങ്ങൾ വിശ്വസിക്കുന്ന വേദഗ്രന്ഥങ്ങൾ ഉണ്ടല്ലോ, ഖുറാനോ വേദങ്ങളോ ബൈബിളോ, അതിലൊക്കെ ഉള്ള ഏതെങ്കിലും നല്ല ഏതെങ്കിലും ഒരു ആയത്തിൻ്റെ അർത്ഥം പഠിക്കാൻ ശ്രമിക്കാം. ഇത് ഭയങ്കര കത്തുന്നൊരു കാര്യമാണ്. മീൻസ് അതിൽപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ പലരോടും പറയുന്നതാണ്, ഹൃദയത്തിൽ ഇങ്ങനെ കൈവച്ചിട്ട് ഓരോ പ്രാർത്ഥനയ്ക്ക് ശേഷവും എല്ലാ നിസ്കാരത്തിന് ശേഷമൊക്കെ യാ ഹാദി യാ നൂർ എന്ന് പറയാം. എനിക്ക് പറയുമ്പോൾ തന്നെ അങ്ങനെ എന്തോ യാ ഹാദി യാ നൂർ എന്ന് പറഞ്ഞാല് പടച്ചവന്റെ ദൈവത്തിന്റെ വെളിച്ചവും ഗൈഡൻസും, വെളിച്ചവും നേർമാർഗവും. നൂർ എന്ന് പറഞ്ഞ വെളിച്ചമാണ്. ആ വെളിച്ചം കിട്ടണേ. അതേപോലെ ഗൈഡൻസ് എന്ന് പറയുമ്പോൾ ഏത് സാഹചര്യത്തിലും നമുക്ക് കാര്യങ്ങൾ ഡീൽ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു വഴി കാണിച്ചു തരണേന്ന്. അപ്പൊ അത് ഇർഫാൻ മാം ഒന്ന് മെസ്സേജ് അയച്ചിരുന്നു. അത് ചെയ്തിട്ട് ഇപ്പം പല മെസ്സേജുകളും പല സമയത്തും കിട്ടുന്നുണ്ടെന്നൊക്കെ പറഞ്ഞത് വളരെ സന്തോഷം. അതുകൊണ്ടാണ് ഇപ്പൊ ഇവിടെ ഷെയർ ചെയ്തത്. യാ ഹാദി യാ നൂർ സിമ്പിൾ ആണ്, പക്ഷെ ഭയങ്കര പവർഫുൾ ആണ്. എനിക്ക് അത് പറഞ്ഞ നാളെ ഞാൻ പറഞ്ഞുതരാം. ഒരു കോച്ച് എത്ര പ്രാവശ്യം ചൊല്ലണം സർ? 21 പ്രാവശ്യം ഹൃദയത്തിൽ കൈവച്ചിട്ട് ഓരോ നിസ്കാരത്തിന്റെ ശേഷവും പ്രാർത്ഥനയുടെ ശേഷവും യാ ഹാദി യാ നൂർ യാ ഹാദി. അതിങ്ങനെ പറയുമ്പോൾ മനസ്സിൽ ചിന്തിക്കണം, പടച്ചവന്റെ വെളിച്ചവും ഗൈഡൻസും നേർമാർഗവും കാണിച്ചു തരണം. നമ്മൾ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്നൊക്കെ പറയില്ല, അതേപോലെ നേർമാർഗം കാണിച്ചു തരണം. ആ സംഭവം വളരെ ഷോർട്ടായിട്ട്, പടച്ചവന്റെ പേരാണ് ഹാദിയും നൂറൊക്കെ. അപ്പൊ അതിങ്ങനെ മനസ്സിൽ വെച്ച് ഇങ്ങനെ കുറച്ച് നിങ്ങൾ കൂടി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടല്ലോ, പിന്നെ ഒരു സാധനം ഇങ്ങനെ കിട്ടും. നിങ്ങൾക്ക് ആരോ നിങ്ങളോട് ഇങ്ങനെ പറയുമ്പോൾ തോന്നും മോനെ അങ്ങനെ ചെയ്തോ, ഓനെ വിളിക്കിപ്പോ. ഇപ്പൊ ഒരാൾ ഇങ്ങോട്ട് ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയാണ്, വീട്ടിലേക്ക് ഒരാൾ വരാനായിട്ടുണ്ടെങ്കിൽ ഇന്ന ആള് വരുന്നുണ്ട് കേട്ടോ, ഒന്ന് റെഡി ആയിക്കോ, എന്തോ ഭക്ഷണം ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ വരെ തോന്നിപ്പിച്ചു തരും. വെറുതെ പറയല്ല. സത്യ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യം. ഇന്നലെ ഞാനിങ്ങനെ ഒരു ബസ്സിനിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് അറിയുന്ന ആരെങ്കിലും വരും. അല്ല, ഇതില് മാത്രല്ല ആളാ ഞാന്. എന്നിട്ട് ആരെങ്കിലും ഇങ്ങനെ വരും, അറിയുന്ന ആരോ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാനിങ്ങനെ നോക്കാണ്. അപ്പൊ നോക്കുന്നത് എന്റെ ഏട്ടന്റെ വൈഫ്. ഞാൻ അറിയൂല ഓള് വരുന്ന ഒന്നും ഞാൻ അറിയില്ല. അങ്ങനെ എനിക്ക് ഓളെ കൂടെ വരാൻ പറ്റി. അതുപോലെ കുറേ സാഹചര്യത്തിൽ എനിക്ക് അങ്ങനെ എല്ലാം ഇങ്ങനെ ആരും ഇങ്ങനെ പറയുന്നത് പോലെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എല്ലാരും അത് ട്രൈ ചെയ്ത് മറക്കാണ്ടില്ല. ആ നിസ്കാരത്തിന് ശേഷം നല്ല പവറാണ്. അങ്ങനെ ഒരു സാറുണ്ട്. ഹലോ പറഞ്ഞോളേ. സാർ അപ്പൊ പറഞ്ഞു വന്ന അപ്പം ഏറ്റവും ഡൗൺ ആയിട്ടിരിക്കുന്ന ആളാണെങ്കിൽ ആ ഒരു ടൈമിങ്ങിൽ നമ്മളെ റുട്ടീൻ മാറ്റി കഴിഞ്ഞാൽ നമ്മളെ മൊത്തത്തിൽ ലൈഫ് ഇങ്ങനെ മാറും അല്ലേ? അതെ, അതിനനുസരിച്ചുള്ള ഹാബിറ്റുകൾ ബിൽഡ് ചെയ്താൽ മതി. നിങ്ങളുടെ ബ്രെയിനും ഹെൽത്തും ഇപ്പം ചെറിയ രീതിയിൽ എക്സസൈസ് ചെയ്ത് തുടങ്ങുക, ചെറിയ രീതിയിൽ വായനാശീലം തുടങ്ങിയിട്ടുള്ള പഠനങ്ങൾ ചെയ്യുക, മനസ്സ് റിലാക്സ് ആവാൻ വേണ്ടി. ഞാൻ നിങ്ങൾക്ക് അയച്ചെന്താ മറ്റേ മെഡിറ്റേഷൻ ഒക്കെ ഇല്ല, അത് കയ്യിലുണ്ടോ? ഉണ്ട്. അപ്പോൾ ചെറിയ രീതിയിൽ മനസ്സിനെ ഒന്ന് ബാലൻസ് ചെയ്യാനുള്ള മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യുക. ജീവിതത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് എഴുതുക, ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്താൽ തന്നെ നിങ്ങൾ മെല്ലെ മെല്ലെ ഒറ്റ ദിവസം കൊണ്ട് അസുഖം മാറിയിട്ട് അങ്ങനെ ആവുന്നല്ല പറയുന്നത്. പക്ഷെ മെല്ലെ മെല്ലെ നിങ്ങളുടെ മനസ്സിൽ ആ ഹീലിംഗ് നടക്കുമ്പോൾ നിങ്ങളുടെ ബോഡിയിൽ ഓട്ടോമാറ്റിക്കലി അത് നടന്നോളും. കാരണം നമുക്ക് എല്ലാവർക്കും ന്യൂറോ പ്ലാസ്റ്റിസിറ്റി, പ്ലാസിബോ എഫക്റ്റ് എന്ന് പറയുന്ന സംഭവങ്ങളുണ്ട്. ഐ മീൻ നമുക്ക് സ്ഥിരമായിട്ടൊരു നല്ല കാര്യത്തിനെ കുറിച്ച് ചിന്തിച്ചാൽ, നല്ല മോശം ചിന്തിച്ചാൽ അങ്ങനെയാവട്ടോ. ഒരു കാര്യത്തെ കുറിച്ച് സ്ഥിരമായിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ
നമ്മളുടെ അസുഖം ഹീൽ ചെയ്യുന്നതിനെ കുറിച്ച് ആയിക്കോട്ടെ, അത് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നാലും ആ ഹീലിങ്ങിനേക്ക് ഹെൽപ്പ് ആവുന്ന രീതിയിലുള്ള ഹോർമോണുകൾ നമ്മളുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. ഓ അപ്പൊ അത് എന്താ സംഭവം എന്നറിയോ, നമ്മളെല്ലാവരും സെല്ലുകളിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെടുന്നത്. ദാറ്റ് മീൻസ് എല്ലാവരുടെ ഉള്ളിലും ചെറിയ ചെറിയ അണുകളാണല്ലോ. എന്താ സെല്ലിന്റെ മലയാളം എന്തേലും? കോശം. കോശം. കോശം കോശങ്ങളിൽ നിന്നാണ് എല്ലാ മനുഷ്യന്മാർ സൃഷ്ടിക്കുക. അപ്പോൾ ഈ കോശങ്ങള് ഓരോ ദിവസവും കുറെ കോശങ്ങൾ മരിക്കുന്നുണ്ട്. ഡെഡ് സെൽസ് എന്ന് പറയും. അപ്പൊ ആ ഡെഡ് സെൽസ് പിന്നെയും ഇങ്ങനെ റീപ്രൊഡക്ഷൻ നടന്നുകൊണ്ടേ, ദാറ്റ് മീൻസ് അത് വീണ്ടും ജനറേറ്റ് ആവുന്നുണ്ട്. അപ്പൊ എന്താ അറിയോ, ആ നെഗറ്റീവ് തോട്ടുകളിലുള്ള ഈ സെല്ലുകൾ ഉണ്ടല്ലോ, കോശങ്ങള്, നമ്മൾ സ്ഥിരമായിട്ട് പോസിറ്റീവ് കാര്യം ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് നമ്മളുടെ മനസ്സിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ പുതിയ കോശങ്ങൾ വരുമ്പോൾ ആ പോസിറ്റീവ് എനർജിയും കൊണ്ട് ആ കോശങ്ങൾ വരിക, റീപ്രൊഡക്ഷൻ, പുതിയ കോശങ്ങൾ വരുന്ന. അപ്പൊ ആ കോശങ്ങളിൽ അണുബാധ ഉണ്ടെങ്കിൽ ആ അണുബാധ വരെ മാറിക്കിട്ടും. നിങ്ങൾ ജസ്റ്റ് പ്ലാസിബോ എഫക്റ്റ് എന്ന് പറഞ്ഞിട്ടൊന്ന് യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പ്ലാസിബോ എഫക്റ്റും ന്യൂറോ പ്ലാസ്റ്റിസിറ്റിനെ പറ്റിയൊക്കെ പഠിച്ചാൽ മതി, കുറച്ചും കൂടി ഒത്തിരി പോകും. അതിൽ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു യു എസിലുള്ള ഡോക്ടറാണ്. ആള് ചെയ്തൊരു കാര്യം എന്താ വെച്ചാല്, ആള് പൊതുവെ ട്രീറ്റ്മെന്റ് എടുത്താൽ ആള് എല്ലിന്റെ ഡോക്ടറാണ്. കാൽമുട്ടിന്റെ ഒക്കെ ഇതൊക്കെ ഉണ്ട്, ചിരട്ടയൊക്കെ റെഡിയാക്കുന്ന ആളാണ്. എല്ലിന്റെ കാര്യങ്ങളാണ് നോക്കണത്. അപ്പോ ആളെന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരുപാട് ആളുകളെ ഇയാളെ ട്രീറ്റ് ചെയ്ത ആൾക്കാരൊക്കെ പൊതുവെ അസുഖം മാറാറുണ്ട്. അപ്പൊ ഒരു തവണ ഇയാള് ഒരു എക്സ്പീരിയൻസ് നടത്തി. എങ്ങനെ അറിയോ, ഒരു പഠനം നടത്തിയത്, ആളെന്ത് ചെയ്തെന്ന് വെച്ചാല് എല്ലാവർക്കും ഈ ഓപ്പറേഷൻ ചെയ്യാനുള്ള സൂചി വെച്ച് മയക്കി കിടത്തി. ഓക്കെ മിസ്റ്റർ, ഓക്കെ. അപ്പൊ മയക്കി കിടത്തിയിട്ട് ആളെന്ത് ചെയ്തറിയോ, ചില ആൾക്കാരുടെ ഓപ്പറേഷൻ ചെയ്തില്ല. കുറച്ച് ആൾക്കാരുടെ ഓപ്പറേഷൻ ചെയ്ത്, ചില ആൾക്കാരുടെ ഓപ്പറേഷൻ ചെയ്തില്ല. പക്ഷെ ഓപ്പറേഷൻ ചെയ്യാഞ്ഞിട്ടും ചില ആൾക്കാരുടെ അസുഖം മാറി. എന്താ സംഭവം എന്നറിയോ, ഈ ആളുടെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി ഇറങ്ങിയാല് അസുഖം മാറുന്നുള്ള വിശ്വാസം ഇവരുടെ മനസ്സിലുണ്ടായിരുന്നു. ആ വിശ്വാസം, ഫെയ്ത്ത് എന്ന് പറഞ്ഞ സംഭവം ഭയങ്കര ഹൈ ആയി കഴിഞ്ഞിട്ടല്ലോ മിറാക്കിൾസ് സംഭവിക്കും ജീവിതത്തില്. അത് ചിലപ്പം നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയാം, ചില ഡോക്ടർമാരെടുത്ത് എത്തിക്കഴിഞ്ഞാല് ഇനി എന്തായാലും മാറും. നമുക്കൊരു ഡോക്ടർ ഉണ്ടാവും, നമ്മളൊരു ഫാമിലി ഡോക്ടർ ഉണ്ടാവും, അല്ലെങ്കിൽ അച്ഛനും അമ്മയൊക്കെ വിശ്വസിക്കുന്നുണ്ടാവും. ഞങ്ങളുടെ ഫാമിലി ഒരു മുരളി ഡോക്ടറാണ്. ഞങ്ങളുടെ മുരളി എന്നാണ് ഡോക്ടറുടെ പേര്. നരിക്കുനി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു ചെറിയൊരു ക്ലിനിക്കിൽ ഇരിക്കുന്ന. അപ്പൊ ഉമ്മയപ്പയും പറയും അവിടെ പോയി എന്തായാലും മാറും. വലിയ ഹോസ്പിറ്റലിൽ പോയിട്ട് മാറാത്തത് വരെ ഇങ്ങനെ ഒരു വിശ്വാസം ഉള്ളിലുണ്ട്. അവരെടുത്ത് പോയാൽ ചെറുപ്പത്തിലേ മാറുന്നതാണ്. അതുകൊണ്ട് എല്ലാ അസുഖങ്ങളാണെങ്കിലും അത് മാറുന്നുള്ളത് കാണുമ്പോൾ ചെറിയ എന്തെങ്കിലും മരുന്നായിരിക്കും അവർ തരുന്നത്. പക്ഷെ നമ്മളുടെ വിശ്വാസത്തിന്റെ പവർ കൂടുമ്പോൾ നമ്മളുടെ ഉള്ളിൽ ഈ പറഞ്ഞിട്ടുള്ള നമ്മളുടെ ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള നമ്മളുടെ ശരീരത്തിൽ തന്നെ ഉണ്ട് ഒരുപാട് ഹോർമോണുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ പണ്ടൊക്കെ വലിയ അസുഖങ്ങൾക്ക് മരുന്നുണ്ടായിട്ടല്ലായിരുന്നു, അവര് തന്നെ പല പ്രകൃതി ചികിത്സകളും മനസ്സിന്റെയും ശരീരത്തിന്റെയും എക്സസൈസ് ത്രൂ ഒക്കെ ആയിരുന്നു അത് റെഡിയാക്കി എടുത്തിരുന്നത്. അപ്പൊ അതുകൊണ്ട് മനസ്സിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ ഭയങ്കര പവർഫുൾ ആണ്. നിങ്ങൾ ജസ്റ്റ് പ്ലാസിബോ എഫക്റ്റ് എന്ന് അടിച്ചാൽ PLACBO ഡോക്ടറെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. ഓക്കെ ജസ്റ്റ് മാം, ഓക്കെ ലീവ് ചെയ്യാണ്. ഓക്കെ, ഏതായാലും വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടോ? അഭിനവ് ക്ലിയർ അല്ലേ? കാര്യം ക്ലിയർ അല്ലേ? ജനസ്മ പറഞ്ഞോളൂ. ഞാനേ കഴിഞ്ഞ ആഴ്ചയൊക്കെ നല്ല തിരക്കായി പോയി, അതുകൊണ്ട് എനിക്ക് കേറാൻ പറ്റിയില്ല. ഇന്ന് എന്തായാലും കേറണം എന്ന് വിചാരിച്ചു. ഒരുപാട് കുറെ കാര്യങ്ങള് കുറച്ചും കൂടെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങളെ ക്ലാസ് അന്ന് ഞാൻ ജോയിൻ ചെയ്ത ഓഫ്ലൈൻ ക്ലാസ്സിലെ അതിനുശേഷം കുറെ സ്ട്രക്ചേർഡ് ആണ്. അപ്പോ പക്ഷെ കുറച്ച് ബിസി ആണോ എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഞാനിങ്ങനെ ടൈം ടേബിൾ പോലെയാണ് ഇപ്പൊ. ടൈം ടേബിൾ മീൻസ് ഞാൻ ഇത്ര പ്രൊഡക്റ്റീവ് ആയിരുന്നില്ല നിങ്ങളെ ക്ലാസ്സിന് മുന്നേ. കുറെ ടൈം പല രീതിയിലും പല പോലെ പോകുന്നു, അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പോ ഓരോന്നും ഞാൻ ടൈം വെച്ച ഇപ്പൊ ബസ് കയറുവാണെങ്കിൽ കോളേജ് ബസ് കയറിയാൽ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. സ്വലാത്ത് ഇത്ര ചെല്ലണം, തഹ്ലീൽ ഇത്ര ചെല്ലണം, ആ രീതിയില്. പിന്നെ അവിടെ എത്തി ബസ് ഇറങ്ങി കോളേജിലെത്തിയ ചെയ്യണ വേറെ രണ്ടും. അപ്പോ അതിങ്ങനെ ഡെയിലി ഇപ്പൊ ഞാൻ ചെയ്തോണ്ടിരിക്കുക. അപ്പൊ എനിക്കൊരു ചിലപ്പോ എനിക്ക് തോന്നുന്നു ഞാൻ ബിസി ആവുകയാണോ, അല്ലെങ്കിൽ ഞാൻ കറക്റ്റ് ഇപ്പോഴാണോ എനിക്ക് കറക്റ്റ് വേ ആയത്, അങ്ങനെ ഒരു കൺഫ്യൂഷൻ. കഴിഞ്ഞ ദിവസം ഈ ഫ്രൈഡേ ആകുമ്പോഴത്തേക്ക് ഞാൻ നല്ല ക്ഷീണം വരും, എനിക്ക് ഒന്ന് റെസ്റ്റ് എടുക്കണം. അതുകൊണ്ട് ഇന്ന് ഞാൻ
പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല. ഞാൻ ഡെയിലി ചെയ്യണ ഗ്രാറ്റിറ്റ്യൂഡ് ജേണല് അതൊന്നും ഇന്ന് ഞാനൊന്നും ചെയ്തില്ല. ഇന്ന് ഞാൻ ഫുള്ള് പാരന്റ്സ് മീറ്റിംഗ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി. പക്ഷെ അല്ലാതെ ഞാൻ ഒരുപാട് കാര്യം ഇപ്പൊ നേരത്തെ ഇർഫാനൊക്കെ പറഞ്ഞതുപോലെ എല്ലാവരും കുറെ ആൾക്കാർ ഭയങ്കര നല്ല അഭിപ്രായം നമ്മളെ അടുത്ത് പറയുന്നുണ്ട്. ആ മിസ് ഇങ്ങനെ ചെയ്തല്ലോ അങ്ങനെ ചെയ്തല്ലോ എന്നൊക്കെ പറയുമ്പോൾ നല്ല സന്തോഷമുണ്ട്. പിന്നെ ചില കാര്യങ്ങളില് എന്റെ പൊസിഷൻ അങ്ങനെ ആകുമ്പോ എന്റെ തീരുമാനങ്ങൾ ക്ലിയർ ആണോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ ഞാൻ അങ്ങോട്ട് തീരുമാനിക്കും ഇങ്ങനെ പോട്ടെ, ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള. അല്ലെങ്കിൽ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഇങ്ങനെ ഞാൻ തീരുമാനിച്ച പ്രശ്നം വരുമോ എന്നൊക്കെ. പക്ഷെ ഇപ്പൊ കുറച്ചുകൂടെ അങ്ങനെ പോവാനൊക്കെ പറ്റുന്നുണ്ട്. അപ്പൊ അത് ഞാൻ ഇതൊക്കെ ചെയ്തുകൊണ്ടായിരിക്കാം. പക്ഷെ നേരത്തെ പറഞ്ഞില്ലേ ഫ്രീ ടൈം, എനിക്ക് ആകെ കിട്ടുന്ന ഫ്രീ ടൈം 9 to 10 വരെയുള്ള ആ ഒരു സമയം. ആ സമയത്താണ് ഞാൻ ഈ റീൽസ് ആണെങ്കിലും അങ്ങനത്തെ കുറച്ച് നേരത്തെ പറഞ്ഞ പോലെ ഒരു മൈൻഡ് ഒന്ന് റിലാക്സ് ആക്കുക എന്നൊക്കെ പറയില്ലേ, മറ്റേതുപോലെ അല്ലാതെ കുറച്ച് കോമഡി കാണുക, കുറച്ച് എന്തെങ്കിലും അല്ലാതെ റീൽസ് കാണുക, അങ്ങനെ പോണത്. അപ്പൊ അത് ഓക്കെ ആണെന്ന് തോന്നൂല്ലേ ഈ പാത്ത്? മാം അത് ഓക്കെയാണ്. കുറച്ച് ടൈമൊക്കെ റിലാക്സ് ചെയ്യുന്നതിനും ചില ദിവസങ്ങളിൽ ഇപ്പോ ഒരു ടു ഡു ലിസ്റ്റും ഇല്ലാണ്ട് റെസ്റ്റ് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അത് മീൻസ് അല്ലാത്ത ദിവസങ്ങളിൽ ഫുള്ള് ഓട്ടാകുമ്പോൾ ഞാൻ സത്യം പറയട്ടെ, ഞാനിപ്പോ ഇന്ന് ഞാൻ പൊതുവേ ക്ലാസ്സിന് കയറുന്നതിന് മുന്നേ വൈഫിനോട് ഒരു അഭിപ്രായം ചോദിക്കും. കുഞ്ഞോ ഇന്നിപ്പോ നമ്മൾ എന്താ ഇത് പറയാ. ഞാൻ ടോപ്പിക്കൊക്കെ പ്രിപ്പയർഡ് ആയിരിക്കും, പക്ഷെ അവളുടെ ഒരു ഒപ്പീനിയനും കൂടി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ അവള് പറഞ്ഞത് അറിയോ, അവള് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാല് നിങ്ങൾ ഇതും കൂടി പറഞ്ഞു കൊടുക്കണം. എന്താന്ന് വെച്ചാല് എല്ലാ ദിവസവും ഒന്നും ഇപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതി വെച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാനൊന്നും പറ്റൂല. അപ്പൊ ചില ദിവസങ്ങളിലൊക്കെ ഒരു മാസത്തിൽ ഒരു ദിവസമൊക്കെ നമുക്ക് ആണെങ്കിൽ ഒന്ന് റിലാക്സ് ആയിട്ട് ഒരു കാര്യമായിട്ട് പണികളൊന്നും ഇല്ലാതെ നിൽക്കണം എന്നുള്ള രീതിയിൽ എനിക്ക് അതും കൂടി ഇവിടെ പറയണം എന്ന് പറഞ്ഞു. അപ്പൊ അത് ഓക്കെയാണ്. പിന്നെ ഈ മാം പറഞ്ഞല്ലോ ഈ ചില സമയത്ത് തിരക്കായി പോകുന്നു ഫീൽ ചെയ്യുന്നത്. പിന്നെ ചില തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് അത് കറക്റ്റ് ആണെന്നൊക്കെ ഒരു ഡൗട്ട് വരുന്ന സമയത്തൊക്കെ നേരത്തെ പറഞ്ഞ ഇന്റൻഷൻ ചെക്ക് ചെയ്താൽ മതി. ഏത് തീരുമാനം എടുത്താലാണ് ഇവിടെ മാത്രമല്ല അവിടെയും വിജയം കിട്ടുന്ന തീരുമാനം ഏതാണെന്ന് ചിന്തിച്ചാൽ മതി. എന്ത് കാര്യം ചെയ്യുമ്പോഴും അവിടെ എനിക്ക് സന്തോഷം കിട്ടും. മക്കളെ പഠിപ്പിച്ചാല് നിങ്ങളിപ്പോ ഒരു സ്കൂളിന്റെ കോളേജിന്റെ പ്രിൻസിപ്പൾ അല്ലേ, അപ്പോ അത് പരിചയപ്പെടുത്താൻ മറന്നു കേട്ടോ. ഒരു കോളേജിന്റെ പ്രിൻസിപ്പളാ ഷഹനാസ് മാം. അപ്പോ അത് ചെറിയ പ്രായത്തിൽ ഇതിലെത്തിയിട്ടുള്ള ആളാണ് മാഷാഅല്ലാഹ്. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാല് എന്ത് കാര്യം ചെയ്യുമ്പോൾ അതിന്റെ നീയത്തിലേക്ക് നോക്കുക, അതിന്റെ ഇന്റൻഷനിലേക്ക് നോക്കിയാൽ നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ കുറച്ചും കൂടെ ഒരു ഫ്ലോ കിട്ടും. അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് പിന്നെ അതേപോലെ ഒരു കാര്യം കൂടെ ചെയ്യണം കേട്ടോ. ഞാൻ നമ്മളെ ജേർണലിലുള്ള ഒരു കാര്യം കൂടെ പറഞ്ഞതാണ്. എല്ലാ ദിവസവും നിങ്ങൾ എന്തെങ്കിലും രീതിയിൽ സെൽഫ് കെയർ ചെയ്യണം. സെൽഫ് കെയർ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സ്കിൻ റൂട്ടീൻസോ, ദാറ്റ് മീൻസ് നമ്മളുടെ സൗന്ദര്യം മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുന്നത് ശരിക്കും സെൽഫ് ലവിന്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഞാൻ അതിന് വേണ്ടി ചെയ്യുന്നത്, ഞാൻ നല്ല പെർഫ്യൂം യൂസ് ചെയ്യും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അത് പെർഫ്യൂം യൂസ് നല്ല സ്മെല്ലുകൾ ശരിക്കും നല്ല ചിന്തകൾ കൊണ്ടുവരുന്നതാണ്. ഇപ്പൊ ലേഡീസിന് പെർഫ്യൂം യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള അത് വേണ്ട കേട്ടോ. ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ അല്ലാത്ത രീതിയിൽ നാച്ചുറൽ പ്രൊഡക്ട്സ് ഒക്കെ വെച്ചിട്ട് നിങ്ങളുടെ മൊഞ്ചും നിങ്ങളുടെ ലുക്കും ഒക്കെ അത് വേറെ ആണുങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല. സെൽഫിനെ നമ്മൾക്ക് കിട്ടിയിട്ടുള്ള ആരോഗ്യവും നമ്മളുടെ ശരീരമൊക്കെ ഉണ്ടല്ലോ, അത് നമ്മൾ നല്ല ശരിക്കും അതിനൊരു ഓണർ ഉണ്ട്. അതിന്റെ മുതലാളി നമ്മളല്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. നമുക്ക് വരദാനമായിട്ട് കിട്ടിയതാണ് ഈ ശരീരം. അപ്പൊ ഇത് ഏറ്റവും നല്ല രീതിയിൽ ശുശ്രൂഷിച്ച് അതിന്റെ ഭംഗിയും അതിന്റെ ഉള്ളിലുള്ള മറ്റേ ഫുഡ് കഴിക്കുന്നതും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കൊണ്ടു നടക്കേണ്ടത് നമ്മളുടെ ഒരു കടമയാണ്. അപ്പോൾ സെൽഫ് ലവിന്റെ ഭാഗമായിട്ട് നമുക്ക് സെൽഫ് ലവ് ഉണ്ടെങ്കിലേ നമ്മളെ സ്നേഹിക്കുന്ന മനുഷ്യന്മാർ നമ്മളുടെ ജീവിതത്തിലേക്ക് വരുള്ളൂ. ഒരു സെൽഫ് ലവ് ഇല്ലാത്ത ആൾക്കാർ ആരും റെസ്പെക്ട് ചെയ്യില്ല, സ്നേഹിക്കില്ല. സെൽഫ് ലവ് വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഉള്ള രീതിയിൽ നല്ല കുറച്ച്, ഞാൻ ഉദ്ദേശിച്ച ഒന്നായിട്ട് മേക്കപ്പ് വാരി പൊത്താനൊന്നല്ല കേട്ടോ. കുറച്ചെന്തെങ്കിലും മറ്റേ പപ്പായ ക്രീമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ മറ്റേ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന സാധനങ്ങളുണ്ടല്ലോ, അങ്ങനത്തെ ഒക്കെ യൂസ് ചെയ്തിട്ട് ഒന്ന് മൊഞ്ചൊന്ന് നിലനിർത്തുക. അപ്പൊ ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും അതേപോലെ നല്ല പെർഫ്യൂം യൂസ് ചെയ്യുക. അതൊക്കെ ശരിക്കും നമ്മളോടുള്ള സെൽഫ് റെസ്പെക്ടിന്റെയും സെൽഫ് ലവിന്റെയും ഭാഗം കൂടെ ആണെന്നൊന്ന് കണക്കിലെടുക്കാം. അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തെന്നുള്ളൂ. താങ്ക് യു സോ മച്ച്. പിന്നെ അഡിക്ഷൻസ് കാര്യങ്ങൾ എന്തെങ്കിലും അഡിക്ഷൻസ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും സെറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ വേറെ എന്തെങ്കിലും? ഖാദർ ഭായ്, റിയാസ് ഭായ്, നിങ്ങൾ ഇവിടെ ആടെ ഓഫീസ് സെറ്റ് ചെയ്യുന്നതിന്റെ തിരക്കിലായിരിക്കില്ലേ? നമ്മളെ 2 സ്റ്റുഡൻസ് ആട്ടോ. കഴിഞ്ഞ ബാച്ചിലെ ട്രെയിനേഴ്സ് ട്രെയിനിങ്ങിലെ ബെസ്റ്റ് പെർഫോമർ ആണ് ബാക്കിൽ ഇരിക്കുന്ന കണ്ണട. ഇത് ഇപ്പോഴത്തെ ബാച്ചിലെ
ഖാദർ ഭായി ആണ് ഇപ്പോഴത്തെ പെർഫോമർ ആണ്. അപ്പം ബാച്ച് റണ്ണിങ് ആണ് ഇപ്പോഴത്തെ ട്രെയിനേഴ്സ് ട്രെയിനിങ്. ഒരുപാട് സന്തോഷം. ഓഫീസിലാണോ പുറത്താണോ? മറ്റേ ലോഗോന്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ആയോ? ഒരു ട്രെയിനിലാന്ന് തോന്നുന്നുണ്ട്. എന്താ മിസ്സിനാ പറഞ്ഞത് കേട്ടില്ല. ഇപ്പൊ നിലവിൽ ട്രെയിനിലാന്ന് തോന്നുന്നുണ്ട്, ബോഗിയിലാണ്. ആ ഓക്കെ സെറ്റ് ഓക്കെ അടിപൊളിയാക്കി. പിന്നെ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. ട്രെയിനിലാണല്ലേ? ഓക്കെ സെറ്റ്. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മളുടെ ക്ലാരിറ്റി ബോർഡ് എന്ന് പറഞ്ഞ പ്രോഗ്രാം വരുന്ന ഡിസംബർ 28 ഞായറാഴ്ച. ഈ നാളല്ല, അടുത്ത ഞായറാഴ്ച. അപ്പൊ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ ജോയിൻ ചെയ്യാം. ഒരു 3 മണിക്കൂർ ടൈം എടുത്തിട്ട് നമ്മളുടെ ലൈഫിന്റെ വിഷൻ സെറ്റ് ചെയ്യുന്ന പ്രോഗ്രാമാണ്. അത് ആണോ? രാത്രിയാണ് മാം. രാത്രി 7 മുതൽ 10 വരെ. ഞായറാഴ്ച, അടുത്ത ഞായറാഴ്ച. ഈ ഞായറാഴ്ച അടുത്ത ഞായറാഴ്ച. വെക്കേഷൻ ടൈമാണ്. അപ്പൊ അല്ല, താല്പര്യം ഉണ്ടെങ്കിൽ എല്ലാവർക്കും ജോയിൻ ചെയ്യാം. 500 രൂപ അതിന് ഫീസ് ഉള്ളൂ. പിന്നെ ബുക്ക് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ യുണീക്നെസ് ഹാബിറ്റ്സ് ബുക്ക് ഈ വീക്കിൽ ലോഞ്ച് ആവും. മീൻസ് ഈ വീക്കിൽ അത് സെൻഡ് ചെയ്യാൻ തുടങ്ങും. ചില ആൾക്കാർ ഓൾറെഡി ബുക്ക് ചെയ്തവരുണ്ട്. അതൊക്കെ ഈ മന്തിന്റെ മുന്നേ വീട്ടിൽ സാധനം എത്തിട്ടോ. അതാണ് പ്ലാനിന്റെ പ്രകാരം ഉള്ളത്. നമുക്ക് ജനുവരി തൊട്ട് നോക്കി തുടങ്ങാലോ അല്ലെ? എങ്ങനെ? ബുക്കേ ജാനുവരി തൊട്ട്. അതെ. അല്ല, അത് പ്രിന്റ് ഇപ്പം കുറെ ജേർണലുകളൊക്കെ ഇറങ്ങുന്നതുകൊണ്ട് എല്ലാ പ്രിന്റിംഗ് ഷോപ്പുകളും ഓഫ്സെറ്റ് പ്രസ്സുകളും ഭയങ്കര തിരക്കിലാണ്. അപ്പൊ നമ്മളതൊരു ജേർണൽ എന്നുള്ള രീതിയിൽ മാത്രമല്ല, നമ്മളത് പ്ലാനറും ട്രാക്കറും റിഫ്ലക്ഷനും 3 കൂടെ വരുന്ന സാധനമാണ്. 9 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുത്ത് സ്വന്തമായിട്ട് കോപ്പി എടുത്ത് ChatGPT ഉണ്ടാക്കിയ സാധനമല്ല. നിങ്ങൾ വായിച്ചു നോക്കിയാൽ കാണാം, മനസ്സിലാവും. ഏതായാലും അപ്പൊ അതുകൊണ്ട് വേറെ എന്തെങ്കിലും ആർക്കെങ്കിലും ആഡ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ? പിന്നെ നമ്മുടെ യുണീക്നെസ് കോഡ് എന്ന് പറഞ്ഞ പ്രോഗ്രാം ഉണ്ട്. അത് ജനുവരി 12 ഒരു മാസത്തെ പ്രോഗ്രാമാണ്. ജനുവരി 18 ദ ബ്രാൻഡ് ന്യൂ എന്ന് പറഞ്ഞിട്ടുള്ള പേഴ്സണൽ ബ്രാൻഡിങ്ങിന്റെയും കോണ്ടന്റ് ക്രിയേഷന്റെ അടുത്ത ബാച്ച് വരുന്നുണ്ട്. അതൊക്കെ വരുന്നുണ്ട്. അത് നിങ്ങൾ താഴത്ത് പറഞ്ഞ നമ്പറിൽ കണക്ട് ചെയ്താൽ മതി ആർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ. 8137023966 8137023966. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? എനിത്തിങ് ടു ബി ആഡഡ് അല്ലെങ്കിൽ ഫീഡ്ബാക്ക് ആയിട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ മൈൻഡ് ചെയ്യാം. മനസ്സിലാവുന്നുണ്ടല്ലോ പറയുന്ന കാര്യങ്ങളിലെ അത്തക്കുത്തായി പോകുന്നില്ലല്ലോ. ഞാൻ തന്നെ ചില സമയത്ത് ഇങ്ങനെ പറക്കും പല സമയത്ത്. ക്ലാസ് ആയിരുന്നു. താങ്ക് യു സോ മച്ച്. ജസാക്കല്ലാ ഹൈർ. ലീവ്. ഓക്കെ മിസ്ന, വേറെ എന്തെങ്കിലും ആഡ് ചെയ്യണ്ടോ? ഇല്ല ആഡിങ്ങിനില്ല, എല്ലാ ദിവസവും ഓക്കെയാണ്. ലാസ്റ്റ് പറഞ്ഞൊരു കാര്യം ഉണ്ടല്ലോ, ബ്രേക്ക് എടുക്കുക എന്നല്ലേ, അത് ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ ദിവസവും പ്രൊഡക്റ്റീവ് ആവണം, എല്ലാ ദിവസവും വർക്ക് ചെയ്യണം. ആ ഒരു സംഭവം നല്ലോണം ഹെക്റ്റിക് ഷെഡ്യൂളൊക്കെ ആണെങ്കിൽ ഒരു വീക്ക് ബ്രേക്ക് എടുക്കാം, അതിന് പ്രശ്നമൊന്നുമില്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടില്ലേ. ഞാൻ കഴിഞ്ഞ മാസം എക്സാം കഴിഞ്ഞ് നവംബർ 12 എക്സാമും നമ്മളെ പ്രോഗ്രാമായി കുറച്ചിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ഒന്നിനും ടൈം ഇല്ലാണ്ട് ഇങ്ങനെ ഓടുമല്ലോ. അപ്പൊ അന്ന് ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു ഒരാഴ്ച. അതായത് ബ്രേക്ക് എടുക്കാൻ മീൻസ് ജോലിയൊന്നും ചെയ്യാണ്ടിരിക്കുക അങ്ങനല്ല, നമ്മള് പ്രഷർ കൊടുക്കാണ്ടിരിക്കുക. ഇത് ചെയ്യാണ്ടല്ലോ അത് ചെയ്യാനുണ്ടല്ലോ, അങ്ങനെ ഷെഡ്യൂൾ നമ്മൾ ഡെഡ് ലൈൻ ഉണ്ടല്ലോ, അതില്ലാണ്ട് ഒരു വീക്കിനെ മൂവ് ചെയ്യാൻ അനുവദിക്കാന്നല്ല. അത് നമ്മളെ പ്രൊഡക്ടിവിറ്റി കൂട്ടും. ആ സമയത്ത് നമുക്ക് നല്ല ഐഡിയാസ് കിട്ടും, നമുക്ക് നമ്മളെ സെൽഫിൽ വർക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമ്മളൊരു മൈൻഡിന്റെ ഹയർ സ്റ്റേറ്റിക്ക് എത്താനുള്ള ഏറ്റവും നല്ല ഓപ്ഷനാണ് ഒരു ജോയ് എപ്പോഴും ലൈഫിൽ കൊണ്ട് നടക്കാന്നില്ല. നമ്മളെ ഹാപ്പി ആക്കുന്ന കാര്യം ഒരു മീ ടൈം ഒക്കെ കൊടുക്കുന്നത് ബെസ്റ്റ് ആണ്. അപ്പോൾ ചിലർ പറയാറുണ്ട് അത് എനിക്ക് ടു ഡു ലിസ്റ്റ് ഒന്നും പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. അത് ഓക്കെയാണ്, നമ്മൾ മനുഷ്യരാണ്. ഏതെങ്കിലും റോബോട്ടിക്സ് പഠിച്ചു വിട്ടാൽ ഇന്ന സാധനങ്ങൾ വേറെ കുത്തി വെച്ചവരല്ലല്ലോ. അപ്പൊ അത്രേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. മിസ്സിനെ പറഞ്ഞ നിങ്ങൾ കേട്ടോ. ഞാൻ എത്ര 2 മണിക്കൂർ ഇവിടെ ക്ലാസ് എടുത്തിട്ട് എന്റെ വൈഫ് പറഞ്ഞത് മാത്രമേ പോയിന്റ് ഉള്ളൂ. വൈഫ് പറഞ്ഞല്ലോ റെസ്റ്റ് എടുക്കണം, അത് മാത്രമേ മിസ്റ്റേക്ക് പറയാനുള്ളൂ. ഇതാണ് മിസ്സിന്റെ പ്രശ്നം. പിന്നെ മിസ്ന, നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഒരാഴ്ചത്തെ ബ്രേക്ക് എടുത്ത് പോയിക്കാളും ചെയ്യലിട്ടോ. ഓൾറെഡി നിങ്ങൾ ഇപ്പൊ ക്യാമ്പിന് പോകുന്നുണ്ട്. മൊത്തത്തിൽ മുട്ടിപ്പോവും പരിപാടി ഇവിടെ. തമാശ പറഞ്ഞോ. ആളിപ്പം 25 തൊട്ടിട്ട് 30 വരെ ഒരു ക്യാമ്പിന് പോവാണ്. അത് ഈ നമ്പർ അൺഅവൈലബിൾ ആവട്ടെ, അതും കൂടെ പറയാനാണ് പറഞ്ഞത്. യെസ് താഴത്ത് കൊടുത്തിട്ടുള്ള നമ്പർ അൺഅവൈലബിൾ ആയിരിക്കും. അപ്പോൾ വേറെ 25 തൊട്ട് അതുവരെ അവൈലബിൾ ആണ്. 25 to 31 വരെ നമ്പർ അൺഅവൈലബിൾ ആവും. വേറെ നമ്പർ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കണക്ട് ചെയ്യാം. 90748834
833. ഈ നമ്പറിൽ കണക്ട് ചെയ്താൽ ഈ നമ്പറിൽ കണക്ട് ചെയ്താലേ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, വേറെ എന്തെങ്കിലും ഒക്കെ സെറ്റ് അല്ലേ? നിങ്ങൾ എന്തെങ്കിലും രണ്ട് ഫീഡ്ബാക്ക് ഒക്കെ തരും, എന്നാലല്ലേ നമുക്ക് പിന്നെയും ക്ലാസ് ഒക്കെ എടുക്കാൻ ഉഷാറൊക്കെ. കുറച്ച് ആൾക്കാർ ഓൾറെഡി തന്നിട്ടുണ്ട്. വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലേ ആഫ്സൽ സാർ റെക്കോർഡിങ്സ് ഓഫ് ചെയ്യല്ലേ? റെക്കോർഡിംഗ് ഓഫ് ആയിരിക്കും. താങ്ക് യു സോ മച്ച് എവറി വൺ. 65-ാമത്തെ ആഴ്ച 66-ാമത്തെ ആഴ്ച കാണാം. ജീവൻ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ്.